കൊലവല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നെങ്കിൽ ഒരു ഹായ് വിട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഡോപ്പ ലൈവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പ്ലാന്റ് ഫിസിയോളജിയിലെ കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ കൺസെപ്ച്വൽ വീഡിയോസാണ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്, മിനറൽ ന്യൂട്രീഷൻ, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ ആൻഡ് പ്ലാന്റ് ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡോപ്പ ലൈവിലേക്ക് സ്വാഗതം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഡോപ്പ വളരെ വിശാലമായിട്ടുള്ളൊരു ലോകം നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. നമ്മൾ പുതിയ റെസിഡൻഷ്യൽ ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അവിടെ നിങ്ങൾക്ക് ഞങ്ങളെ ഓൺലൈനിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് ടീച്ചേഴ്സിനെ നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുകയാണ്. നമ്മൾ ഓൺലൈനിൽ പഠിച്ച ചാപ്റ്റേഴ്സ് എല്ലാം അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഡൗട്ട് ക്ലാരിഫിക്കേഷനും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വിശാലമായിട്ടുള്ളൊരു ലോകം നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. റെസിഡൻഷ്യൽ ബാച്ച്. ഓക്കെ, അതിൻ്റെ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടില്ലാത്ത ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഡോപ്പ നോട്ട്സ് ഉണ്ട്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും നമ്മുടെ ഡോപ്പയും തയ്യാറാക്കിയിരിക്കുന്ന നോട്ട്സ് നിങ്ങളുടെ മുമ്പിലേക്കുണ്ട്. ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള നമുക്ക് NCERT കണ്ടൻറ്റുകളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള നോട്ട്സ് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ എല്ലാ വീഡിയോസും നോട്ട്സും എല്ലാം ഉണ്ട്, അതൊന്നും മറന്നു പോരുത്. ഓക്കെ, ദെൻ സ്കോളർഷിപ്പ് സ്കീമുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണ് സ്കോളർഷിപ്പ് സ്കീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡോപ്പയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഒരു മാർക്ക് സ്കോർ ചെയ്യാനും നമുക്ക് നീറ്റിൽ നല്ല സ്കോർ നേടാനൊക്കെ വേണ്ടിയിട്ട് ഡോപ്പയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവുക. അപ്പം ഓക്കെ, അപ്പോൾ നമുക്കിനി പ്ലാന്റ് ഫിസിയോളജിയിലെ ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്, മിനറൽ ന്യൂട്രീഷൻ, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, പ്ലാന്റ് ഗ്രോത്ത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഹായ്, ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഡോപ്പ ഓക്കെ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. റെഡി? അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് ആണ്. ഞാൻ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ നീറ്റ് സ്കീമിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നിങ്ങളുടെ എനർജി എനിക്ക് കാണാൻ പറ്റണം. ഇന്നലെ അൻഫാസ് സാറൊക്കെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ എനർജി എനിക്ക് നിങ്ങളുടെ ഇൻബോക്സിൽ ചാറ്റായിട്ട് കിട്ടണം. ഓക്കെ, ഡൗട്ടുകൾ, ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് വളരെ ചുരുങ്ങിയൊരു സമയമാണുള്ളത് മുമ്പിലുള്ളത്. 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ 5 ചാപ്റ്റേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ, കൺസെപ്റ്റുകളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യണം. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യണം. പിന്നെ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ ചാപ്റ്ററിനെ പരിചയപ്പെട്ട സമയത്ത് ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓപ്പണായിട്ട് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും ആ എനർജി ലെവൽ എനിക്കതിൽ കാണാൻ സാധിക്കണം. ഫോട്ടോസിന്തസിസൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. ഇലക്ട്രോൺസൊക്കെ എക്സൈറ്റഡ് ആയിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ആ അതുപോലുള്ള എനർജി പോലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റണം. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് സൊല്യൂട്ട്? ഓക്കെ, സൊല്യൂട്ട് ഇൻ പ്ലാന്റ്സ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ അല്ലാത്തത്? ഒക്കേഴ്സ് അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ശരിയല്ലേ? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ ആണ്. നോൺ സെലക്റ്റീവ്. ഓക്കെ, റിക്കേഴ്സ് ATP മെംബ്രെയിൻ. ഇതിലേതാണ്? നോൺ സെലക്റ്റീവ് ആണ് അല്ലേ? നോൺ സെലക്റ്റീവ് ആണോ നമ്മുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ്? സെലക്റ്റീവ് ആണ്, ഹൈലി സെലക്റ്റീവ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് നമുക്ക് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? സബിൻ,
റെഡി? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് സൊല്യൂട്ട് ഇൻ പ്ലാന്റ്സ്? ഒക്കേഴ്സ് അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, റിക്വയർ ATP മെംബ്രെയിൻ, നോൺ സെലക്റ്റീവ് ആണോ? അല്ല, ഹൈലി സെലക്റ്റീവ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെടാത്ത ഓപ്ഷൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ ഡസ് നോട്ട് പെർട്ടൈൻ ടു ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട്? ട്രാൻസ്പോർട്ട് സാച്ചുറേഷൻ, അപ്ഹിൽ ട്രാൻസ്പോർട്ട്, റിക്വയർമെൻറ്റ് ഓഫ് സ്പെഷ്യൽ മെംബ്രെയിൻ പ്രോട്ടീൻ, ഹൈ സെലക്ടിവിറ്റി. ഇതിലേതാണ്? അപ്ഹിൽ ട്രാൻസ്പോർട്ടാണ്. അപ്ഹിൽ ട്രാൻസ്പോർട്ട് ഏത് ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ടതാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലാണ് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലുള്ള മൂവ്മെൻറ്റ് നടക്കുന്നത്. ബാക്കി ട്രാൻസ്പോർട്ട് സാച്ചുറേഷനും സ്പെഷ്യൽ മെംബ്രെയിൻ പ്രോട്ടീനും ഹൈ സെലക്ടിവിറ്റിയും ഒക്കെ നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റുകളാണ്, ഫീച്ചറുകളാണ്. അപ്ഹിൽ ട്രാൻസ്പോർട്ട് ഈസ് നോട്ട് റിലേറ്റഡ് ടു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ carrier protein or transport protein is called facilitated diffusion and it is not a uphill transport. Uphill transport ആരാണ്? active transport ആണ്. So option B ആണ് right answer. Okay, then third, moment of ions against the concentration gradient will be, simple ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? moment of ions against the concentration gradient will be active transport. ഓക്കെ അല്ലേ? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എലോങ് ആയിട്ടുള്ളതാണ് ആര്? പാസീവ് ട്രാൻസ്പോർട്ട്. അതിൽ നമ്മൾ സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ് ആണ് പഠിച്ചിട്ടുള്ളത്. സോ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ചാറ്റ് ബോക്സിൽ മെസ്സേജുകളൊന്നും കാണുന്നില്ല. ഇനി ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടുള്ള ഡിലേ ആണോ എന്ന് അറിയില്ല. നിങ്ങളുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നൊക്കെ കരുതിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോവാണ്. Okay, then fourth one, what will be the direction of flow of water when a plant cell is placed in hypotonic solution? എന്താണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ? നമ്മൾ 3 ടൈപ്പ് സൊല്യൂഷൻ പഠിച്ചിട്ടുണ്ട്. ഹൈപ്പോട്ടോണിക്, ഐസോട്ടോണിക്. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ്റ്റേണൽ സൊല്യൂഷൻ ആണ്, മോർ കോൺസെൻട്രേറ്റഡ് ദാൻ സൈറ്റോപ്ലാസം ഓഫ് ദി സെൽ. നമ്മളൊരു സെല്ലിനെ ഹൈപ്പർട്ടോണിക് മീഡിയത്തിലാണ് പ്ലേസ് ചെയ്ത് എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? ആ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിനേക്കാളും മോർ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും എക്സ്റ്റേണൽ സൊല്യൂഷൻ. അപ്പോഴാണ് നമ്മൾ ഹൈപ്പർട്ടോണിക് എന്ന് പറയുന്നത്. ഹൈപ്പോട്ടോണിക് അതിന് ഓപ്പോസിറ്റാണ്. എക്സ്റ്റേണൽ സൊല്യൂഷൻ ഈസ് മോർ ഡൈലൂട്ട് ദാൻ സൈറ്റോപ്ലാസം. അവിടെ സൈറ്റോപ്ലാസമാണ് മോർ കോൺസെൻട്രേറ്റഡ്. ഓക്കെ അല്ലേ? അതാണ് ഹൈപ്പോട്ടോണിക്. ഐസോട്ടോണിക്കോ? എക്സ്റ്റേണൽ സൊല്യൂഷൻ ബാലൻസ് ദി ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് സൈറ്റോപ്ലാസം. രണ്ടും ഈക്വലാണ്. അതാണ് ഐസോട്ടോണിക് അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ വെൻ എ പ്ലാന്റ് സെൽ ഈസ് പ്ലേസ്ഡ് ഇൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ? ഒരു ഡയഗ്രം ഒക്കെ ഉണ്ട് NCERT അല്ലേ? ഒരു 3 ഡയഗ്രാം. ഹൈപ്പർട്ടോണിക്കിൽ വെക്കുന്നത്, ഐസോട്ടോണിക്കിൽ വെക്കുന്നത്, ഹൈപ്പോട്ടോണിക്കിൽ വെക്കുന്നു. ഹൈപ്പർട്ടോണിക്കിൽ വെക്കുമ്പോൾ എന്താ സംഭവം? സെല്ലിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് എക്സോസ്മോസിലൂടെ എക്സിറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്താണ്? ഫ്ലാസിഡ് അല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്യുകയാണ്. അതാണ് പ്ലാസ്മോലൈസിസ്. ഇവിടെ നമ്മളോട് ചോദിച്ചത് ഹൈപ്പോട്ടോണിക് ആണ്. വാട്ടർ വിൽ ഫ്ലോ ഇൻ ബോത്ത് ഡയറക്ഷൻ. തെറ്റാണ്. വാട്ടർ വിൽ ഫ്ലോ ഔട്ട് ഓഫ് ദി സെൽ. ഓക്കെ, വാട്ടർ വിൽ ഫ്ലോ ഇൻ ടു ദ സെൽ. ഹൈപ്പോട്ടോണിക്കിൽ വെക്കുമ്പോൾ സെല്ലിനകത്തേക്ക് വാട്ടർ മോളിക്യൂൾ എൻ്റർ ചെയ്യുന്നു. എൻഡോസ്മോസിസ് ആണ് നടക്കുന്നത്. സോ ഓപ്ഷൻ സി, വാട്ടർ വിൽ ഫ്ലോ ഇൻ ടു ദ സെല്ലാണ് റൈറ്റ് ആൻസർ. ഹൈപ്പോട്ടോണിക് ആണ്, മറന്നുപോകരുത്. ആണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നമ്മുടെ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് പ്യുവർ വാട്ടർ. നമ്മൾ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ കൺസെപ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ. വാട്ടർ ഓൾവേസ് മൂവ് ഫ്രം ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗ്രീക്ക് സിമ്പിളാണ് സൈ. W = Ψs + Ip നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വാട്ടർ പൊട്ടൻഷ്യൽ ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന 2 ക്യാരക്ടറുകൾ എന്തൊക്കെയാണ്? സൊല്യൂട്ട് കോൺസെൻട്രേഷനും പ്രഷർ ആയിട്ടുള്ള സൊല്യൂട്ട് പൊട്ടൻഷ്യലും പ്രഷർ പൊട്ടൻഷ്യലാണ്. ഓക്കെ, W = Ψs + Ip എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് പ്യുവർ വാട്ടർ, ആ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. ഏതാണ്? 0 ആണ് അല്ലേ? ഓപ്ഷൻ ഡി 0 ആണ് റൈറ്റ് ആൻസർ. പ്യുവർ വാട്ടറിൻ്റെ നമ്മൾ വാട്ടർ പൊട്ടൻഷ്യൽ എടുക്കുന്നത് ടേക്കൺ ടു ബി 0 ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. സിക്സ്ത് വൺ, the process responsible for facilitating loss of water in liquid from tip of grass blades at night and early morning is, ഏതാണ്? നമ്മൾ ഗട്ടേഷൻ എന്നാണ് പ്രോസസ്സിനെ പഠിച്ചത് അല്ലേ? ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ത്രൂ ഹൈഡത്തോട്സ്. ലീഫിൻ്റെ ഹൈഡത്തോട്സ് കൂടെ വാട്ടർ ലിക്വിഡ് ഫോമിൽ ലോസ് ആവുന്നത് ഗട്ടേഷനാണ്. വാട്ടർ വേപ്പർ ഫോമിൽ പോകുന്നത് ട്രാൻസ്പിരേഷനാണ്. അപ്പോൾ നമ്മുടെ ഗട്ടേഷൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ട്രാൻസ്പിരേഷനാണോ, റൂട്ട് പ്രഷറാണോ, ഇംബൈബിഷനാണോ, പ്ലാസ്മോലൈസ്ഡ് ആണോ? റൂട്ട് പ്രഷർ. ഓക്കെ, പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്ഡ് വിത്തിൻ ദ റൂട്ട്, ദാറ്റ് ഈസ് കോൾഡ് റൂട്ട് പ്രഷർ. റൂട്ട് പ്രഷറിൻ്റെ പിന്നെ റിസൾട്ടാണ് നമ്മുടെ ഗട്ടേഷൻ. സോ ഓപ്ഷൻ ബി, റൂട്ട് പ്രഷർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ സെവൻത്ത് വൺ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ഷുഗേഴ്സ് ഇൻ ഫ്ലോയം? ഓക്കെ, ഏതാണ്?
സൈലം മൂവ്മെൻറ്റ് യൂണി ഡയറക്ഷനിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലോയം മൂവ്മെൻറ്റോ? ഫ്ലോയം മൂവ്മെൻറ്റ് ബൈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഓപ്ഷൻ എ ബൈ ഡയറക്ഷണൽ ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ സ്റ്റൊമാറ്റൽ മൂവ്മെൻറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഡാഷ്. ഇവിടെ CO2 O2 കോൺസെൻട്രേഷൻ ആണ് കേട്ടോ. O2 കോൺസെൻട്രേഷൻ. O2 concentration, CO2 concentration. ഓക്കെ, അപ്പോൾ ക്വസ്റ്റൻ എന്താണ്? സ്റ്റൊമാറ്റൽ മൂവ്മെൻറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഡാഷ്. ടെമ്പറേച്ചർ, ലൈറ്റ്, O2 കോൺസെൻട്രേഷൻ ആൻഡ് CO2 കോൺസെൻട്രേഷൻ. ഏതാണ്? ടെമ്പറേച്ചറും ലൈറ്റും CO2 കോൺസെൻട്രേഷനൊക്കെ സ്റ്റൊമാറ്റൽ മൂവ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അവിടെ O2 കോൺസെൻട്രേഷനാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി O2 കോൺസെൻട്രേഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. സ്റ്റൊമാറ്റൽ മൂവ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യാത്ത നമ്മുടെ ഓപ്ഷനുള്ള ഫാക്ടർ O2 കോൺസെൻട്രേഷനാണ്, ഓക്സിജൻ കോൺസെൻട്രേഷനാണ്. സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ടെമ്പറേച്ചറും ലൈറ്റും എന്താണ്, അതുപോലെ CO2 കോൺസെൻട്രേഷനൊക്കെ സ്റ്റൊമാറ്റൽ മൂവ്മെൻറ്റിനെ ഓപ്പൺ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്, അല്ലെങ്കിൽ എന്താണ്, കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സോ O2 കോൺസെൻട്രേഷൻ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ പറയാനുള്ളത്. നിങ്ങൾ ആരുടെയും മെസ്സേജുകളൊന്നും കാണുന്നില്ല. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൺസെപ്റ്റുകൾ പറയേണ്ടതുണ്ടോ? അവിടെ നമ്മൾ ആദ്യം പഠിച്ചത് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ വാട്ടറും ഫുഡും നമ്മുടെ എന്താണ് ഫുഡ് മെറ്റീരിയൽസൊക്കെയാണ് മെയിനായിട്ട്, മിനറൽ സൊല്യൂട്ടൊക്കെയാണ് മെയിനായിട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് ഓവർ ലോങ് ഡിസ്റ്റൻസ് ത്രൂ വാസ്കുലർ ടിഷ്യൂസ് ആർ കോൾഡ് ട്രാൻസ്ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചാപ്റ്റർ പഠിച്ചിട്ടുള്ളത്. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. നമ്മളൊരു 8ഓളം ക്വസ്റ്റ്യൻസ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കൺസെപ്റ്റുകൾ വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ മിനറൽ ന്യൂട്രീഷൻ എന്ന ചാപ്റ്ററിലേക്ക് പോകാം. കാരണം 5 ചാപ്റ്റേഴ്സ് ഉണ്ട് പ്ലാന്റ് ഫിസിയോളജിയിൽ. നമുക്കുള്ള അലോട്ടഡ് ആയിട്ടുള്ള ടൈം 2 hours ആണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹലോ, മെസ്സേജുകളൊന്നും കാണുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെക്നിക്കൽ ആയിട്ടുള്ള ഡിലേ ആണോ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഉറങ്ങുകയാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിൽ നമ്മൾ സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും അതുപോലെ പിന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് നെക്സ്റ്റ് പഠിച്ചത്. പാസീവ് ട്രാൻസ്പോർട്ടിൽ സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ആണ് പഠിച്ചിട്ടുള്ളത്. ഡയഗ്രാംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ ഡയഗ്രാം, അതുപോലെ പോറിൻസ്, അക്വാ പോറിൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പോറിൻസ് ആർ ദ പ്രോട്ടീൻ ദാറ്റ് ഫോം ഹ്യൂജ് പോസ് മെയിൻലി ഓൺ ദി നമ്മുടെ മെംബ്രെയിൻസ് ഓഫ് ദി മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ്, അതുപോലെ സം ബാക്ടീരിയലൊക്കെ ഉള്ള ആളുകളാണ് പോറിൻസ്. പോറിൻസ് ഫോം ചെയ്യുന്ന പോസിലൂടെ മൂവ്മെൻറ്റ് ഈസിലി ഫെസിലിറ്റേറ്റഡ് ആവും. അക്വാ പോറിൻസ് വാട്ടർ ആയിട്ട് ബന്ധപ്പെട്ട പോറിൻസ് ആണ് അക്വാ പോറിൻസ്. ചാറ്റൊന്നും വരുന്നില്ലല്ലോ, ഇതിലും വരുന്നില്ല, ഇതിലൊന്നും വരുന്നില്ല. ഹായ് ഹലോ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിൽ ഓക്കെ. അപ്പോൾ ചാറ്റൊന്നും കാണുന്നില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ട്രാൻസ്പോർട്ടിൽ പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉണ്ട്, സിമ്പിൾ ഡിഫ്യൂഷൻ ഉണ്ട്. സിമ്പിൾ ഡിഫ്യൂഷൻ എന്താ? മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ഫ്രം ദി റീജിയൻസ് ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, അതായത് കോൺസെൻട്രേഷൻ ഗ്രേഡിന് എലോങ് ആണ്. പാസീവ് ട്രാൻസ്പോർട്ട് എല്ലാം കോൺസെൻട്രേഷൻ ഗ്രേഡിന് എലോങ് ആണ്. നമ്മുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മാത്രമാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്, അതായത് ലോവർ കോൺസെൻട്രേഷൻ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്കാണ്. ഓക്കെ, പിന്നെ അവിടെ ഒരു ടേബിൾ ഉണ്ട്. സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും തമ്മിലുള്ള കമ്പാരിസൺ. ഹൈലി സെലക്റ്റീവ് ആയിട്ടുള്ളത് നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഈ പറയുന്ന ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഹൈലി സെലക്റ്റീവ് അല്ല ആര്? സിമ്പിൾ ഡിഫ്യൂഷൻ. ആ ടേബിൾ ഒന്നും മറന്നു പോരുത്. പിന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ ഡയഗ്രാം, ആ ഡയഗ്രത്തിൽ നമുക്ക് കാണാം ഒരു കാരിയർ പ്രോട്ടീൻ, ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിനെ ഒന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്.
യെസ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടാണെന്ന് തോന്നുന്നു ഡിലേ ആയത്. മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് സെക്ഷനാണ്, പറയാം. ഒരുവിധം ആളുകളൊക്കെ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് ആണ് പറഞ്ഞത്. ഓക്കെ, മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഫ്ലോയത്തിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കാനുള്ളതാണ് മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് ഓർ പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ്, അല്ലേ? അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഒരു പ്രഷർ ഉണ്ട്, ഒരു പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈ പ്രഷറുള്ള ഏരിയയിൽ നിന്ന് ലോ പ്രഷറുള്ള ഏരിയയിലേക്ക് ഫുഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാൻ ഫ്ലോയം ടിഷ്യൂയിലൂടെയാണ് മൂവ് ചെയ്യുന്നത് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട ഹൈപ്പോത്തസിസ് ആണ്. ഒരുപാട് ഹൈപ്പോത്തസിസുകളുണ്ട്. അതിൽ മോസ്റ്റ് വൈഡ്ലി ആക്സെപ്റ്റഡ് വണ്ണാണ് മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് ഓർ പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ്. ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ മഞ്ച്. അപ്പോൾ നമുക്കറിയാം എന്താണ് സോഴ്സ്, എന്താണ് സിങ്ക്, എന്താണ് സോഴ്സ്. സോഴ്സ് ഉണ്ട്, നമ്മുടെ സിങ്ക് ഉണ്ട്. സോഴ്സ് എന്ന് പറഞ്ഞാൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയൻസ് ആണ്. സിങ്ക് എന്ന് പറഞ്ഞാൽ ഫുഡ് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യേണ്ട ഫുഡ് നീഡഡ് റീജിയൻസ് ആണ് സിങ്ക്. സോഴ്സ് ഇസ് ദ റീജിയൻ വെയർ ഫുഡ് ഈസ് സിന്തസൈസ്ഡ് ആൻഡ് സിങ്ക് ഇസ് ദ റീജിയൻ വെയർ ഫുഡ് ഈസ് നീഡഡ്. ഓക്കെ, അപ്പോൾ സോഴ്സും സിങ്കും ഡിപ്പെൻഡിങ് അപ്പോൺ സീസൺ വൈസ് ഒക്കെ മാറുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സോഴ്സിലുള്ള ഫുഡ് എന്താണ്? ഗ്ലൂക്കോസാണ്. അതിനെ സൂക്രോസായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഫ്ലോയത്തിൻ്റെ കമ്പണൻസ് ഒക്കെ നമ്മൾ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിച്ചിട്ടുണ്ട്. സീവ് ട്യൂബ് എലമെൻറ്റ്, കമ്പാനിയൻ സെല്ല്, അല്ലേ? ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം ഫൈബേഴ്സ് ആണ്. അപ്പോൾ ആദ്യത്തുനിന്ന് കമ്പാനിയൻ സെല്ലാണ്. കമ്പാനിയൻ സെല്ലിൽ നിന്ന് സീവ് ട്യൂബിലെത്തുന്നു. ഓക്കെ, സോ ഗ്ലൂക്കോസ് സുക്രോസ് ആക്കി മാറ്റുന്നു. ഡൈസാക്രൈഡ് ആണ്. ഗ്ലൂക്കോസ് മോണോസാക്രൈഡ് ആണ്. ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ടു സുക്രോസ്. ദെൻ സുക്രോസ് ഇസ് ട്രാൻസ്ലോക്കേറ്റഡ് ടു ഓർ മൂവ്ഡ് ഇൻ ടു കമ്പാനിയൻ സെൽ ഓഫ് ദി ഫ്ലോയം. ദെൻ ഇറ്റ് മൂവ്ഡ് ഫ്രം കമ്പാനിയൻ സെൽ ടു സീവ് ട്യൂബ്. ഓക്കെ അല്ലേ? ദെൻ സീവ് ട്യൂബിൽ ഈ ഫുഡ് പാർട്ടിക്കിൾസ് എത്തിയാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ലോഡിങ്. ലോഡിങ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫുഡ് പാർട്ടിക്കിൾസ് സീവ് ട്യൂബിൽ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ലോഡിങ്. അപ്പോൾ സീവ് ട്യൂബിൽ ഫുഡ് പാർട്ടിക്കിൾസ് ലോഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഹൈപ്പർട്ടോണിക് മീഡിയം ക്രിയേറ്റ് ചെയ്യപ്പെടും. ദിസ് വിൽ ക്രിയേറ്റ് എ ഹൈപ്പർട്ടോണിക് മീഡിയം. നമുക്കറിയാം ഹൈപ്പർട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ സൊല്യൂഷൻ ഈസ് മോർ കോൺസെൻട്രേറ്റഡ് ദാൻ സൈറ്റോപ്ലാസം ഈസ് കോൾഡ് ഹൈപ്പർട്ടോണിക്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻടു സുക്രോസ്. Then it moved into companion cell. Then from companion cell it moved into sieve tube of the phloem. That is create loading, or that is called loading. As a result of loading process, it will create hypertonic medium. ഒരു hypertonic medium create ചെയ്യപ്പെടുകയാണ് ഫ്ലോയത്തിൽ. അതിൻ്റെ ഫലമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈലുണ്ട്. സൈലത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? വാട്ടർ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ സൈലത്തിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസ് നമ്മുടെ സീവ് ട്യൂബിലേക്ക് എത്തുന്നു. വാട്ടർ മോളിക്യൂൾസ് സീവ് ട്യൂബിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വാട്ടർ മോളിക്യൂൾസ് എൻറ്റേഴ്സ് ഫ്രം അഡ്ജസൻറ്റ് സൈലോട്ടും ഫ്ലോയം. അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് എത്തുന്നതിൻ്റെ ഫലമായിട്ട് ഇറ്റ് വിൽ ക്രിയേറ്റ്, ഓക്കെ, വാട്ടർ മോളിക്യൂൾസ് എത്തുമ്പോൾ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് പ്രഷർ ഈസ് ഫോംഡ് ആൻഡ് ദാറ്റ് വിൽ ക്രിയേറ്റ് എ പ്രഷർ ഗ്രേഡിയൻറ്റ്. ഹൈ പ്രഷർ ടു ലോ പ്രഷർ, ഒരു പ്രഷർ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. സോ ഫുഡ് പാർട്ടിക്കിൾസ് ഈസ് മൂവ്ഡ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ ഏരിയ. അങ്ങനെ മൂവ് ചെയ്ത് എവിടെ എത്തുന്നു? നമ്മുടെ സിങ്കിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. This hypothesis is called pressure flow hypothesis. This hypothesis otherwise called mass flow hypothesis for understanding the movement of food particles. First, source is the region where food is synthesized. Sink is the region where food is needed. അപ്പോൾ സോഴ്സിൽ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫോട്ടോസിന്തസിലൂടെ. ഗ്ലൂക്കോസ് മോണോസാക്രൈഡ് ആണ്, സുക്രോസ് ഡൈസാക്രൈഡ് ആണ്. ആൻഡ് ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു സുക്രോസ്. ഫസ്റ്റ് ഇറ്റ് മൂവ്ഡ് ഇൻ ടു കമ്പാനിയൻ സെൽ ആൻഡ് ഇറ്റ് മൂവ്ഡ് ഇൻ ടു സീവ് ട്യൂബ്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ലോഡിങ്. As a result of loading, it will create hypertonic medium. Hypertonic medium create ചെയ്യുന്നു. Then water moved from xylem to phloem. Okay, water നമ്മുടെ ഫ്ലോയത്തിൽ എത്തിക്കഴിഞ്ഞാൽ, സൈലത്തിൽ നിന്ന് ഫ്ലോയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ പ്രഷർ ഗ്രേഡിയൻറ്റ്. പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ പ്രഷർ ഗ്രേഡിയൻ്റെ റിസൾട്ടായിട്ട് ഫുഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നു ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്ക്. അങ്ങനെ ഫുഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്ത് നമ്മുടെ സിങ്കിലെത്തുന്നു. ഫുഡ് പാർട്ടിക്കിൾസ് നമ്മുടെ ഫ്ലോയത്തിൽ നിന്ന് സിങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ
ഹൈപ്പർട്ടോണിക് മീഡിയം ഒക്കെ റിമൂവ് ചെയ്യപ്പെടുന്നു. ദെൻ ആസ് എ റിസൾട്ട് ഫ്ലോയം റിട്ടേൺ ബാക്ക് ടു സൈലം. നോട്ട് ഫ്ലോയം, വാട്ടർ മോളിക്യൂൾസ് റിട്ടേൺ ബാക്ക് ടു സൈലം. ഇതാണ് പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് ഓർ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ്. ഓക്കെ, പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് ഓർ പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫുഡ് പാർട്ടിക്കിൾസ് ത്രൂ ഫ്ലോയം. പിന്നെ ഒരു ഗേർഡ്ലിംഗ് എക്സ്പെരിമെൻ്റ് ഉണ്ട്. നമ്മൾ റിംഗ് ഓഫ് ബാർക്ക് റിമൂവ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് എന്താ, ഫുഡ് പാർട്ടിക്കിൾസ് അവിടെ വന്ന് ഫില്ല് ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് അവിടെ സ്വെല്ല് ചെയ്യുന്നു. ഓക്കെ, ദിസ് സിമ്പിൾ എക്സ്പെരിമെൻറ്റ് ഷോ ദാറ്റ് ഫ്ലോയം ടിഷ്യൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. അതാണ് ഗേർഡ്ലിംഗ് എക്സ്പെരിമെൻറ്റ്. പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് ക്ലിയർ ആണോ? ഒരുപാട് ആളുകൾ പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആണോ? വോയിസ് ഒക്കെ ഓഡിബിൾ ആണോ? ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ ചാറ്റിൽ നിങ്ങൾ ഓക്കെ പറയണം. അല്ലെങ്കിൽ ഇനിയും റിപ്പീറ്റ് ചെയ്യും, ഒരു മടിയില്ല. നിങ്ങൾ സംതൃപ്തരാകുന്നവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഡോപ്പ. ഓക്കെ, മഞ്ച് ഹൈപ്പോത്തസിസ്. മഞ്ച് നമ്മുടെ ചോക്ലേറ്റിൻ്റെ പേരാണ്, MUNCH. മഞ്ച് എന്ന സയൻറ്റിസ്റ്റാണ് ഈ ഹൈപ്പോത്തസിസ് പ്രൊപ്പോസ് ചെയ്തത്. അതുകൊണ്ട് ഇതിനെ മഞ്ച് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ NCERT-ൽ സയൻറ്റിസ്റ്റിൻ്റെ പേരൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, എങ്കിലും മനസ്സിലാക്കി വെക്കുക, മഞ്ച്. ഓക്കെ, സോ ദിസ് ഹൈപ്പോത്തസിസ് അതർവൈസ് കോൾഡ് മഞ്ച് ഹൈപ്പോത്തസിസ്, പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് ഓർ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് ഓർ മഞ്ച് ഹൈപ്പോത്തസിസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, റെഡി? ഈ എനർജി എനിക്ക് കിട്ടണം കേട്ടോ. റെഡി? ഇനി അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യട്ടെ. വേറെ ഏതെങ്കിലും കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പോവാണ്. നിങ്ങളുടെ സമ്മതത്തോടു കൂടിയാണ് ഞാൻ അടുത്ത ചാപ്റ്ററിൽ പോകുന്നത്. മിനറൽ ന്യൂട്രീഷൻ എന്ന ചാപ്റ്ററിൽ പോവാം. യെസ്, നെക്സ്റ്റ് ചാപ്റ്റർ ഓഫ് പ്ലാന്റ് ഫിസിയോളജി, മിനറൽ ന്യൂട്രീഷൻ. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? എസെൻഷ്യൽ എലമെൻസിനെ കുറിച്ചാണ് പഠിച്ചത്. 17 എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം, സൾഫർ. ഓക്കെ, 9 മാക്രോ എലമെൻറ്റ്സ് ആൻഡ് 8 മൈക്രോ എലമെൻറ്റ്സ് ആണുള്ളത്. അതിൽ നിങ്ങൾക്ക് കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും റോളുകളൊന്നും കൃത്യമായിട്ട് NCERT-ൽ ഇൻക്ലൂഡഡ് അല്ല, എങ്കിലും മനസ്സിലാക്കി വെക്കുക. മെയിനായിട്ടുള്ള ഫ്രെയിം വർക്ക് എലമെൻറ്റ്സ് ആയിട്ടൊക്കെ അറിയപ്പെടുന്ന ആളുകളാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും. മെയിൻലി കാർബണും ഹൈഡ്രജൻ ഓക്സിജനും പ്ലാന്റിൽ കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോമിലും വാട്ടറിൻ്റെ ഫോമിലുമാണ്. CO2 ആൻഡ് H2O ഫോമിലാണ് carbon dioxide, hydrogen, oxygen enters into the plant body. Okay, then nitrogen, phosphorus, potassium, magnesium, calcium, sulfur. ഇങ്ങനെ 6 എലമെൻറ്റ്സ്, ടോട്ടൽ 9 എലമെൻറ്റ്സ് ആണ് മാക്രോ എലമെൻറ്റ്സ് ഉള്ളത്. അതിൽ 6 എലമെൻറ്റ്സിൻ്റെ റോളുകളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുപോലെ മൈക്രോ എലമെൻറ്റ്സിൻ്റെ 7 എലമെൻറ്റ്സിൻ്റെ റോൾ, നിക്കലിൻ്റെ റോൾ NCERT-ൽ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, എസെൻഷ്യൽ എലമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹൈഡ്രോപോണിക്സ് ഉണ്ട്, ഓർ വാട്ടർ കൾച്ചർ ഓർ കെമിക്കൽ ഗാർഡനിങ്. നമ്മുടെ ജൂലിയസ് വാൻ സാക്ക് എന്ന സയൻറ്റിസ്റ്റ് ഫോട്ടോസിന്തസിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജൂലിയസ് വാൻ സാക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത ഹൈഡ്രോപോണിക്സ് എന്ന ടെക്നിക്ക് ഉണ്ട്. ഓക്കെ, പ്ലാന്റ്സ് ആർ ഗ്രോയിങ് ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ വിത്തൗട്ട് സോയിൽലെസ് കൾച്ചറാണ്. സൊല്യൂഷൻ കൾച്ചർ എന്ന് പറയാറുണ്ട്, കെമിക്കൽ ഗാർഡനിങ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഹൈഡ്രോപോണിക്സ് ഉണ്ട്, അതിൻ്റെ ഡയഗ്രം ഉണ്ട്. ഓക്കെ, ഹൈഡ്രോപോണിക്സിൻ്റെ പ്രൊസീജിയർ ഉണ്ട്, എങ്ങനെയാണ് ഒരു പമ്പൊക്കെ വെച്ചിട്ട് വാട്ടർ അടങ്ങുന്ന ന്യൂട്രിയൻസ് സർക്കുലേറ്റ് ചെയ്യുന്നൊരു ഡയഗ്രം ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ മാക്രോ എലമെൻറ്റ്സ്, മൈക്രോ എലമെൻറ്റ്സ്, അതിൻ്റെ ക്രൈറ്റീരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എലമെൻറ്റ് നമുക്കറിയാം, പീരിയോഡിക് ടേബിളിൽ 118ഓളം എലമെൻറ്റുകളുണ്ട്. പുതിയ എലമെൻറ്റുകളൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ എലമെൻറ്റുകളും എസെൻഷ്യൽ എലമെൻ്റ് അല്ല. അപ്പോൾ ഒരു എലമെൻറ്റ് എസെൻഷ്യൽ ആവാൻ വേണ്ട ക്രൈറ്റീരിയ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 3 ക്രൈറ്റീരിയ ആണ്, അർനോൺ ആൻഡ് സ്റ്റൗട്ട്. അതൊന്നും NCERT-ൽ ഇല്ല. അർനോൺ അതുപോലെ സ്റ്റൗട്ട്, ഈ 2 സയൻറ്റിസ്റ്റുകളാണ് ഈ ക്രൈറ്റീരിയ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഫസ്റ്റ് ക്രൈറ്റീരിയ, എലമെൻറ്റ് മസ്റ്റ് ബി സപ്പോർട്ട് നോർമൽ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. നോർമലായിട്ടുള്ള ഗ്രോത്തിലും റീപ്രൊഡക്ഷനിലും മസ്റ്റ് ബി സപ്പോർട്ട് ചെയ്യുന്ന എലമെൻറ്റ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണ്? ഡയറക്റ്റ്ലി മെറ്റബോളിസത്തിൽ ഇൻവോൾവ് ചെയ്യണം. മൂന്നാമത്തത്, റിക്വയർമെൻറ്റ് ഓഫ് എലമെൻറ്റ് മസ്റ്റ് ബി സ്പെസിഫിക് ആണ്, നോട്ട് റീപ്ലേസ്ഡ് ബൈ അനദർ എലമെൻറ്റ്. അപ്പോൾ നമ്മുടെ മാഗ്നീഷ്യം ചെയ്യേണ്ട റോള് മാഗ്നീഷ്യത്തിൽ സ്പെസിഫിക് ആണ്, ക്ലോറിനെ വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറയാം. മഗ്നീഷ്യത്തിൻ്റെ എമൗണ്ട് കുറയുന്നത് കൊണ്ട് വരുന്ന ഡെഫിഷ്യൻസി സിംറ്റം നമുക്കൊരിക്കലും ക്ലോറിനെ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. Okay, requirement of element must be specific, not replaced by another element. These are the 3 criteria for essentiality of an element. മറന്നു പോരുത്. പിന്നെ നമ്മൾ മാക്രോ എലമെൻറ്റിൻ്റെയും മൈക്രോ എലമെൻറ്റിൻ്റെയും റോള്, നൈട്രജൻ, അമിനോ ആസിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, ഹോർമോണിൻ്റെ ഒക്കെ സിന്തസിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് നൈട്രജൻ. ഓക്കെ, നൈട്രജനെ പ്ലാന്റിന് ഡയറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. ഈ ചാപ്റ്ററിൽ തന്നെ നൈട്രജൻ സൈക്കിൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ ഫോസ്ഫറസ് പഠിച്ചിട്ടുണ്ട്. ഫോസ്ഫറസിൽ നമുക്കറിയാം ന്യൂക്ലിക് ആസിഡ്, അതുപോലെ സം പ്രോട്ടീൻ, സെൽ മെംബ്രെയിൻ്റെ ഒക്കെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് ആര്?
ഫോസ്ഫറസ്. ATPയിലുണ്ട്, NADPയിലൊക്കെ ഉണ്ട്. ഓക്കെ, അതാണ് ഫോസ്ഫറസ്. പിന്നെ നമ്മൾ മഗ്നീഷ്യം പഠിച്ചു, സൾഫർ. മഗ്നീഷ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ക്ലോറോഫിലിൻ്റെ സെൻറ്ററിൽ കാണപ്പെടുന്ന മെറ്റൽ എലമെൻ്റ് ആണ്. ക്ലോറോഫിൽ എന്ന പിഗ്മെൻറ്റിൻ്റെ സെൻറ്ററിൽ കാണപ്പെടുന്ന മെറ്റൽ എലമെൻ്റ് ആണ് ആര്? മഗ്നീഷ്യം. അതുപോലെ RNA DNA സിന്തസ്, ന്യൂക്ലിക് ആസിഡ് സിന്തസ്, റൈബോസോമിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയുള്ള റോളുകളൊക്കെയാണ് മഗ്നീഷ്യത്തിൽ. സൾഫർ എന്ന് പറഞ്ഞാൽ സിസ്റ്റീൻ, മെത്തിയോനൈൻ, ഈ 2 അമിനോ ആസിഡുകളുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് ആണ്. സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള 2 അമിനോ ആസിഡുകളാണ് സിസ്റ്റീൻ ആൻഡ് മെത്തിയോനൈൻ. ഓക്കെ, ഫെറിഡോക്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂൻ്റ് ആണ്. കോഎൻസൈമിലൊക്കെ ഉണ്ട് സൾഫർ. ഓക്കെ, ഇങ്ങനെ മാക്രോ എലമെൻറ്റ്സ് 6 മാക്രോ എലമെൻറ്റ്സിൻ്റെ റോളുണ്ട്. അതുപോലെ മൈക്രോ എലമെൻറ്റ്സ് ഉണ്ട്. ബോറോൺ, മാംഗനീസ്, മോളിബ്ഡിനം, സിങ്ക്, ക്ലോറിൻ, കോപ്പർ, അയൺ, നിക്കൽ. ഇതിൽ നിക്കലിൻ്റെ റോളില്ല, ബാക്കി വരുന്ന 7 എലമെൻറ്റ്സിൻ്റെ റോളുണ്ട്. സിങ്കിൻ്റെ റോൾ എന്താണ്? ഓക്സിജൻ സിന്തസ് ആണ്. അങ്ങനെ റോളുകളുണ്ട്. മുഴുവൻ റോളുകൾ നമുക്ക് പറയാനുള്ള സമയമല്ല. ഓക്കെ, പിന്നെ നമ്മളതിൽ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ പഠിച്ചിട്ടുണ്ട്, ടോക്സിസിറ്റി പഠിച്ചിട്ടുണ്ട്. ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ കോൺസെൻട്രേഷൻ ഓഫ് ദ മിനറൽ എലമെൻറ്റ് ബിലോ ഇൻ വിച്ച് പ്ലാന്റ് ഗ്രോത്ത് ഈസ് റീട്ടാർഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ. പിന്നെ ടോക്സിസിറ്റിയാണ്. എനി മിനറൽ അയോൺ കോൺസെൻട്രേഷൻ ദാറ്റ് റെഡ്യൂസ് ദ പ്ലാന്റ് ടിഷ്യൂ ബൈ 10%. ആ പെർസെൻറ്റേജ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മിനറൽ അയോണിൻ്റെ കോൺസെൻട്രേഷൻ പ്ലാന്റിൻ്റെ ഡ്രൈ വെയിറ്റ്, പ്ലാന്റ് ടിഷ്യൂൻ്റെ ഡ്രൈ വെയിറ്റ് 10% കുറയ്ക്കാൻ കാരണമായിട്ടുള്ളതാണ് നമ്മൾ ടോക്സിക് ആയിട്ട് കൺസിഡർ ചെയ്യുക. മാക്രോ എലമെൻറ്റ്സ് ടോക്സിക് ആവുന്നില്ല, മൈക്രോ എലമെൻറ്റ്സ് ആണ് മെയിൻലി ടോക്സിക് ആവുന്നത്. ഓക്കെ അല്ലേ? അതായത് മാക്രോ എലമെൻറ്റ്സ് എന്താണ്? ഡെഫിഷ്യൻസി സിംറ്റം മാത്രം കോസ് ചെയ്യുന്നു. എലമെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എമൗണ്ട് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷനെക്കാട്ട് കുറയുന്ന സമയത്താണ് നമ്മൾ ഡെഫിഷ്യൻ്റ് എന്ന് പറയുക, കൂടുന്ന സമയത്താണ് ടോക്സിക് എന്ന് പറയുക. ടോക്സിക് ആവുന്നില്ല ആര്? മാക്രോ. ഓക്കെ, ഡെഫിഷ്യൻസി സിംറ്റം എന്ന് പറഞ്ഞാൽ മോർഫോളജിക്കൽ ചേഞ്ചസ് ആണ്. ക്രിട്ടിക്കൽ കോൺസെൻട്രേഷനെക്കാട്ടും എലമെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്ന സമയത്ത് പ്ലാന്റിൽ കാണുന്ന മോർഫോളജിക്കൽ ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെഫിഷ്യൻസി സിംറ്റം. ക്ലോറോസിസ്, നെക്രോസിസ്, സ്റ്റെൻഡഡ് ഗ്രോത്ത്, ഡിലേ ഫ്ലവറിങ്, ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ, ഇങ്ങനെയുള്ള എന്ത് പഠിച്ചിട്ടുണ്ട് നമ്മൾ? ഈ പറയുന്ന ഡെഫിഷ്യൻസി സിംറ്റംസ് പഠിച്ചിട്ടുണ്ട്. ക്ലോറോസിസ് എന്താണ്? ക്ലോറോഫിൽ ഇല്ലാത്തതുകൊണ്ട് ലോസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്താ ചെയ്യുക? ഗ്രീൻ ലീഫ് യെല്ലോയിഷ് കളറായി മാറുന്നതാണ് ക്ലോറോസിസ്. നെക്രോസിസ് എന്താണ്? ഡ്യൂ ടു ഡെത്ത് ഓഫ് ടിഷ്യൂ ആണ്, ടിഷ്യൂ ഡെത്ത് ആവുക, അതാണ് നെക്രോസിസ്. ഓക്കെ അല്ലേ? നോർമൽ ഉണ്ട് നിങ്ങൾക്ക് വിചാരിക്കുന്നത്, അത് കോഡ് മറന്നു വരും. നമ്മളൊരു കോഡൊക്കെ ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെന്താ നമ്മൾ പറഞ്ഞത്? ക്ലോറോസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആയതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്ലോറോസിസ് കോസ് ചെയ്യുന്ന എലമെൻസിൻ്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? മോനസ്കെ, മോളിബിഡിനം, നൈട്രജൻ, സൾഫർ, പൊട്ടാസ്യം, ദെൻ മഗ്നീഷ്യം, മാംഗനീസ്, അയൺ, സിങ്ക്. ഈ 8 എലമെൻ്റാണ് ക്ലോറോസിസ് കോസ് ചെയ്യുന്നത്. ഡ്യൂ ടു ലാക്ക് ഓഫ് ക്ലോറോഫിൽ ഗ്രീൻ ലീഫ് ബിക്കം യെല്ലോയിഷ് ഇൻ കളർ, ദാറ്റ് ഈസ് കോൾഡ് ക്ലോറോസിസ്. ക്ലോറോസിസ് കോസ് ചെയ്യുന്ന എലമെൻസിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. 8 എലമെൻറ്റ്സ്: മോളിബിഡിനം, നൈട്രജൻ, സൾഫർ, പൊട്ടാസ്യം, മഗ്നീഷ്യം, മാംഗനീസ്, ദെൻ അയൺ ആൻഡ് സിങ്ക്. 8 എലമെൻ്റ് ആണ്. മോനസ്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോഡൊക്കെ ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ട്. ദെൻ നെക്രോസിസ്, അടുത്ത് നമ്മൾ പഠിച്ച നെക്രോസിസ് ആണ്. ഡ്യൂ ടു ഡെത്ത് ഓഫ് ടിഷ്യൂസ് ആണ് നെക്രോസിസ്. അതിൻ്റെ കോഡ് എന്തായിരുന്നു? പറയൂ. കാക്കുംജി. കാൽഷ്യം, കോപ്പർ, പൊട്ടാസ്യം, മഗ്നീഷ്യം. ഈ 4 എലമെൻറ്റ്സ് ആണ് നെക്രോസിസ് കോസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യാ റെഡി. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിലേ ഫ്ലവറിങ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷനും പഠിച്ചിട്ടുണ്ട്. മോനസ്കെ പിന്നെ മോനസും ആണ് 4 മെയിനായിട്ടുള്ള ഡെഫിഷ്യൻസി സിംറ്റത്തിൻ്റെയും അത് കോസ് ചെയ്യുന്ന എലമെൻറ്റ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. മറന്നു വരുതേ. ഡിലേ ഫ്ലവറിങ്ങും അതുപോലെ ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷനും മോനസും മോനസ്കെയാണ് കോഡ്. മറന്നു വരുത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് മിനറൽ ന്യൂട്രീഷൻ എന്ന ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ, ഇവിടെ 2 ഉണ്ട്, മിസ്റ്റേക്ക് ആണ്, ഇത് വേണ്ട. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ടർഗർ ഇൻ സെൽ? സെല്ലിൻ്റെ ടെർജിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന എലമെൻറ്റ് ഏതാ? പറയൂ, ഏതാ? വരട്ടെ, നിങ്ങളുടെ ചാറ്റിൽ അതിൻ്റെ ആൻസർ വരട്ടെ. ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കാണുന്നുണ്ടോ? നേരത്തെ ഒന്നും സൂം ചെയ്യാത്ത പ്രശ്നമാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, പൊട്ടാസ്യം. ആൻസർ വന്നു, കറക്റ്റാണേ. പൊട്ടാസ്യം ടെർജിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എലമെൻറ്റ് പൊട്ടാസ്യം. പൊട്ടാസ്യത്തിൻ്റെ റോള് ആനിയോൺ കാറ്റയോൺ ബാലൻസ് ഇൻ ദ സെൽ. സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. സോഡിയവും പൊട്ടാസ്യവും ക്ലോറിനുമാണ് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന എലമെൻറ്റ്. അതുപോലെ ആനിയോൺ കാറ്റയോൺ ബാലൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന എലമെൻറ്റാണ്. ഓക്കെ, അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ റോളാണ് ടെർജിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി, പൊട്ടാസ്യം ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ,
ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോം ഈസ് അയൺ അബ്സോർബ്ഡ് ബൈ ഫ്ലാൻ? ഫെറിക് ആണോ, ഫെറസ് ആണോ, ഫ്രീ എലമെൻ്റ് ആണോ, ബോത്ത് ഫെറിക് ആൻഡ് ഫെറസ് ആണോ? ഫെറിക് അയോൺസ്. Fe3+. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, Fe3+. Fe3+ ആണ് റൈറ്റ് ആൻസർ. പിന്നെ അത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കുന്ന സമയത്ത് അത് റിവേഴ്സലി ഓക്സിഡൈസ്ഡ് ഫ്രം Fe2+ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അയണിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്ഷൻ എ ഫെറിക് അയോൺ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. ദെൻ തേർഡ്, വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് റൂട്ട് ടിപ്പ്? പറയൂ, ഏതാണ്? സിങ്ക് ആണോ, അയൺ ആണോ, കാൽഷ്യം ആണോ, മാംഗനീസ് ആണോ? ഓക്കെ, ഗ്രോത്ത് ഓഫ് റൂട്ട് ടിപ്പിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഏയോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിരിക്കില്ലേ നിങ്ങൾ പറയുന്നത്? ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് റൂട്ട് ടിപ്പ്? വരട്ടെ ആൻസർ, വരുന്നില്ല. ഏതാണ്? കാൽഷ്യം. കാൽഷ്യം ഈസ് ദ റൈറ്റ് ആൻസർ, നോട്ട് പൊട്ടാസ്യം. പൊട്ടാസ്യം ഇല്ലല്ലോ ഇതിൽ. ഫാത്തിമ ഫിദ, നേരത്തെ തന്നെ ആൻസർ ആയിരിക്കില്ലേ പറഞ്ഞത്? ഓക്കെ. ഡി അല്ല, റൂട്ട് ടിപ്പിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് കാൽഷ്യമാണ് കേട്ടോ. കാൽഷ്യം ഹെൽപ്പ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദി റൂട്ട് ടിപ്പ്. ദെൻ ക്ലിയർ അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി, കാൽഷ്യമാണ് റൈറ്റ് ആൻസർ. വൺ ഓഫ് ദ ഫ്രീ ലിവിങ് അനറോബിക് നൈട്രജൻ ഫിക്സറീസ്. നമ്മൾ ഫ്രീ ലിവിങ് എയറോബിക് നൈട്രജൻ ഫിക്സർ പഠിച്ചിട്ടുണ്ട്, ഫ്രീ ലിവിങ് അനേറോബിക് നൈട്രജൻ ഫിക്സർ പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഫ്രീ ലിവിങ് സയാനോ ബാക്ടീരിയ പഠിച്ചിട്ടുണ്ട്, നോസ്റ്റോക്കാനബിന, അതുപോലെ സിംബയോട്ടിക് ബാക്ടീരിയ റൈസോബിയം പഠിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? വൺ ഓഫ് ദ ഫ്രീ ലിവിങ് അനേറോബിക് നൈട്രജൻ ഫിക്സർ. എയറോബിക് അതൊക്കെ ഓർമ്മ ഉണ്ടോ? ബേജർനിക്കിയും അസറ്റോബാക്ടറാണ് നമ്മൾ എയറോബിക് പഠിച്ചത്, റോഡോസ്പിരില്ലമാണ് അനേറോബിക് പഠിച്ചത്. സോ ഓപ്ഷൻ ബി, റോഡോസ്പിരില്ലം ഈസ് ദ റൈറ്റ് ആൻസർ. ഫ്രീ ലിവിങ് അനേറോബിക് നൈട്രജൻ ഫിക്സറിന് ആൻസർ ഓപ്ഷൻ ബി, റോഡോസ്പിരില്ലം. ഓക്കെ ആണോ മക്കളെ? യാ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, the products of reaction catalyzed by nitrogenase in root nodules of leguminous plants are dash. നൈട്രജൻ ഫിക്സേഷൻ്റെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആരാണ്? എന്താണ് നൈട്രജൻ ഫിക്സേഷൻ? കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഇൻ ടു അമോണിയ. മെയിനായിട്ട് അമോണിയാണ്. സോ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് അമോണിയ മാത്രമല്ല, നമ്മൾ ആ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ അമോണിയ ആൻഡ് ഹൈഡ്രജൻ ആണ് റൈറ്റ് ആൻസർ. എന്തായിരുന്നു റിയാക്ഷൻ? N2+ പഠിച്ചാണ്. N2+, 8H+, 8E plus 16 ATP in the presence of the enzyme nitrogenase. പ്രൊഡക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 2NH3, അതുപോലെ തന്നെ H2 അല്ലെങ്കിൽ ഹൈഡ്രജൻ പ്ലസ് 16 ADP പ്ലസ് 16 PI. അപ്പോൾ ഹൈഡ്രജനും അമോണിയാണ് അല്ലേ? അപ്പോൾ എന്തല്ല, അമോണിയ അലോൺ ആണോ? അല്ല, അമോണിയ ആൻഡ് ഹൈഡ്രജൻ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ഡി, അമോണിയ ആൻഡ് ഹൈഡ്രജൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? അമോണിയ ആൻഡ് ഓക്സിജനോ? ഫാത്തിമ ഷെറി, ഓക്സിജൻ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നൈട്രജൻ ഫിക്സേഷനിൽ അമോണിയ ആൻഡ് ഹൈഡ്രജൻ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. ദെൻ സിക്സ്ത് വൺ, തിയോബാസിലസ് ഓർ തയോബാസിലസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഹെൽപ്ഫുൾ ഇൻ ക്യാരിയിങ് ഔട്ട്. എന്താണ് തയോബാസിലസ്? എന്താണ് സ്യൂഡോമോണസ്? നമ്മൾ നൈട്രജൻ സൈക്കിൾ പഠിച്ചാണ്. നൈട്രജൻ സൈക്കിൾ 4 മെയിൻ പ്രോസസ്സുകളാണ്. മുഴുവനായിട്ട് പറയാനുള്ള സമയമില്ല. നൈട്രജൻ ഫിക്സേഷൻ, നൈട്രിഫിക്കേഷൻ, അമോണിഫിക്കേഷൻ, ഡീനൈട്രിഫിക്കേഷൻ. നൈട്രജൻ ഫിക്സേഷൻ ബയോളജിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, അതുപോലെ ഇൻഡസ്ട്രിയൽ ഉണ്ട്. ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്, നമ്മുടെ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ, അങ്ങനെയൊക്കെ നൈട്രജൻ ഓക്സൈഡായി മാറുന്നുണ്ട്. അതാണ് ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ. ലിവിങ് ഓർഗാനിസം നൈട്രജനെ അമോണിയായിട്ട് റെഡ്യൂസ് ചെയ്യുന്നതാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ഇലക്ട്രിക്കൽ ലൈറ്റനിങ് ആണ് അല്ലേ? ലൈറ്റനിങ് വഴിയൊക്കെ കൺവേർട്ട് ചെയ്യുന്നതാണ് ഇലക്ട്രിക്കൽ. അതാണ് നൈട്രജൻ ഫിക്സേഷൻ. സെക്കൻഡ് വൺ നൈട്രിഫിക്കേഷൻ ആണ്. അമോണിയനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് നൈട്രിഫിക്കേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, അമോണിയ കൺവേർട്ടർ ഇൻറ്റു നൈട്രൈറ്റ് ബൈ നൈട്രൈറ്റ് ബാക്ടീരിയ. എക്സാമ്പിൾ പറയും, നൈട്രൈറ്റ് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? നൈട്രൈറ്റ് ബാക്ടീരിയക്ക് എക്സാമ്പിൾ നൈട്രോസോമോണസും നൈട്രോകോക്കസും. ഓർമ്മയില്ല? ആ റിയാക്ഷൻ മാത്രം ഞാനൊന്ന് സിമ്പിളായിട്ട് ചെയ്താൽ നമുക്കറിയാം. എന്തായിട്ട് മാറിപ്പോൾ? അമോണിയായിട്ട് മാറി. അമോണിയയെ നൈട്രൈറ്റ് ആക്കുന്ന ബാക്ടീരിയയാണ് നൈട്രൈറ്റ് ബാക്ടീരിയ. നൈട്രൈറ്റ് ബാക്ടീരിയ. എക്സാമ്പിൾ ഫോർ നൈട്രൈറ്റ് ബാക്ടീരിയ നൈട്രോസോമോണസ്. അടുത്ത പറയട്ടെ, നൈട്രോകോക്കസ്. ദീസ് ആർ ദ നൈട്രൈറ്റ് ബാക്ടീരിയ. ഒന്നുമില്ല, അമോണിയനെ നൈട്രൈറ്റ് ആക്കുന്ന ബാക്ടീരിയ നൈട്രൈറ്റ് ബാക്ടീരിയ. എക്സാമ്പിൾ നൈട്രോസോമോണസ് ആൻഡ് നൈട്രോകോക്കസ്. അടുത്തതാരാണ്? നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കുന്നു. ദാറ്റ് ഈസ് നൈട്രേറ്റ് ബാക്ടീരിയ. നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കുന്ന ബാക്ടീരിയ നൈട്രേറ്റ് ബാക്ടീരിയ. എക്സാമ്പിൾ നൈട്രോബാക്ടർ. ഓക്കെ.
This whole process is together called nitrification. Nitrification done by nitrification bacteria or nitrifying bacteria. They are also called chemoautotrophs. Why it is called chemoautotrophs? Chemically, അമോണിയനെ നൈട്രൈറ്റിനൊക്കെ കെമിക്കലി ഓക്സിഡൈസ് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കീമോ ഓട്ടോട്രോപ്സ് എന്ന് പറയാം. സോ നൈട്രിഫൈങ് ബാക്ടീരിയാസ് ആർ കോൾഡ് കീമോ ഓട്ടോട്രോപ്സ്. മറന്നു പോകരുത്. ഓക്കെ അല്ലേ? യാ. സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് നൈട്രിഫിക്കേഷൻ. ദെൻ ഈ സിമ്പിൾ നൈട്രേറ്റിനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു. പ്ലാന്റ് ബയോമാസിൽ നിന്ന് ആനിമൽ ബയോമാസിലെത്തുന്നു. നൈട്രജൻ സൈക്കിളിൽ 3 പൂളാണുള്ളത്. ഫസ്റ്റ് പൂൾ ഇതാണ് അറ്റ്മോസ്ഫറിക് പൂളാണ്. പിന്നെ ഈ ഞാനിപ്പോൾ വരച്ചിട്ടുള്ളത് സോയിൽ പൂളാണ്. ലാസ്റ്റ് ബയോമാസ് പൂളാണ്. 3 പൂളാണ്. നൈട്രജൻ സൈക്കിളിൽ 3 പൂളുണ്ട്. ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് അറ്റ്മോസ്ഫറിക് പൂൾ, സെക്കൻഡ് പിന്നെ നമ്മുടെ സോയിൽ പൂളാണ്. സോയിലിൽ നടക്കുന്ന റിയാക്ഷനാണ് ഇതൊക്കെ. പിന്നെ ബയോമാസ് പൂൾ പ്ലാന്റിലെത്തുന്നു. പ്ലാന്റിലെത്തിക്കഴിഞ്ഞാൽ അത് അമിനോ ആസിഡ്, നമ്മുടെ പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, ഹോർമോണൊക്കെ സിന്തസൈസ് ചെയ്യുന്നു. പിന്നെ അത് ആനിമൽ ബയോമാസിലെത്തുന്നു. പ്ലാന്റ് ബയോമാസും ആനിമൽ ബയോമാസും ഡീകമ്പോസിഷൻ അണ്ടർഗോ ചെയ്യുന്നു. ഡീകമ്പോസിഷൻ ചെയ്യുന്നത് ഡീകമ്പോസേഴ്സ് ആണ്. ബാക്ടീരിയ, ഫംഗസ് ഒക്കെ ഡീകമ്പോസേഴ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മുടെ ബോഡിക്കകത്തുള്ള നൈട്രോജിനസ് കോമ്പൗണ്ട്സ് കൺവേർട്ടർ ഇൻ ടു അമോണിയ, ദാറ്റ് ഇസ് കോൾഡ് അമോണിഫിക്കേഷൻ. അമോണിഫൈങ് ബാക്ടീരിയകളാണ് അമോണിഫിക്കേഷൻ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന അമോണിയയുടെ മോസ്റ്റ് ഓഫ് ദി അമോണിയ കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു നൈട്രേറ്റ്. സം ഓഫ് ദി അമോണിയ വോളറ്റൈൽ ആൻഡ് റീ എൻ്റർ ദി അറ്റ്മോസ്ഫിയർ. ഇങ്ങനെ ഉണ്ടാകുന്ന അമോണിഫിക്കേഷൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാകുന്ന അമോണിയയുടെ മോസ്റ്റ് ഓഫ് ദി എമൗണ്ടും വീണ്ടും നൈട്രേറ്റ് മാറുന്ന സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നു. ബട്ട് സം എമൗണ്ട് ഓഫ് ദി അമോണിയ വോളറ്റൈൽ ആൻഡ് റീ എൻ്റർ ദി അറ്റ്മോസ്ഫിയർ. അതാണ് അമോണിഫിക്കേഷൻ. ആൻഡ് ഫോർത്ത് പ്രോസസ്സ്, നമ്മളെ ക്വസ്റ്റിനെ ബന്ധപ്പെട്ട പ്രോസസ്സ് ഡീനൈട്രിഫിക്കേഷൻ. ഒന്നുമില്ല മക്കളെ, ഈ പറയുന്ന നൈട്രേറ്റിനെ എന്താക്കി മാറ്റുകയാണ്? സോയിലിൽ കാണപ്പെടുന്ന നൈട്രേറ്റിനെ വീണ്ടും അറ്റ്മോസ്ഫറിക് നൈട്രേറ്റായിട്ട് മാറുന്ന പ്രോസസ്സാണ് ഡീനൈട്രിഫിക്കേഷൻ. ഡീനൈട്രിഫിക്കേഷൻ ഡൺ ബൈ ഡീനൈട്രിഫൈങ് ബാക്ടീരിയ. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്യൂഡോമോണസും തയോബാസിലസും. ഓക്കെ, സ്യൂഡോമോണസ് ആൻഡ് തയോബാസിലസ് ആർ എക്സാമ്പിൾ ഫോർ ഡീനൈട്രിഫൈങ് ബാക്ടീരിയ. കൺവേർഷൻ ഓഫ് നൈട്രേറ്റ് ഇൻ ടു അറ്റ്മോസ്ഫറിക് നൈട്രജൻ അഗെയിൻ, ദാറ്റ് ഇസ് കോൾഡ് ഡീനൈട്രിഫിക്കേഷൻ. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. തയോബാസിലസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഹെൽപ്ഫുൾ ഇൻ ക്യാരിയിങ് ഔട്ട് ഡാഷ്. പറയൂ, ഏതാണ് ഡീനൈട്രിഫിക്കേഷൻ? ഓപ്ഷൻ എ, ഡീനൈട്രിഫിക്കേഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. 7th one, ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഓഫ് ഫിക്സേഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ നൈട്രജൻ ടു ലെഗ്യൂമിനസ് പ്ലാന്റ്സ്. ഏതാണ്? അമോണിയ. ഓക്കെ അല്ലേ? അമോണിയാണ് റൈറ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഓഫ് ഫിക്സേഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ നൈട്രജൻ ഇൻ ലെഗ്യൂമിനസ് പ്ലാന്റ്സ് ആർ അമോണിയ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇത്രയും കാര്യങ്ങളാണ് മിനറൽ ന്യൂട്രീഷൻ എന്ന ചാപ്റ്ററിൽ പറയാനുള്ളത്. റെഡി? ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മിനറൽ ന്യൂട്രീഷനിൽ പറയാനുള്ളത്. എന്തെങ്കിലും കൺസെപ്റ്റുകൾ പറയേണ്ടതുണ്ടോ? നൈട്രജൻ സൈക്കിൾ ഓൾറെഡി ഞാൻ പറഞ്ഞു. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മിനറൽ ന്യൂട്രീഷൻ എന്ന ചാപ്റ്ററിൽ ചോദിക്കാനുണ്ട്, ചോദിക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ മിനറൽ ന്യൂട്രീഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, മിനറൽ ന്യൂട്രീഷൻ എന്ന ചാപ്റ്ററിൽ ഹൈഡ്രോപോണിക്സ് മറക്കരുത്. എസെൻഷ്യാലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി മറക്കരുത്. ബെനഫിഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയർ പ്ലാന്റ്സിൽ നമ്മുടെ എസെൻഷ്യൽ എലമെൻറ്റിനെ കൂടാതെ, ഇൻ അഡീഷൻ ടു എസെൻഷ്യൽ എലമെൻറ്റ്, സം ഹയർ പ്ലാന്റ്സ് റിക്വയർ നമ്മുടെ സോഡിയം, നാസിക്കോസി എന്ന കോഡൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? നാസിക്കോസി മറന്നുപോയോ? ബെനഫിഷ്യൽ എലമെൻറ്റ് ഏതൊക്കെയായിരുന്നു? നാസിക്കോസി, സോഡിയം, സിലിക്കൺ, കൊബാൾട്ട്, സെലീനിയം. ദീസ് എലമെൻറ്റ്സ് ആർ കോൾഡ് ബെനഫിഷ്യൽ എലമെൻറ്റ്. ഹയർ പ്ലാന്റ്സിലാണ് ഇത് മെയിനായിട്ട് വേണ്ടത്. ഓക്കെ, റെഡി. പിന്നെ നമ്മൾ അതിൽ ബ്രോഡ് 4 കാറ്റഗറീസ് പഠിച്ചിട്ടുണ്ട്. എസെൻഷ്യൽ എലമെൻറ്റ്സിൻ്റെ അവരുടെ ഫംഗ്ഷൻ്റെ ബേസിൽ 4 ബ്രോഡ് കാറ്റഗറീസ്. ഒന്ന് നമ്മുടെ എന്താണ്? മാക്രോമോളിക്യൂൾസിൻ്റെ കമ്പണൻസ് ഓഫ് മാക്രോമോളിക്യൂൾസ് ആൻഡ് സ്ട്രക്ചറൽ പാർട്ട് ഓഫ് ദി സെൽ. അതിന് എക്സാമ്പിൾ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഒക്കെയാണ്, നൈട്രജനൊക്കെ. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? എനർജി ഈൽഡിംഗ് കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ പാർട്ടാണ് ചില എലമെൻറ്റ്. എക്സാമ്പിൾ മഗ്നീഷ്യം ഇൻ ക്ലോറോഫിൽ ആൻഡ് ഫോസ്ഫറസ് ഇൻ ATP. അതാണ് സെക്കൻഡ് ബ്രോഡ് കാറ്റഗറീസ്. തേർഡ് വൺ എന്താ പറഞ്ഞത്? സം എൻസൈം ആക്ടിവേറ്റ്, സം എലമെൻറ്റ് ആക്ടിവേറ്റ് ഓർ ഇൻഹിബിറ്റ് എൻസൈം. ചില എലമെൻറ്റുകൾ എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, ചില എലമെൻറ്റുകൾ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ മഗ്നീഷ്യം ആക്ടിവേറ്റ് ചെയ്യുന്ന ഫോട്ടോസിന്തസിൽ 2 ക്രിട്ടിക്കൽ എൻസൈംസ് ആണ് റുബിസ്കോയും പെപ്കേസും. സിങ്ക് ആക്ടിവേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ് ആൽക്കഹോൾ ഡീഹൈഡ്രോജീനീസ്, പിന്നെ മോളിബിഡനം, നൈട്രോജീനസ് എന്ന എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതാണ് തേർഡ് കാറ്റഗറി. ദെൻ ഫോർത്ത് കാറ്റഗറി. ഇതൊക്കെ മറക്കാൻ പറ്റുമോ? മറക്കരുത് രാമ, ഒന്നും മറക്കരുത് രാമ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ ഫോർത്ത് വൺ, സം എലമെൻറ്റ് ഓൾട്ടർ ദി ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് ദ സെൽ. ചില എലമെൻറ്റുകൾക്ക് സെല്ലിൻ്റെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷനെ ഓൾട്ടർ ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ പൊട്ടാസ്യം. നമുക്കറിയാം ഗാർഡ് സെൽസിൻ്റെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓൾട്ടർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ നടക്കുന്നത്. ഓക്കെ, പൊട്ടാസ്യം കൺട്രോൾ ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ ബൈ ഓൾട്ടറിംഗ് ദി ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ. ഇതാണ് 4 ബ്രോഡ് കാറ്റഗറീസ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ റോൾ ഓഫ് മാക്രോ എലമെൻറ്റ്സും മൈക്രോ എലമെൻറ്റ്സും മറക്കരുതേ.
ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് റോളുകൾ മാത്രമേ NCERT പറയുന്നുള്ളൂ. നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം, സൾഫർ 6 എലമെൻ്റാണ് മാക്രോ എലമെൻറ്റിൻ്റെ റോൾ പഠിക്കാനുള്ളത്. പിന്നെ മൈക്രോയിൽ നമ്മൾ അയൺ മൈക്രോയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതെങ്കിലും മറ്റു മൈക്രോ എലമെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ എമൗണ്ട് ആവശ്യമുള്ള എലമെൻ്റാണ് അയൺ ക്ലോറോഫിൽ സിന്തസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലുണ്ട്. ഫെറിഡോക്സിൻ്റെയും സൈറ്റോക്രോമിൻ്റെയും ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റുവൻ്റ് ആണ്. റിവേഴ്സ്ലി ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട് Fe2+ എന്ന്. ഫെറിക് അയണും ഫെറസ് അയണും ഒക്കെ നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, പിന്നെ അയൺ കഴിഞ്ഞ് പിന്നെ മാംഗനീസ് പറഞ്ഞത് നൈട്രോ മെറ്റബോളിസത്തിലേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നൈട്രോ മെറ്റബോളിസത്തിൽ മാംഗനീസിനെക്കാളും റോളുള്ളത് മോളിബിഡനത്തിനാണ്. നൈട്രോജീനസിൻ്റെ അയൺ മോളിബിഡനം പ്രോട്ടീൻ അതാണ് കാറ്റലൈസ് ചെയ്യുന്നത്, നൈട്രജൻ അമോണിയയ്ക്ക് മാറ്റും. ഓക്കെ, പിന്നെ മോളിബിഡനത്തിൻ്റെ നമ്മുടെ മാംഗനീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്താ? ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. മാംഗനീസും ക്ലോറിനും കൂടിയാണ് ഫോട്ടോലൈസിസ് ഓഫ് വാട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ടു ഫോം എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഫോട്ടോസിന്തസിൻ്റെ വൺ ഓഫ് ദി എൻഡ് പ്രോഡക്റ്റ് ആണ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ഫോം ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? ഓക്സിജൻ ഫോം ചെയ്യുന്ന പ്രോസസ്സ് ഫോട്ടോലൈസിസ് ആണ്. ഫോട്ടോലൈസിസ് കൺട്രോൾ ചെയ്യുന്ന എസെൻഷ്യൽ എലമെൻറ്റ്സ് മാംഗനീസ് ആൻഡ് ക്ലോറിൻ ആണ്. മറക്കരുത് മക്കളെ. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, പിന്നെ റോൾ ഓഫ് മാക്രോ എലമെൻറ്റ്, മൈക്രോ എലമെൻറ്റ് കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ടോക്സിസിറ്റി മറന്നു വരുത്. പിന്നെ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ, ഡെഫിഷ്യൻസി സിംറ്റം, മോർഫോളജിക്കൽ ചേഞ്ചസ് ആണ്. 4 ഡെഫിഷ്യൻസി സിംറ്റം കോഡ് ഉണ്ടാക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? പിന്നെ ബയോളജിക്കൽ നൈട്രൻ ഫിക്സേഷൻ ആണ്. ആ ഡയഗ്രാം നൈട്രൻ സൈക്കിളിൻ്റെ ഡയഗ്രാം മറക്കരുത്. സിംബയോട്ടിക് നൈട്രൻ ഫിക്സേഷൻ, റൈസോബിയം, റൂട്ട് നോഡ്യൂൾ ഫോർമേഷൻ. റൈസോബിയം ബാക്ടീരിയ റൂട്ട് ഹെയർ ആയിട്ട് കമ്മിൻ കോൺടാക്ട് ചെയ്യുന്നു, അവിടെ കോളനൈസ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഫലമായിട്ട് കേളിംഗ് ഓഫ് റൂട്ട് ഹെയർ സംഭവിക്കുന്നു. ദെൻ ബാക്ടീരിയ പെനിട്രേറ്റഡ് ഇൻ ടു ദ റൂട്ട് ഹെയർ സെൽ. ദെൻ ബാക്ടീരിയ ഫോം ഇൻഫെക്ഷൻ ത്രെഡ്. ബാക്ടീരിയ റൂട്ട് ഹെയർ സെല്ലിൽ കയറുന്ന സമയത്ത് അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിനൊക്കെ ഇൻവേഡ് ചെയ്തിട്ട് ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഇൻഫെക്ഷൻ ത്രെഡ് ബാക്ടീരിയനെ ഇന്നർ കോർട്ടക്സിലേക്ക്, ഇന്നർ കോർട്ടിക്കൽ ലെയറിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ബാക്ടീരിയോയിഡ്സായി മാറുന്നു. ആൻഡ് ഇറ്റ് വിൽ എൻഹാൻസ് ദ സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻസിയേഷൻ, സെൽ ഇലോങ്ങേഷൻ ആൻഡ് ഫോമിങ് സ്മോൾ structure is called nodule. Small outgrowth of the root is called nodule. Nodule is the site of biological nitrogen fixation. മറന്നു വരുത്, ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ്റെ സൈറ്റാണ് നൊഡ്യൂൾ. ഓക്കെ, നൊഡ്യൂളിൽ 2 കാര്യങ്ങളുണ്ട്. നൊഡ്യൂളിൽ 2 ബയോകെമിക്കൽ കമ്പോണൻസ് ഉണ്ട്. ഒന്ന് എൻസൈം നൈട്രോജീനേസും ഒന്ന് പിഗ്മെൻറ്റ് ലെഗ് ഹീമോഗ്ലോബിനും. LB എന്താണ്? ലെഗ് ഹീമോഗ്ലോബിൻ. 2 കാര്യങ്ങളാണ് നൊഡ്യൂളിലുള്ളത്. ലെഗ് ഹീമോഗ്ലോബിൻ ആണ് അതിന് കളർ കൊടുക്കുന്നത്, റെഡിഷ് കളർ ഓർ പിങ്കിഷ് കളറിന് കാരണം ലെഗ് ഹീമോഗ്ലോബിൻ ആണ്. പിന്നുള്ളത് എന്താണ്? എൻസൈമാണ്. എൻസൈം നൈട്രോജീനസ് ആണ്. അതിന് 2 കമ്പോണൻസ് ഉണ്ട്. ഒന്ന് അയൺ പ്രോട്ടീനും ഒന്ന് മോളിബിഡനം അയൺ പ്രോട്ടീൻ. ഇവരാണ് കാറ്റലൈസ് ചെയ്യുന്നത്, നൈട്രജൻ അമോണിയേറ്റ് കാറ്റലൈസ് ചെയ്യും, കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന 2 സബ് യൂണിറ്റാണ് നൈട്രോജീനസിൻ്റെ, അയൺ പ്രോട്ടീനും അയൺ മോളിബിഡനം പ്രോട്ടീൻ. ഓക്കെ, ലെഗ് ഹീമോഗ്ലോബിൻ അറിയപ്പെടുന്ന പേര് ഓക്സിജൻ സ്കാവഞ്ചർ എന്നാണ്. എന്താണ് അതിന് കാരണം? ഓക്സിജൻ സ്കാവഞ്ചർ എന്ന് പറയാൻ കാരണം എന്താണ്? നൈട്രോജീനസ് എൻസൈമിന് അനേറോബിക് കണ്ടീഷനാണ് ആവശ്യം, ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനാണ് ആവശ്യം. സോ നൈട്രോജീനസ് എൻസൈമിനെ ഓക്സിജനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് ലെഗ് ഹീമോഗ്ലോബിൻ. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഓക്സിജൻ സ്കാവഞ്ചർ. ഒക്കെ പറഞ്ഞാണ്. ഓക്കെ, 10 മണി വരെ ഉണ്ടാവുമോ ലൈവ്? ഇതൊക്കെയാണ് ചോദിക്കാനുള്ളത്. അവർക്ക് ഉണ്ടാവും, നിങ്ങൾ പേടിക്കേണ്ട. 10 മണി വരെ അല്ലെങ്കിൽ 11 മണി വരെ ഇരിക്കും. ഓക്കെ, നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. നിങ്ങൾ കഴിഞ്ഞിട്ടോ ബാക്കി എന്തുള്ളൂ. ക്വസ്റ്റ്യൻസ് ചോദിക്കി. ഫുഡ് കഴിക്കണം. ഫുഡ് തന്നെ ഓർമ്മ ഉള്ളൂ നിങ്ങൾക്ക്. ആരാണോ ചോദിച്ചത്? ഫാത്തിമ. ഫുഡ് മാത്രം ഓർമ്മയുള്ളൂ. ക്വസ്റ്റ്യൻസ് വരട്ടെ, ഡൗട്ടുകൾ വരട്ടെ. റെഡി? അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെന്താ പറഞ്ഞത്? ഫേറ്റ് ഓഫ് അമോണിയയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ട്രാൻസാമിനേഷനും റിഡക്റ്റിയാമിനേഷനും. റിഡക്റ്റിയാമിനേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് അമോണിയം അയോണായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കോഎൻസൈമാണ് NADPH. പിന്നെയോ എൻസൈമാണ് ഗ്ലൂട്ടാമേറ്റ് ഡിഹൈഡ്രോജിനേസ്. അങ്ങനെ എന്തുണ്ടാവുന്നു? ഗ്ലൂട്ടാമിക് ആസിഡ് ഓർ ഗ്ലൂട്ടാമേറ്റ് എന്ന അമിനോ ആസിഡ് ഉണ്ടാവുന്നു. അതാണ് റിഡക്റ്റിയാമിനേഷൻ. ട്രാൻസാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1 അമിനോ ആസിഡ് ഡൊണേറ്റ് ഇറ്റ് അമിനോ ഗ്രൂപ്പ് ടു കീറ്റോ ആസിഡ്. കീറ്റോ ഗ്രൂപ്പിന് അമിനോ ആസിഡിനും അമിനോ ഗ്രൂപ്പിന് കീറ്റോ ആസിഡിനും കൊടുക്കുന്നു. അങ്ങനെ പുതിയ അമിനോ ആസിഡ് ഉണ്ടാവുന്നു. ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന അമിനോ ആസിഡിനെ അങ്ങനെ ട്രാൻസാമിനേഷൻ അണ്ടർഗോ ചെയ്തിട്ട് നമുക്ക് സെവറൽ എന്തുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്? അമിനോ ആസിഡ് സിന്തസൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ട്രാൻസാമിനേഷൻ. ട്രാൻസാമിനേഷൻ കാറ്റലൈസ്ഡ് ബൈ എൻസൈം ഡാഷ്. പറയൂ. ട്രാൻസാമിനേസ് എന്ന എൻസൈമാണ് ട്രാൻസാമിനേഷനെ കാറ്റലൈസ് ചെയ്യുന്നത്. ഗ്ലൂട്ടാമേറ്റ് ഡിഹൈഡ്രോജിനേസ് ആണ് റിഡക്റ്റിയാമിനേഷനെ കാറ്റലൈസ് ചെയ്യുന്നത്. ഫേറ്റ് ഓഫ് അമോണിയ. പിന്നെ അമൈഡ്സ് ഉണ്ട്. അമൈഡ്സ് ലാസ്റ്റ് ടോപ്പിക്കാണ് മിനറൽ ന്യൂട്രീഷൻ്റെ. അമൈഡ്സ് അമിനോ ആസിഡിൽ ഒരു അമിനോ ഗ്രൂപ്പാണ്. അതിലേക്ക് ഒരു അമിനോ ഗ്രൂപ്പും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്യുന്ന കെമിക്കലാണ് എന്ത്? അമൈഡ്സ്. 2 എക്സാമ്പിൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താ? ട്രാൻസാമിനേഷൻ കഴിഞ്ഞില്ലേ? ഓക്കെ.
അപ്പോൾ ട്രാൻസാമിനേഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ അമൈഡ്സ് ആണ്. അമിനോ ആസിഡിലേക്ക് ഒരു എക്സ്ട്രാ അമിനോ ഗ്രൂപ്പും കൂടി അല്ലേ, OH ഗ്രൂപ്പിന്, അതായത് ഹൈഡ്രോക്സിൽ, ഇതാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. OH ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു അമിനോ ഗ്രൂപ്പ് റാഡിക്കളും കൂടി ആഡ് ചെയ്യുകയാണ്. ഇതാണ് അമിനോ ഗ്രൂപ്പ് റാഡിക്കൾ. ഒരു അമിനോ ഗ്രൂപ്പ് റാഡിക്കൾ കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അമൈഡ്സ്. ഓക്കെ, ഏതൊക്കെയാണ്? അസ്പരാജിനും ഗ്ലൂട്ടാമിനുമാണ് മെയിനായിട്ടുള്ള അമൈഡ്സ്. ഗ്ലൂട്ടാമിക് ആസിഡിൽ നിന്നാണ് ഗ്ലൂട്ടാമിൻ ഉണ്ടാകുന്നത്, അസ്പാർട്ടിക് ആസിഡിൽ നിന്നാണ് അസ്പരാജ് ഉണ്ടാകുന്നത്. ഓക്കെ, ദീസ് ആർ ദ 2 അമൈഡ്സ്. അമൈഡ്സ് സൈലത്തിലൂടെയാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ നമ്മൾ സോയാബീൻ പോലുള്ള പ്ലാന്റ്സിൽ യൂറിഡ്സ് ഫോമിലാണ് ഈ പറയുന്ന ഫിക്സഡ് നൈട്രജൻ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. നോഡ്യൂൾ ഫോർമേഷൻ മറന്നു വരുത്. പിന്നെ നമ്മൾ ബയോളജിക്കൽ നൈട്രോജൻ ഫിക്സേഷൻ്റെ നൈട്രോജനസ് എൻസൈം എങ്ങനെയാണ് അതിനെ കൺവേർട്ട് ചെയ്ത് നോക്കുക നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ മിൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഫോട്ടോസിന്തസിസ് എടുക്കാൻ പോവാണ്. 1 by 1 ആയിട്ട് നമ്മൾ ഓർഡറിലാണ് പോകുന്നത്. മിൽ ന്യൂട്രീഷൻ കംപ്ലീറ്റ് ആയി, ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ ഫോട്ടോസിന്തസിസിലേക്ക് നിങ്ങളുടെ പെർമിഷനോട് കൂടി പോവുകയാണ്. ഫോട്ടോസിന്തസിസ് ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. പ്ലാന്റ് ഫിസിയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ പേര് പോലെ തന്നെ ഓട്ടോട്രോപ്പിക് ആയിട്ടുള്ള പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡും ലൈറ്റും വാട്ടറും മിനറൽസും ഒക്കെ യൂസ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ് പോലുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ്. ഓക്കെ, ഫോട്ടോസിന്തസിന് ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെൻറ്റ്സ് ആണ് ഗ്രീൻ പിഗ്മെൻറ്റ്സ്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കരോട്ടിനോഡ്. ക്ലോറോഫിലേൻ്റെ കളർ ബ്രൈറ്റ് ഓർ ബ്ലൂയിഷ് ഗ്രീൻ ആണ്. ബീൻ്റെ കളർ, ക്ലോറോഫിൽ ബീൻ്റെ കളർ യെല്ലോ ഗ്രീൻ ആണ്. കരോട്ടിനോഡ് ഓറഞ്ച് യെല്ലോ ആണ്. ദെൻ സാന്തോഫിൽ യെല്ലോ ആണ്. പേപ്പർ ക്രോമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ലബോറട്ടറി ടെക്നിക്കിലൂടെ നമ്മൾ ഈ പിഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യും. പിന്നെ ആക്ഷൻ സ്പെക്ട്രോ അബ്സോർഷൻ സ്പെക്ട്രോ ഡയഗ്രാം മറന്നു വരും. NCERT ആദ്യത്തെ ഡയഗ്രാം ക്ലോറോഫിൽ എയുടെയും ബിയുടെയും കരോട്ടിനോഡ്സിൻ്റെയും അബ്സോർപ്ഷൻ സ്പെക്ട്രമാണ്. പിഗ്മെൻറ്റ് സ്പെസിഫിക് വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇത് നമ്മുടെ അബ്സോർപ്ഷൻ സ്പെക്ട്രം. മറന്നു വരുന്ന ഡയഗ്രാം. പിന്നെ രണ്ടാമത്തെ ഡയഗ്രാം ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ് ആണ്. തേർഡ് ഡയഗ്രാം അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് ക്ലോറോഫിൽ എ സൂപ്പർ ഇമ്പോസ്ഡ് വിത്ത് ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ്. എന്താ ആക്ഷൻ സ്പെക്ട്രം? റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എഗെയിൻസ്റ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, ദറ്റ് ഇസ് കോൾഡ് ആക്ഷൻ സ്പെക്ട്രം. ഫോട്ടോസിന്തസിൻ്റെ റേറ്റ് ആണ് നമ്മൾ Y ആക്സിസിൽ, X ആക്സിൽ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ്. ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എത്രയാണ്? 400 to 700 നാനോമീറ്റർ ആണ്. വിസിബിൾ ലൈറ്റിൻ്റെ സ്പെക്ട്രത്തിൻ്റെ 400 to 700 നാനോമീറ്ററിലാണ് ഫോട്ടോസിന്തസിസ് മെയിനായിട്ട് നടക്കുന്നത്. അതാണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ, PAR. ഓർമ്മയുണ്ടോ? യെസ്. അപ്പോൾ ആക്ഷൻ സ്പെക്ട്രം, റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസും വേവ് ലെങ്ത് ഓഫ് ലൈറ്റും തമ്മിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ആക്ഷൻ സ്പെക്ട്രം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഗ്രാഫുകൾ കണ്ടിട്ടുണ്ട്, NCERT കണ്ടിട്ടുണ്ട്. അതാണ് ആക്ഷൻ സ്പെക്ട്രം. അബ്സോർഷൻ സ്പെക്ട്രം എമൗണ്ട് ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് ബൈ വേരിയസ് പിഗ്മെൻറ്റ്സ് ആണ്. അത് ബന്ധപ്പെട്ട നമ്മുടെ സ്പെക്ട്രം അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അബ്സോർപ്ഷൻ സ്പെക്ട്രം. തേർഡ് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോറോഫിൽ എയുടെ അബ്സോർപ്ഷൻ സ്പെക്ട്രം നമ്മൾ ആരും സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു, ഫോട്ടോസിന്തസിൻ്റെ ആക്ഷൻ സ്പെക്ട്രവുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ഫോട്ടോസിന്തസിസ് മാക്സിമം ആയിട്ടുള്ളത് ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കിട്ടുമ്പോഴാണ് ഫോട്ടോസിന്തസിസ് മാക്സിമം. ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റിലാണ് ഫോട്ടോസിന്തസിസ് മാക്സിമം എന്ന് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് തേർഡ് ഗ്രാഫ് ഉള്ളത്. ക്ലോറോഫിൽ എയുടെ അബ്സോർപ്ഷൻ സ്പെക്ട്രം, ക്ലോറോഫിൽ എയുടെ അബ്സോർപ്ഷൻ സ്പെക്ട്രം ആക്ഷൻ സ്പെക്ട്രം സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഫോട്ടോസിന്തസിസ് മാക്സിമം അറ്റ് ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റ് ഓഫ് ദി സ്പെക്ട്രത്തിൻ്റെ ബ്ലൂ ലൈറ്റിലും റെഡ് ലൈറ്റിലുമാണ് ഫോട്ടോസിന്തസിസ് മാക്സിമം. മറന്നു പോയതേ. പിന്നെ അവിടെ നമ്മൾ പറഞ്ഞ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് എന്ത്? ആസറി പിഗ്മെൻറ്റ്സ്. ക്ലോറോഫിൽ എ മാത്രമാണ് ഡയറക്റ്റ്ലി ഫോട്ടോസിന്തസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകൾ ക്ലോറോഫിൽ ബിയും സാന്തോഫിലും കരോട്ടിനോഡ്സും എന്താ ചെയ്യുന്നത്? ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ക്ലോറോഫിൽ എക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദേ ആർ കോൾഡ് ആസറി പിഗ്മെൻറ്റ്സ് ഓർ ആൻറ്റിനെ എന്നൊക്കെ പറയും. ആൻറ്റിനെ ഓർ ആസറി പിഗ്മെൻറ്റ്സിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫോർഡ് ഇൻ ടു ക്ലോറോഫിൽ എ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ നമ്മൾ പറഞ്ഞത്? ഇറ്റ് പ്രൊട്ടക്റ്റ് ക്ലോറോഫിൽ എ ഫ്രം ഫോട്ടോ ഓക്സിഡേഷൻ. കൂടുതൽ ലൈറ്റ് ക്ലോറോഫിലേക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ക്ലോറോഫിൽ എ ബ്രേക്ക് ഡൗൺ ചെയ്യും, ഫോട്ടോ ഓക്സിഡേഷൻ്റെ ഫലമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ക്ലോറോഫിൽ എ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസിന്തസിസ് പോസിബിൾ ആണോ? അതുകൊണ്ട് ക്ലോറോഫിൽ എ ഫോട്ടോ ഓക്സിഡേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് ആസറി പിഗ്മെൻറ്റ്സ്. ആസറി പിഗ്മെൻറ്റ്സ് പ്രൊട്ടക്റ്റ് ക്ലോറോഫിൽ എ ഫ്രം ഫോട്ടോ ഓക്സിഡേഷൻ ആൻഡ് ഇറ്റ് അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫോർഡ് ഇൻ ടു ക്ലോറോഫിൽ എ. ദീസ് ആർ ദ 2 ഫംഗ്ഷൻസ് ഓഫ് ആസറി പിഗ്മെൻറ്റ്സ്. മറക്കരുത് മക്കളെ. ഓക്കെ, അതാണ് ആൻറ്റിനെ പിഗ്മെൻറ്റ്സ്. റെഡിയാണ് അല്ലേ? പിന്നെ നമ്മൾ ഫോട്ടോസിന്തസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? പിഗ്മെൻറ്റ്സ് പറഞ്ഞു, ആക്ഷൻ അബ്സോർപ്ഷൻ സ്പെക്ട്രം അത് സൂപ്പർ ഇമ്പോസ് ചെയ്തു, പിഗ്മെൻറ്റ്സിൻ്റെ കളർ പറഞ്ഞു. പിന്നെ മെയിനായിട്ടുള്ളത് നമുക്ക് കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രീസ്ലി എക്സ്പെരിമെൻറ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. ഏർലി എക്സ്പെരിമെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ ഹാഫ് ലീഫ് എക്സ്പെരിമെൻറ്റ്, 2 വെറിഗേറ്റഡ് ലീഫ് എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. 2 ലീഫ് എടുത്തു,
ആ ലീഫിൻ്റെ ഒരു ഹാഫ് പോർഷൻ ബ്ലാക്ക് പേപ്പർ കൊണ്ട് കവർ ചെയ്തു, ലൈറ്റ് എക്സ്പോസ് ചെയ്തു. ആ ബ്ലാക്ക് പേപ്പറിൽ ലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് ഫോട്ടോസിന്തസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർച്ച് നെഗറ്റീവാണ്. ആ ബ്ലാക്ക് പേപ്പർ കവർ ചെയ്യാത്ത എക്സ്പോസ്ഡ് റീജിയനിൽ ഫോട്ടോസിന്തസിസ് നടന്ന സമയത്ത് സ്റ്റാർച്ച് പോസിറ്റീവാണ്. അതാണ് വെരിഗേറ്റഡ് ലീഫ് എക്സ്പെരിമെൻറ്റ്. പിന്നെ ഹാഫ് ലീഫ് എക്സ്പെരിമെൻറ്റ് പറഞ്ഞു. ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, അതിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോക്ക് ചെയ്ത കോട്ടൺ ഇട്ടു. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രത്യേകത ഇത് അബ്സോർബ് CO2 എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ലൈറ്റ് എന്ത് ചെയ്തു, എക്സ്പോസ് ചെയ്തു. അപ്പോൾ ആ ട്യൂബിലുള്ള ലീഫ് സ്റ്റാർച്ച് നെഗറ്റീവാണ്, കാരണം അവിടെ ഫോട്ടോസിന്തസിസ് നടക്കില്ല. CO2 ഈ പറയുന്ന പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അബ്സോർബ് ചെയ്യും. അതായത് ടെസ്റ്റ് ട്യൂബിന് അല്ലെങ്കിൽ ട്യൂബിന് പുറത്തുള്ള ഭാഗത്ത് എന്താണ് ലൈറ്റ് കിട്ടുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്, അവർക്ക് CO2 കിട്ടുന്നു. അപ്പോൾ CO2 എസെൻഷ്യലാണെന്ന് മനസ്സിലായുള്ള എക്സ്പെരിമെൻ്റാണ് ഹാഫ് ലീഫ് എക്സ്പെരിമെൻറ്റ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേര് മോളാണ്. അപ്പോൾ നമ്മൾ മോൾ ഹാഫ് ലീഫ് എക്സ്പെരിമെൻ്റ് എന്നാണ് നമ്മൾ പറയാം കേട്ടോ. മോൾ MOHL മോൾ ഹാഫ് ലീഫ് എക്സ്പെരിമെൻ്റ് ആണ്. പിന്നെ നമ്മൾ ഏർലി എക്സ്പെരിമെൻറ്റിൽ പ്രീസ്ലിയാണ് ആദ്യം പറഞ്ഞത്. പ്രീസ്ലി എന്താ കൺക്ലൂഡ് ചെയ്തത്? വാട്ട് എവർ ദി ബ്രീത്തിങ് ആനിമൽ ആൻഡ് ബേണിംഗ് കാൻഡിൽ റിമൂവ് ഫ്രം ദി എയർ ദാറ്റ് റീസ്റ്റോർഡ് ബൈ പ്ലാന്റ് റീസ്റ്റോർ ചെയ്തു. അതായത് ഫോട്ടോസിന്തസിലൂടെ CO2 അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്സിജനാണ് ആര് റിമൂവ് ചെയ്യുന്നത്? ബ്രീത്തിങ് ആനിമൽ ആയിട്ടുള്ള മൗസും ബേണിംഗ് കാൻഡിലും. കത്താൻ വേണ്ട ഗ്യാസ് ഏതാ? ഓക്സിജനാണ്. ബ്രീത്ത് ചെയ്യാൻ വേണ്ട ഗ്യാസ് ഏതാ? ഓക്സിജനാണ്. ഓക്സിജൻ റിമൂവ് ചെയ്യുന്നുണ്ട്, ബ്രീത്തിങ് ആയിട്ടുള്ള മൗസും ബേണിംഗ് കാൻഡിലും. അതാര് റീസ്റ്റോർ ചെയ്യുന്നു? പ്ലാന്റ് റീസ്റ്റോർ ചെയ്യുന്നു ഫോട്ടോസിന്തസിലൂടെ. അത് കൺക്ലൂഡ് ചെയ്ത ആളാണ് പ്രീസ്ലി. പ്രീസ്ലി എക്സ്പെരിമെൻറ്റ് ജാൻ ഇംഗൻഹൗസ് എന്ന സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു? അടുത്ത സയൻറ്റിസ്റ്റിൻ്റെ പേര് ജാൻ ഇംഗൻഹൗസ് ആണ്. അദ്ദേഹം വൺസ് പ്ലേസ്ഡ് ഇൻ ലൈറ്റ് ആൻഡ് വൺസ് പ്ലേസ്ഡ് ഇൻ ഡാർക്ക്. ലൈറ്റിൽ വെച്ച സമയത്ത് എന്താ, ക്യാൻഡിൽ കണ്ടിന്യൂ ടു ബേൺ ആണ്, മൗസ് സ്റ്റേ അലൈവ് ആണ്. കാരണം ലൈറ്റ് കിട്ടുന്ന സമയത്ത് ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. ഡാർക്കിൽ വെക്കുന്ന സമയത്ത് ലൈറ്റ് കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു? മൗസ് സഫോക്കേറ്റഡ് ടു എയർ. എന്നിട്ട് അത് ഫൈനലി ഡൈ ചെയ്യുന്നു. ദെൻ ക്യാൻഡിൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നു. അതാണ് ലൈറ്റിലും ഡാർക്കിലും ചെയ്തു ജാൻ ഇംഗൻഹൗസ്. പിന്നെ ജൂലിയസ് വാൻസാക്ക് കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസാണ് പ്ലാന്റ് ഉണ്ടാക്കുന്നത്, അത് സ്റ്റാർച്ചായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആര് പറഞ്ഞു? ജൂലിയസ് വാൻസാക്ക് പറഞ്ഞു. അതാണ് തേർഡ് സയൻറ്റിസ്റ്റ്. പിന്നെ നമ്മൾ ഫോർത്ത് പറഞ്ഞ TW ഏഞ്ചൽമാൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. TW ഏഞ്ചൽമാൻ ആണ് ഫസ്റ്റ് ആക്ഷൻ സ്പെക്ട്രം ഡെവലപ്പ് ചെയ്തത്. നമ്മൾ പറഞ്ഞാണ് TW ഏഞ്ചൽമാൻ എന്ത് ഫോം ചെയ്തു? ഫസ്റ്റ് ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, ബൈ യൂസിങ് ക്ലാഡോഫോറ. ഓക്കെ, അദ്ദേഹം സ്പെക്ട്രം ഉപയോഗിച്ചിട്ട് ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് വിബ്ജിയറായിട്ട് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്യും. വിബ്ജിയറായിട്ട് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നു. അവിടെ ക്ലാഡോഫോറ എന്ന് പറഞ്ഞ ആൽഗെ വെക്കും. ക്ലാഡോഫോറ ഗ്രീൻ ആൽഗയാണ് ക്ലാഡോഫോറ. ക്ലാഡോഫോറ എവിടെയായിരുന്നു നമ്മൾ വെച്ചത്? സസ്പെൻഷൻ ഓഫ് എയറോബിക് ബാക്ടീരിയയിലെ സസ്പെൻഷനിലായിരുന്നു വെച്ചത്. അപ്പോൾ കൂടുതലായിട്ട് ഈ ബാക്ടീരിയ പോകുന്നത് ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റിലാണ്. ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റിലാണ് കൂടുതലായിട്ട് ഈ ബാക്ടീരിയ അക്യുമുലേറ്റ് ചെയ്യുന്നത്. ദീസ് ബാക്ടീരിയ യൂസ്ഡ് ഫോർ എയറോബിക് ബാക്ടീരിയ യൂസ്ഡ് ഫോർ ദി ഡിറ്റക്ട് ദി സൈറ്റ് ഓഫ് ഓക്സിജൻ എവല്യൂഷൻ. ഓക്സിജൻ എവിടെ നിന്നാണ് പുറത്തു പോകുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ബാക്ടീരിയ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ആക്ഷൻ സ്പെക്ട്രം ഡെവലപ്പ് ചെയ്ത സയൻറ്റിസ്റ്റാണ് TW ഏഞ്ചൽമാൻ. ലാസ്റ്റ് പറഞ്ഞത് കൊർണേലിയസ് വാൻ നീലാണ്. അദ്ദേഹമാണ് എന്ത് പറഞ്ഞത്? ഹൈഡ്രജൻ ഡോൺ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഇക്വേഷൻ എന്താണ്? 6CO2 പ്ലസ് 12H2O ഗിവ്സ് ലൈറ്റിൻ്റെ പ്രസൻസിലാണ് C6H12O6 പ്ലസ് 6H2O പ്ലസ് 6O2. ഇതാണ് നമ്മളെ ഫോട്ടോസിന്തസിൻ്റെ റിയാക്ഷൻ. അപ്പോൾ നമ്മളെ കൊർണേലിയസ് വാൻ നീൽ എന്ന സയൻറ്റിസ്റ്റ് എന്ത് പറഞ്ഞു? സൂട്ടബിൾ ഓക്സിഡൈസബിൾ കോമ്പൗണ്ട്. ഇവിടെ ആരാ സൂട്ടബിൾ ഓക്സിഡൈസബിൾ കോമ്പൗണ്ട്? വാട്ടറാണ്. ഇയാൾ ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്യുന്നു. ആർക്ക്? കാർബൺ ഡയോക്സൈഡ്. അങ്ങനെ കാർബൺ ഡയോക്സൈഡ് റെഡ്യൂസ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് ആയി മാറും. ഇത് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ആര്? കൊർണേലിയസ് വാൻ നീൽ. അപ്പോൾ ഹൈഡ്രജൻ ഡോണർ, നമ്മളെ ഗ്രീൻ പ്ലാന്റ്സിൽ ഹൈഡ്രജൻ ഡോണർ ആരാണ്? ഹൈഡ്രജൻ ഡോണർ? H2 ആണ്. ഓക്കെ, ദീസ് H2O പ്രൊവൈഡ് ഹൈഡ്രജൻ ആറ്റം ടു കാർബൺ ഡയോക്സൈഡ്. ആസ് എ റിസൾട്ട് കാർബൺ ഡയോക്സൈഡ് റെഡ്യൂസ് ടു ഫോം കാർബോഹൈഡ്രേറ്റ്. ഓക്കെ അല്ലേ? ഇതാണ് ഗ്രീൻ പ്ലാന്റ്സിൽ. എന്നാൽ നമ്മളെ സൾഫർ ബാക്ടീരിയയിലൊക്കെ ഈ CO2 എന്താ പ്രത്യേകത? വാട്ടർ അല്ല, ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ഹൈഡ്രജൻ ഡോണർ. അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് ഹൈഡ്രജൻ ഡൊണേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകുന്നത് എവിടെ? ഗ്രീൻ സൾഫർ ബാക്ടീരിയയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ഓക്സിജൻ എന്താ പ്രത്യേകത? ഓക്സിജൻ ഒരിക്കലും കാർബൺ ഡയോക്സൈഡിൽ നിന്നല്ല ഫോം ചെയ്യുന്നത്, വാട്ടറിൽ നിന്നാണ്. വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓക്സിജൻ ഫോം ചെയ്യുന്നത്. അതാണ് ഫോട്ടോലൈസിസ്. അതാണ് കൊർണേലിയസ് വാൻ നീലിൻ്റെ എക്സ്പെരിമെൻറ്റ്. ഇത്രയും എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. മറന്നു വരുതേ, ഓരോ സയൻറ്റിസ്റ്റിൻ്റെയും എന്താണ് എക്സ്പെരിമെൻ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളുക. പിന്നെ നമ്മൾ പിഗ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ലൈറ്റ് റിയാക്ഷനും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ETS പറയും ഐ നീഡ് ഹൈപ്പർട്ടോണിക് ആൻഡ് ഹൈപ്പോട്ടോണിക് ഒക്കെ പറഞ്ഞതാണല്ലോ. ഹൈപ്പർട്ടോണിക് ഒക്കെ ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സിൽ ഹൈപ്പർട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ സൊല്യൂഷനാണ് മോർ കോൺസെൻട്രേറ്റഡ്. സൈറ്റോപ്ലാസത്തിനെക്കാട്ടും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഹൈപ്പർട്ടോണിക് ആണ്. ഓക്കെ, എക്സ്റ്റേണൽ സൊല്യൂഷൻ ഈസ് മോർ കോൺസെൻട്രേറ്റഡ് ദാൻ സൈറ്റോപ്ലാസമാണ് ഹൈപ്പർട്ടോണിക്. ഹൈപ്പർട്ടോണിക് അതിന് ഓപ്പോസിറ്റ് ആണ്. എക്സ്റ്റേണൽ സൊല്യൂഷൻ ഈസ് മോർ ഡൈല്യൂട്ട് ദാൻ സൈറ്റോപ്ലാസമാണ് ഹൈപ്പോട്ടോണിക്. ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ സൊല്യൂഷൻ ബാലൻസ് ദ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് സൈറ്റോപ്ലാസം. ഈക്വൽ കോൺസെൻട്രേഷൻ ആണ്. അതുകൊണ്ട് നോ നെറ്റ് ഫ്ലോ ഓഫ് വാട്ടർ ആണ് ഐസോട്ടോണിക്കിൽ വെക്കും. ഓക്കെ, പറഞ്ഞതാണ് കേട്ടോ. ദെൻ
പിന്നെ നമ്മൾ ലൈറ്റ് റിയാക്ഷൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെയാണ് ഡിസ്കസ് ചെയ്ത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം മറന്നു വരുത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം തന്നെയാണ് എന്ത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആയിട്ടും അറിയപ്പെടുന്ന ആരാണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം തന്നെയാണ്. ഓർമ്മയുണ്ടോ? PS2 PS1 PS2 PS1 PS2 എന്ന് പറഞ്ഞാൽ ആരാണ്? P680 ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്നു, ഇവിടുന്ന് ലൈറ്റ് കിട്ടുന്ന സമയത്ത് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവുന്നു. ആ എക്സൈറ്റഡ് ആവുന്ന ഇലക്ട്രോണിനെ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ അതൊരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്നു. ദെൻ P700-ലെത്തുന്നു. അദ്ദേഹവും ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അദ്ദേഹവും എക്സൈറ്റഡ് ആവുന്നു. അനദർ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഇവിടെ NADP ഫോം ചെയ്യുന്നു. NADP പ്ലസ് റെഡ്യൂസ്ഡ് ഫോം NADPH. ഓക്കെ, ഇവിടെയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് കമ്പൈൻ ചെയ്തിട്ട് ATP ഉണ്ടാവും. ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ETS ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓഫ് ഫോട്ടോസിന്തസിസ്. PS2 PS1 ഫസ്റ്റ് PS2 ആണ്, പിന്നെ PS1 ആണ്. PS2 എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ക്ലോറോഫില്ലേൻ്റെ അബ്സോർപ്ഷൻ പീക്ക് 680 നാനോമീറ്റർ ആണ്. PS1-ൻ്റെത് 700 നാനോമീറ്റർ ആണ്. ഈ PS2-ന് ഇലക്ട്രോൺ സപ്ലൈ ചെയ്യുന്ന ആരാണ്? വാട്ടറാണ്. വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 ഇലക്ട്രോൺ 2 പ്രോട്ടോൺ പ്ലസ് ഹാഫ് O2 ഫോം ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രോണാണ് ഇവിടെ ഉള്ള വേക്കൻസി ഫില്ല് ചെയ്യുന്നത്. നമുക്കറിയാം ലൈറ്റ് 680 നാനോമീറ്റർ ലൈറ്റ് PS2-ന് കിട്ടുമ്പോൾ അവിടെ എക്സൈറ്റഡ് ആവുന്നു, ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുന്നു. ആ ജമ്പ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ വേക്കൻസി ഉണ്ടാവും. ആ വേക്കൻസി ഫില്ല് ചെയ്യുന്നത് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടറാണ്. വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ഇലക്ട്രോണാണ് ഇവിടെയുള്ള ഇലക്ട്രോണിൻ്റെ വേക്കൻസി ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺ സോഴ്സ് ഫോർ PS2 എന്ന് പറയുന്നത് വാട്ടറാണ്, വാട്ടർ സ്പ്ലിറ്റിംഗ് ആണ്. എന്നാൽ PS1-ൻ്റെ അടുത്ത് വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നില്ല. അവിടെ ഇലക്ട്രോൺ എക്സൈറ്റ് ആവുന്ന ഇലക്ട്രോൺസ് പോകുന്ന സമയത്ത് അത് റീപ്ലേസ് ചെയ്യുന്നത് PS2 ആണ്. PS1-ന് ഇലക്ട്രോണിനെ സപ്ലൈ ചെയ്യുന്നത് PS2 ആണ്. PS2-ന് ഇലക്ട്രോണിനെ സപ്ലൈ ചെയ്യുന്ന ആരാണ്? നമ്മുടെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടറാണ്. മറന്നു വരുത് കേട്ടോ, കാരണം വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് ഉള്ളത് PS2-ലാണ്. PS1-ൽ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് ഇല്ല. ഓക്കെ, ദി സ്കീം ഈസ് കോൾഡ് സെറ്റ് സ്കീം. മറന്നു വരുത്, സെറ്റ് സ്കീം റിയാക്ഷൻ ഓർ അതർവൈസ് കോൾഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഓക്കെ, നോൺ സൈക്ലിക് എന്ന് പറയാൻ കാരണം എന്താ? ഇലക്ട്രോൺ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? PS2 എന്നാണ്. തിരിച്ച് എന്ത് ചെയ്യുന്നില്ല? PS2-ലേക്ക് എത്തുന്നില്ല. ഇലക്ട്രോൺ ഫ്ലോ സ്റ്റാർട്ട് ഫ്രം PS2 ആൻഡ് ഇറ്റ് വിൽ നോട്ട് റിട്ടേൺ ബാക്ക് ടു PS2. ഹെൻസ് ദ നെയിം നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. In non-cyclic photophosphorylation, both ATP and NADPH are synthesized. ATP ഫോം ചെയ്യുന്നുണ്ട്, NADPH ഫോം ചെയ്യുന്നുണ്ട്. Both ATP and NADPH are formed in non-cyclic photophosphorylation. ഓക്കെ അല്ലേ? പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഫ്രം PS2 and it will not return, electrons will not return back to PS2. Hence the name non-cyclic. ഓക്കെ, ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ NADP പ്ലസ് ആണ്. നോൺ സൈക്ലിക്കിൽ ഇലക്ട്രോൺ ആക്സെപ്റ്ററിൽ നിന്ന് NADP ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺ കിട്ടുന്ന സമയത്ത് NADP റെഡ്യൂസ് ചെയ്തിട്ട് NADPH ആവും. അതാണ് നോൺ സൈക്ലിക്. സൈക്ലിക് നിങ്ങൾക്ക് അറിയുന്നതാണ്. സൈക്ലിക്കിൽ എന്താ പ്രത്യേകത? P700 ആണ്. ഓക്കെ, ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവുന്നു. എക്സൈറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിനെ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ തിരിമ്പി വരുന്നു. തിരുമ്പി വരുന്നുണ്ട് P700-ൽ. ഓക്കെ, ഇവിടുന്ന് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അല്ലേ? ആൻഡ് റിട്ടേൺ ബാക്സ് ടു PS1. ഹെൻസ് ദ നെയിം സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സൈക്ലിക് എന്ന് പറയാൻ കാരണം അതാണ്. ഓക്കെ അല്ലേ? ഇവിടെ സൈക്ലിക്കിൽ ATP മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. ഇവിടെയാണ് ATP ഫോം ചെയ്യുന്നത് കേട്ടോ. ADPയിൽ നിന്ന് ADPയും PAയും ചേർന്നിട്ട് ATP ഫോം ചെയ്യുന്നു. ഓൺലി ATP ഫോംഡ് ഇൻ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഓക്കെ, ഇലക്ട്രോൺ ഫ്ലോ സ്റ്റാർട്ട് ഫ്രം PS1 ആൻഡ് ഇറ്റ് return back to PS1. Hence the name cyclic photophosphorylation. ഓക്കെ, സൈക്ലിക്ക് നടക്കാനുള്ള പോസിബിൾ ലൊക്കേഷൻ സ്ട്രോമ ലാമല്ലയാണ്. മറന്നു വരുത്, സ്ട്രോമ ലാമല്ലയിലാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. ഓക്കെ അല്ലേ? അതാണ് സൈക്ലിക്ക്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്താണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ നോൺ സൈക്ലിക്. മറക്കരുത്. ഓക്കെ, ഏതിൻ്റെ വേവ് ലെങ്താണ് ചോദിച്ചത് അമൽ സാഗർ? 680 നാനോമീറ്റർ വേവ് ലെങ്ത് റെഡ് ലൈറ്റ് കിട്ടുമ്പോഴാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? നോൺ സൈക്ലിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 700 നാനോമീറ്റർ കിട്ടുമ്പോഴാണ് PS1-ലേക്ക് എത്തുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ സൈക്ലിക്കിൽ P700 മാത്രമാണ്, PS1 മാത്രമാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓക്കെ, അതായത് 680 ബിയോണ്ട് ആയിട്ടുള്ള വേവ് ലെങ്ത് കിട്ടുമ്പോഴാണ് സൈക്ലിക്ക് നടക്കുന്നത്. സൈക്ലിക്ക് നടക്കാനുള്ള മറ്റൊരു കാരണം നമുക്കറിയാം, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെ ലാസ്റ്റ് ഒരു സെൻറ്റൻസ് ആക്കി നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസിൽ നിങ്ങൾക്ക് കാണാം ബിയോണ്ട് 680 നാനോമീറ്റർ അവൈലബിൾ ആകുമ്പോഴാണ് സൈക്ലിക് നടക്കുന്നത്. അതിനുള്ള പോസിബിൾ ലൊക്കേഷൻ സ്ട്രോമ ലാമല്ലയാണ്. സ്ട്രോമ ലാമല്ല ലാക്ക് PS2 ആൻഡ് NADP റിഡക്റ്റേഴ്സ് എൻസൈം. സ്ട്രോമ ലാമല്ല എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്,
ഇന്നർ മെംബ്രെയിനുണ്ട്. പിന്നെ അവിടെ ഉള്ള മെംബ്രെയിനസ് സാക്കാണ് തൈലക്കോയിഡ്. തൈലക്കോയിഡിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ പൈൽസ് ഓഫ് കോയിൻ പോലെ അറേഞ്ച് ചെയ്യുന്നതാണ് ഗ്രാന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാന ഇൻ്റർകണക്റ്റഡ് ബൈ സ്ട്രോമ ലാമെല്ല. ഈ സ്ട്രോമ ലാമെല്ലയിലാണ് എന്ത് നടക്കുന്നത്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. ദിസ് ഇസ് കോൾഡ് സ്ട്രോമ ലാമെല്ലെ. സ്ട്രോമ ലാമെല്ലയിലാണ് എന്ത് നടക്കുന്നത്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. അതിൻ്റെ റീസൺ എന്താ? സ്ട്രോമ ലാമെല്ല ലാക്ക് PS2 ആൻഡ് NADP റിഡക്റ്റേസ് എൻസൈം. സ്ട്രോമ ലാമെല്ലയ്ക്ക് NADP റിഡക്റ്റേസ് എന്ന എൻസൈം ഇല്ല. NADP റിഡക്റ്റേസ് ഉണ്ടെങ്കിലോ NADP പ്ലസ് റെഡ്യൂസ് ചെയ്തിട്ട് NADPH ആയിട്ട് മാറുന്നുള്ളൂ. അതുപോലെ PS2 ഇല്ല. PS2 NADP റിഡക്റ്റേസ് ഉണ്ടെങ്കിൽ മാത്രമേ നോൺ സൈക്ലിക് നടക്കുന്നുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇനി കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ആണ്. കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. പീറ്റർ മിച്ചൽ എന്ന സയൻറ്റിസ്റ്റാണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പീറ്റർ മിച്ചൽ. ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളത് എന്താണ്? തൈലക്കോയിഡാണ്. സ്ട്രോമയ്ക്കകത്ത് കാണപ്പെടുന്ന മെംബ്രെയിനിയസ് സാക്കാണ് എന്ത്? തൈലക്കോയിഡ്. തൈലക്കോയിഡ് പൈൽസ് ഓഫ് കോയിൻ പോലെ അറേഞ്ച് ചെയ്യുന്നതാണ് എന്ത്? ഗ്രാന. അപ്പോൾ തൈലക്കോയിഡിന് നമുക്കറിയാം മെംബ്രെയിൻ ഉണ്ട്. തൈലക്കോയിഡിൻ്റെ മെംബ്രെയിനിൽ ആണ് ആര് കാണപ്പെടുന്നത്? നമ്മുടെ പിഗ്മെൻറ്റ്സ് ഒക്കെ കാണപ്പെടുന്നത്. PS2 PS1 ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ കാണപ്പെടുന്നത് ഈ പറയുന്ന തൈലക്കോയിഡാണ്. തൈലക്കോയിഡിൻ്റെ ഇന്നർ പോർഷൻ നമ്മൾ ല്യൂമൻ എന്ന് പറയും. ല്യൂമൻ. തൈലക്കോയിഡിൻ്റെ ഔട്ട്സൈഡ് ആരാ? സ്ട്രോമയാണ്. സ്ട്രോമ. തൈലക്കോയിഡിൻ്റെ ഔട്ട്സൈഡ് സ്ട്രോമയാണ്, ഇന്നർ സൈഡ് ല്യൂമനാണ്. ഇതാണ് തൈലക്കോയിഡ് മെംബ്രെയിനാണ് കേട്ടോ. ഈ മെംബ്രെയിനാണ് തൈലക്കോയിഡ് മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ആരുള്ളത്? PS2 ഉള്ളത്. ഇതാണ് PS2, അതായത് P680. ഇവിടെയാണ് PS1, അതായത് P700. ഓക്കെ, ദെൻ ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, സൈറ്റോക്രോം B6 ആൻഡ് F. ആളുകളൊക്കെ പിടികിട്ടി നിങ്ങൾ. ഓക്കെ, ഫസ്റ്റ് PS2, ദെൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ദെൻ PS1. അപ്പോൾ നമുക്കറിയാം, ശ്രദ്ധിച്ചോളൂ, വാട്ടർ സ്പ്ലിറ്റ് ചെയ്യും. വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആരൊക്കെ ഉണ്ടാവുക? ഓക്സിജൻ ഉണ്ടാവും, പ്ലസ് H+ ഉണ്ടാവും അല്ലേ? 2H+ ഉണ്ടാവും. അന്നപ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോൺ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ആർ സർക്കുലേറ്റഡ്. PS1 എന്ത് ചെയ്യുക? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തോട് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പറഞ്ഞിട്ടുള്ളൂ. PS2, പിന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് അല്ലെ ഇലക്ട്രോൺ ആക്സെപ്റ്റർ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം PS1. അങ്ങനെ ഇലക്ട്രോൺ ഇങ്ങനെ പോവുകയാണ്. അപ്പോഴുണ്ടാകുന്ന പ്രോട്ടോൺ എവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നു? ല്യൂമനിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. 3 റീസണാണ്. ല്യൂമനിൽ പ്രോട്ടോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടാനും സ്ട്രോമയിൽ കുറയാനും 3 റീസണാണുള്ളത്. ഫസ്റ്റ് റീസൺ, വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോട്ടോൺ ല്യൂമനിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് റീസൺ ഫോർ ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടോൺ വിത്തിൻ ദ ല്യൂമൻ ഈസ്, ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇവിടെ നിന്നുണ്ടാകുന്ന ഇലക്ട്രോൺസ് ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ കാരിയർ അല്ല. ആക്ച്വലി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഇലക്ട്രോൺ കാരിയറാണ് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത് പ്രോട്ടോൺ കാരിയറാണ്, PQ ആണ്. PQ ആക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് PQH2 ആയിട്ട് മാറുകയാണ്. ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് PQH2 ആയിട്ട്. ഓക്കെ, ഓഫായോ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ആണ്. ഓക്കെ മക്കളെ, അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ആ PS2 അല്ലേ ഇനി വാട്ടർ സ്പ്ലിറ്റിംഗ് ആണല്ലോ? നമ്മളങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. PS2ലാണ് വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ PS2ലാണ് എന്ത് നടക്കുന്നത്? വാട്ടർ സ്പ്ലിറ്റിംഗ് ഓർ ഫോട്ടോലൈസിസ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ആണ്. കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ATP ഈസ് സിന്തസൈസ്ഡ്. എങ്ങനെയാണ് ATP ഉണ്ടാകുന്നത്, അതിന് വേണ്ടിയിട്ടാണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് പഠിക്കുന്നത്. ഇതേ ഹൈപ്പോത്തസിസ് നമ്മൾ റെസ്പിറേഷൻ പ്ലാന്റ്സിൽ പഠിക്കുന്നുണ്ട്. അവിടെ തൈലക്കോയിഡിന് പകരം നമ്മൾ മൈറ്റോകോൺട്രിയയിലാണ് എന്ത് പഠിക്കുന്നത്? കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റവും പഠിക്കുന്നു. അപ്പോൾ 3 റീസൺ, ആ 3 റീസൺ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് സിമ്പിളാണ്. പ്രോട്ടോണിൻ്റെ കോൺസെൻട്രേഷൻ ല്യൂമനിൽ കൂടാനും സ്ട്രോമയിൽ കുറയാനും കാരണമായിട്ടുള്ള 3 റീസൺ. ഒന്നാമത്തെ റീസൺ വളരെ സിമ്പിളാണ്. വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും ഓക്സിജൻ ഉണ്ടാകുന്നു. ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്നു, പ്രോട്ടോൺ അക്യുമുലേറ്റഡ് വിത്തിൻ ദ ല്യൂമൻ. ഇറ്റ് ഈസ് എ ഫസ്റ്റ് റീസൺ ഫോർ ഇൻക്രീസിങ് ദ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ വിത്തിൻ ദ ല്യൂമൻ. ദെൻ ഇലക്ട്രോൺ സർക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പഠിച്ച നോൺ സൈക്ലിക് അല്ലേ? uphill to electron acceptor, downhill to PS1 through electron transport system, again uphill to electron acceptor, finally downhill to NADP എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് സെറ്റ് സ്കീം.
അപ്പോൾ ഇലക്ട്രോണിനെ ഇവിടെ ആദ്യം സ്വീകരിക്കുന്നത് ഇലക്ട്രോൺ കാരിയർ അല്ല, ഒരു പ്രോട്ടോൺ കാരിയർ, എച്ച് കാരിയറാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺ കാരിയറിന് പകരം ഒരു എച്ച് കാരിയറാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. എച്ച് കാരിയർ ആക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നീടാണ് ഇലക്ട്രോൺ കാരിയറിന് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രോട്ടോൺ സ്ട്രോമയിൽ നിന്ന് എങ്ങോട്ട് വരികയാണ്? തൈലക്കോൺ മെമ്പറൈനിൽ വരികയാണ്. അതും എവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നു? ലൂമനിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. ദെൻ ഇലക്ട്രോൺ കാരിയറിലേക്ക് പോകും. ഇലക്ട്രോൺ കാരിയറിന് പകരം ആദ്യം പ്രോട്ടോൺ കാരിയർ ഓർ എച്ച് കാരിയറാണ് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ദെൻ ആ പ്രോട്ടോൺ കാരിയറാണ് ഇലക്ട്രോൺ കാരിയറിന് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രോട്ടോൺ ലൂമനിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് ദ സെക്കൻഡ് റീസൺ ഫോർ ഇൻക്രീസിങ് പ്രോട്ടോൺ കോൺസെൻട്രേഷൻ. തേർഡ് റീസൺ, സ്ട്രോമയിൽ കുറയാൻ കാരണമായിട്ടുള്ള തേർഡ് റീസൺ, ഇവിടെ നമുക്കറിയാം, മുഴുവനായിട്ട് ഞാൻ വരച്ചിട്ടില്ല, ഇവിടെ നമുക്ക് NADP എന്തായിട്ട് മാറണം? NADPH ആയിട്ട് മാറും. ഇതൊക്കെ നടക്കുന്നത് തൈലക്കോൺ മെമ്പറൈനിലാണ് കേട്ടോ. സ്ട്രോമയിലേക്ക് പ്രൊട്രൂഡ് ചെയ്തിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുള്ളൂ. അതിനും ഒരു H വേണം. ആ H സ്ട്രോമയിൽ നിന്നാണ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, NADP റെഡ്യൂസ് ചെയ്യാൻ വേണ്ട പ്രോട്ടോൺ H+ സ്ട്രോമയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. ദീസ് ആർ ദ 3 റീസൺ ഫോർ ഇൻക്രീസിങ് പ്രോട്ടോൺ കോൺസെൻട്രേഷൻ വിത്തിൻ ദി ലൂമൻ. സ്ട്രോമയിൽ കുറയാനും ലൂമനിൽ കൂടാൻ കാരണമായിട്ടുള്ളതാണ്. പിന്നെ നമുക്കറിയാം ഇവിടെ ഒരു ആരുണ്ട്? ചാനലുണ്ട്. അതാണ് ATP സിന്തേസ്. ATP സിന്തേസിൻ്റെ ടെയിൽ പോർഷനുണ്ട്, ഹെഡ് പോർഷനുണ്ട്. ടെയിലിന് നമ്മൾ CF0 എന്ന് പറയും, ഹെഡിന് നമ്മൾ CF1 എന്ന് പറയും. ഓക്കെ അല്ലേ? ഇവിടെയാണ് ATP സിന്തേസ് ഉള്ളത്, എൻസൈം ഉള്ളത്. ആ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ATP സിന്തേസ് ആണ് ATPനെ സിന്തസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ടെയിൽ പോർഷൻ ഈസ് കോൾഡ് CF0 ആൻഡ് ഹെഡ് പോർഷൻ ഈസ് കോൾഡ് CF1. ആ ചാനലിലൂടെ നമ്മുടെ പ്രോട്ടോൺ എന്ത് ചെയ്യുന്നു? മൈഗ്രേറ്റ് ചെയ്യുന്നു ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ലൂമൻ ടു സ്ട്രോമ. അപ്പോൾ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ആവുന്നു. ദാറ്റ് ആക്ടിവേറ്റ് ദ ATP സിന്തേസ് എൻസൈം ആൻഡ് സിന്തസൈസ് ദി ATP. ADPയും ഇതേ പ്രോസസ്സാണ് റെസ്പിറേഷൻ പഠിക്കാനുള്ളത് കേട്ടോ. ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കമ്പൈൻ ചെയ്തിട്ട് ATP ഫോം ചെയ്യുന്നു. ദിസ് ഇസ് കോൾഡ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ATP ഈസ് സിന്തസൈസ്ഡ്. എങ്ങനെയാണ് ATP ഉണ്ടാവുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ അതിൽ ആവശ്യമുണ്ട്, നമ്മളിപ്പോൾ പഠിച്ചാണ്. ഓക്കെ, PS2 നിന്ന് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ PS1ലേക്കാണ് ഇലക്ട്രോൺ പോകുന്നത്. ഓക്കെ, ലൂമനിൽ പ്രോട്ടോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടാൻ കാരണമായിട്ടുള്ള 3 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരു പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടാവുന്നു, ലൂമനിൽ കൂടുന്നു, സ്ട്രോമയിൽ കുറയുന്നു. ഈ ഗ്രേഡിയൻ്റ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ പ്രോട്ടോൺ റിട്ടേൺ ബാക്ക് ചെയ്യണം സ്ട്രോമയിലേക്ക്, ലൂമനിൽ സ്ട്രോമയിലേക്ക്. അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ചാനലാണ് ATP സിന്തേസ്. അതിൻ്റെ ടെയിൽ കമ്പോണൻറ്റ് CF0, ഹെഡ് CF1. C മീൻസ് കപ്പിൾഡ് ഫാക്ടറാണ് കേട്ടോ. F0 F1 എന്ന് പറഞ്ഞാലും തെറ്റില്ല. CF0 CF1. അപ്പോൾ പ്രോട്ടോൺ തിരിച്ച് റിട്ടേൺ ബാക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ബ്രേക്ക് ആവുന്നു. പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ബ്രേക്ക് ആകുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നു, ATP സിന്തേസ് ആക്ടിവേറ്റ് ആവുന്നു. Then ATP synthase catalyzes the synthesis of ATP from ADP and inorganic phosphate. അപ്പോൾ chemiosmotic hypothesis require a membrane, that is thylakoid membrane, proton gradient, proton pump, then നമ്മുടെ ATP synthase. ഈ 4 കാര്യങ്ങളാണ് chemiosmotic hypothesisന് വേണ്ടത്. ഒരു മെംബ്രെയിൻ വേണം, പ്രോട്ടോൺ പമ്പ് വേണം, പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് വേണം, അതുപോലെ നമ്മുടെ ഈ പറയുന്ന എന്താണ് ATP synthase enzyme. These are the components required for chemiosmotic hypothesis. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ C3C4 പാത്വേ ആണ് പറഞ്ഞത്, ഇമ്പോർട്ടൻ്റ് ആണ്. കാർബോക്സിലേഷൻ, റിഡക്ഷനും റീജനറേഷനുമാണ് നമ്മുടെ C3 സൈക്കിളിൻ്റെ 3 സ്റ്റെപ്പ്. കാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ CO2നെ ഫിക്സ് ചെയ്യുക. REBP ആണ് ഫിക്സ് ചെയ്യുന്നത്. REBP ആണ് പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ആക്സെപ്റ്റർ. REBP ഒരു 5 കാർബൺ കീറ്റോ ഷുഗറാണ്. REBP 5 കാർബൺ കോമ്പൗണ്ടാണ്. അത് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. 3 PGA 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടാകുന്നു. ഇറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട്. അതിൽ 3 കാർബണാറ്റാണ്. അതുകൊണ്ടാണ് C3 സൈക്കിൾ എന്ന് പറയുന്നത്. കാൽവിനാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അതുകൊണ്ട് കാൽവിൻ സൈക്കിൾ എന്ന് പറയും. ഓക്കെ, ദിസ് പാത്വേ ഇസ് ദ ഫണ്ടമെൻ്റൽ പാത്വേ ഒക്കേഴ്സ് ഇൻ ഓൾ ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സ്. കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. ഓക്കെ, 6 ടേൺസ് വേണം. ഓക്കെ, 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഫോം ചെയ്യണമെങ്കിൽ 6 ടേൺസ്, 6 CO2 എൻ്റർ ചെയ്യണം. നമ്മൾ റിയാക്ഷൻ പഠിച്ചാണ് 6 CO2 + 12H2 എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 6 CO2 എൻ്റർ ചെയ്തിട്ട് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടാവണമെങ്കിൽ 6 ടേൺസ് ഓഫ് കാൽവിൻ സൈക്കിൾ വേണം. അതിന് മൊത്തം ഇൻപുട്ടും ഔട്ട്പുട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു വരുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട്. ഓക്കെ, 6 CO2 എൻ്റർ ചെയ്യുന്ന സമയത്താണ് 1 ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത്. ഇതാണ് ഇന്ന്, ഇതാണ് ഔട്ട്, മറന്നു വരുത്. പിന്നെ 18 ATP ആവശ്യമുണ്ട്. അപ്പോഴാണ് 18 ADP ഫോം ചെയ്യും. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 18 ADP ആണ്. പിന്നെ 12 NADPH വേണം. അത് യൂസ് ചെയ്യുന്ന സമയത്ത് 12 NADP ഫോം ചെയ്യുന്നു. ദീസ് ആർ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് കാൽവിൻ സൈക്കിൾ. മറന്നു വരുതേ. 6 CO2 എൻ്റർ ചെയ്താൽ മാത്രമേ 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നുള്ളൂ. 18 ATP വേണം. അപ്പോൾ 18 ADP ഫോം ചെയ്യുന്നു. 12 NADPH നിന്ന് 12 NADP ഉണ്ടാവും. ദീസ് ആർ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് കാൽവിൻ സൈക്കിൾ ഓർ C3 സൈക്കിൾ. ഓക്കെ, 1 ടേണിന് 3 ATP 2 NADPH ആണ്. അപ്പോൾ 6 ടേണിന് 6 × 3 18 ATP. 6 ടേണിന് 6 × 2
12 NADPH. 1 ടേണിന് 3 ATP ആണ്. ഇത് നമ്മൾ 6 ടേണിൻ്റെ ആണ് കാര്യമാണ് പറഞ്ഞത്. 1 ടേണിന് 3 ATP റിക്വയർഡ് ആൻഡ് 2 NADPH റിക്വയർഡ് ഫോർ ദി 1 ടേൺ ഓഫ് കാൽവിൻ സൈക്കിൾ. ഒരു ടേൺ കാൽവിൻ സൈക്കിൾ നടക്കാൻ 3 ATPയും 2 NADPH ആവശ്യമുണ്ട്. അപ്പോൾ 6 ടേൺസിന് 6 × 3 18 ATP, 6 × 2 12 NADPH. മറക്കരുത്, കാൽവിൻ സൈക്കിളിൽ 3 സ്റ്റെപ്പ്. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? REBP വീണ്ടും റീജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ സൈക്കിൾ സൈക്ലിക്കായിട്ട് നടക്കുള്ളൂ. അപ്പോൾ കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ മറക്കരുത്. പിന്നെ നമ്മൾ പറഞ്ഞത് C4 പാത്വേ ആണ്. C4 പാത്വേ 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. ആദ്യം മീസോഫിൽ സെൽസിലും പിന്നെ ബണ്ടിൽ ഷീത്ത് സെൽസിലാണ്. ഓക്കെ അല്ലേ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫോട്ടോസിന്തസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ഇസ് ദ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ആക്സെപ്റ്റർ ഇൻ ഡാഷ്. ഏത് പ്ലാന്റ്സ് ആണ്? പറയൂ. ഏതാണ്? C4 പ്ലാന്റ്സിലാണ് അല്ലേ? ഓക്കെ, C4 പ്ലാന്റ്സിലാണ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ആക്സെപ്റ്ററായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, C4 പാത്വേ നമ്മൾ പറഞ്ഞാണേ, ഡിസ്കസ് ചെയ്താണ് C4 പാത്വേ. ഏതാ C4 പാത്വേ? വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഇതാരാണ്? മീസോഫിൽ സെൽസ് ആണ്. വളരെ ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഇത് ബണ്ടിൽ ഷീത്താണ്. ഇവിടെ ആര് വരുന്നു? CO2 വരുന്നു. ബൈകാർബണേറ്റ് ആയിട്ട് മാറുന്നത്. ബൈകാർബണേറ്റും വാട്ടറോട് കമ്പൈൻ ചെയ്തിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? PEP ആണ് അല്ലേ? PEP എന്ന് പറഞ്ഞാൽ ആളാണ് ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. PEPയും CO2 കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവുന്നു? ഓക്സാലോഅസെറ്റിക് ആസിഡ് ഉണ്ടാവുന്നു. അത് പിന്നെ മാലിക് ആസിഡായിട്ട് മാറുന്നു. മറന്നു വരുതേ, അതാണ് ഫിക്സേഷൻ. മാലിക് ആസിഡ് മീസോഫിൽ നിന്ന് എങ്ങോട്ട് വരുന്നു? ബണ്ടിൽ ഷീത്തിൽ വരുന്നു. മാലിക് ആസിഡ് ഡീകാർബോക്സിലേഷൻ അണ്ടർഗോ ചെയ്യുന്നു. ഡീകാർബോക്സിലേഷൻ, അങ്ങനെ CO2 ഫോം ചെയ്യാണ്. ആ CO2 ആണ് കാൽവിൻ സൈക്കിൾ വഴി ഫുഡ് ഉണ്ടാക്കുന്നത്. ബാക്കി വരുന്ന ആൾ നമ്മൾ പൈറുവിക് ആസിഡ് എന്ന് പറയുന്നു. ദാറ്റ് പൈറുവിക് ആസിഡ് റീ എൻ്റർ ഇൻ ടു മീസോഫിൽ സെൽ, പൈറുവിക് ആസിഡ്, ആൻഡ് ഇറ്റ് കൺവേർട്ടർ ഇൻ ടു PEP അഗെയിൻ. ദിസ് ഇസ് കോൾഡ് C4 പാത്വേ. C4 പാത്വേ. ഇവിടെ ആരാ വരുന്നത്? CO2 ആണ് എൻ്റർ ചെയ്യുന്നത്. അത് ബൈകാർബണേറ്റ് ആവുന്നു. അത് PEP ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. PEP എന്ന് പറഞ്ഞാൽ 3 കാർബൺ കോമ്പൗണ്ടാണ്. ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡാണ് C4 സൈക്കിളിൽ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ആക്സെപ്റ്റർ. C3 സൈക്കിളിൽ അത് REBP ആണ്. അപ്പോൾ PEP 3 കാർബൺ ആണ്. കാർബൺ ഡയോക്സൈഡിൽ 1 കാർബണും. അപ്പോൾ 3 1 4 കാർബണുള്ള ഓക്സാലോഅസെറ്റിക് ആസിഡ് ഫിക്സ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഓക്സാലോഅസെറ്റിക് ആസിഡ് 4 കാർബൺ കോമ്പൗണ്ട് ആണ്. ഇറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഇൻ C4 പാത്വേ. ഹെൻസ് ദ നെയിം C4 പാത്വേ. ഓക്സാലോഅസെറ്റിക് ആസിഡ് മാലിക് ആസിഡായിട്ട് മാറും. ഇത്രയും കാര്യങ്ങളാണ് മീസോഫിൽ നടക്കുന്നത്. ദെൻ മാലിക് ആസിഡ് ബണ്ടിൽ ഷീത്തിലേക്ക് വന്നു. ഇറ്റ് അണ്ടർഗോ ഡികാർബോക്സിലേഷൻ അണ്ടർഗോ ചെയ്തിട്ട് CO2 ഫോം ചെയ്യുന്നു. ദാറ്റ് CO2 ഫിക്സ്ഡ് ബൈ കാൽവിൻ സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഒരു കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുകയാണ് ഡികാർബോക്സിലേഷൻ്റെ റിസൾട്ടായിട്ട്. ബാക്കി വരുന്ന 3 കാർബൺ കോമ്പൗണ്ടാണ് പൈറുവിക് ആസിഡ്, അതാണ് C3 ആസിഡ്. അത് ബണ്ടിൽ ഷീത്തിൽ നിന്ന് തിരിച്ച് മീസോഫിലേക്ക് റിട്ടേൺ ബാക്ക് ചെയ്യുന്നു. ദെൻ റീജനറേറ്റ് PEP അഗെയിൻ. ദിസ് ഇസ് ഫോർ C4 പാത്വേ. C4 പാത്വേയിലാണ് കൂടുതൽ ഹൈ ടെമ്പറേച്ചറിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിലൊക്കെ അവർക്ക് ഫോട്ടോസിൻസ്, ഹൈ പ്രൊഡക്ഷൻ ഓഫ് ബയോമാസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് C4 പ്ലാന്റ്സ്. അവിടെയുള്ള സ്പെഷ്യൽ ലീഫ് അനാട്ടമിയാണ് ക്രാൻസ് അനാട്ടമി. മറന്നുപോയത്, ക്രാൻസ് അനാട്ടമി. വാസ്കുലാർ ബണ്ടിൽസ് പിന്നെ കവർ ചെയ്തുകൊണ്ട് ബണ്ടിൽ ഷീത്ത് ഉണ്ടാവും. സൈലത്തിനെയും ഫ്ലോയത്തിനെയും കവർ ചെയ്തുകൊണ്ട് സെവറൽ ലെയർ ബണ്ടിൽ ഷീത്ത് കാണപ്പെടും. ജസ്റ്റ് ലൈക്ക് എ റീത്ത് അല്ലേ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വെക്കുന്ന റീത്ത് പോലെ സൈലത്തിനെയും ഫ്ലോയത്തിനെയും കവർ ചെയ്തുകൊണ്ട് സെവറൽ ലെയേഴ്സ് ആര് കാണപ്പെടുന്നുണ്ട്? ബണ്ടിൽ ഷീത്ത്. ദിസ് ഇസ് നോൺ ആസ് ക്രാൻസ് അനാട്ടമി. ക്രാൻസ് അനാട്ടമിയിലുള്ള സെൽസിന് എന്തുണ്ടാവും? കൂടുതലായിട്ട് തിക്ക് സെൽസാണ്, ഇംപർവിയസ് ടു ഗ്യാസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നുണ്ട് ബണ്ടിൽ ഷീത്തിൽ കേട്ടോ, മറന്നു വരുന്നത്. അപ്പോൾ 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് C4 പാത്വേ നടക്കുന്നത്. മോർ എമൗണ്ട് ഓഫ് ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് C4 പാത്വേയിലാണ്. അവിടെ ഫോട്ടോ റെസ്പിറേറ്ററി ലോസും കുറവാണ്. ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ്സാണ് അല്ലേ? നമുക്കറിയാം ഫോട്ടോ റെസ്പിറേഷൻ. REBP കാർബൺ ഡയോക്സൈഡ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് 3 PGA ഫോം ചെയ്യേണ്ടത്. ഈ പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്ന എൻസൈം ഏതാ? RUBP കാർബോക്സിലേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. അതായത് റുബിസ്കോ തന്നെയാണ്. റുബിസ്കോയ്ക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാർബൺ ഡയോക്സൈഡിനെ ഫിക്സ് ചെയ്യാൻ പറ്റും, ഓക്സിജനെയും ഫിക്സ് ചെയ്യാൻ പറ്റും. ഇവിടെ RUBP കാർബോക്സിലേസ് എന്ന റുബിസ്കോ ആണ് കാറ്റലൈസ് ചെയ്യുന്നത്. ഇതാണ് നോർമൽ പ്രോസസ്സ് കാൽവിൻ സൈക്കിളിൻ്റെ. എന്നാൽ C3 സൈക്കിളിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷനെക്കാട്ടും കൂടുതൽ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ വരും. അപ്പോൾ RUBP കാർബൺ ഡയോക്സൈഡിന് പകരം ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് എന്താ ഉണ്ടാവുന്നത്? 1 മോളിക്യൂൾ ഓഫ് PGA ഉണ്ടാവും. പിന്നെ എന്താ ഉണ്ടാവുന്നത്? ഫോസ്ഫോഗ്ലൈക്കോലേറ്റ് ഉണ്ടാവും. ഫോസ്ഫോഗ്ലൈക്കോലേറ്റ് ഒരു 2 കാർബൺ കോമ്പൗണ്ടാണ്. ഇത് 3 കാർബൺ കോമ്പൗണ്ടാണ്. ഓക്കെ, ഇവിടെ 1 മോളിക്യൂൾ PGAയും 1 മോളിക്യൂൾ ഫോസ്ഫോഗ്ലൈക്കോലേറ്റും ഉണ്ടാകുന്നു. ദീസ് പ്രൊഡക്റ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് ഫുഡ് ഓർ എനർജി. ഫുഡോ എനർജിയോ ഇത് ഉണ്ടാക്കുന്നില്ല. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് വേസ്റ്റ്ഫുൾ പ്രോസസ്. ഇറ്റ് ഈസ് കോൾഡ് ഫോട്ടോ റെസ്പിറേഷൻ. നമ്മൾ പഠിച്ചാണ് ഫോട്ടോ റെസ്പിറേഷൻ. C3 പ്ലാന്റ്സിൽ മാത്രം നടക്കുന്ന വേസ്റ്റ്ഫുൾ പാത്വേ ആണ്
C4 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നില്ല. കാരണം ബണ്ടിൽ ഷീത്തിൽ വെച്ചിട്ട് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വെച്ചൊരു ബണ്ടിൽ ഷീറ്റിൽ വെച്ചിട്ട് മാലിക് ആസിഡ് ഡീകാർബോക്സിലേറ്റ് ചെയ്തിട്ട് CO2ൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ RUBP എന്താണ്, RUBP ഓക്സിജനേസിൻ്റെ ആക്ടിവിറ്റി നടക്കുന്നില്ല, RUBP കാർബോക്സിലേസ് ആണ് ഇവിടെ ആക്റ്റീവ് ആകുന്നത്. അതുകൊണ്ട് ഈ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് ഇൻ C4 പാത്വേ ഓർ C4 പ്ലാന്റ്സ് ഫോട്ടോ റെസ്പിറേഷൻ നെവർ ടേക്ക് പ്ലേസ്. ഓക്കെ, അത് C3 പ്ലാന്റ്സിൽ മാത്രമാണ് നടക്കുന്നത്, മറന്നു വരുതേ. അതാണ് C4 പാത്വേ. പിന്നെ ഫോട്ടോ റെസ്പിറേഷൻ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ കമ്പാരിസൺ ഉണ്ട്, മറന്നു വരുന്ന ടേബിൾ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വീഡിയോയിൽ, അതിപ്പോൾ പറയാനുള്ള സമയമല്ല. നമ്മുടെ C3 പ്ലാന്റ്സും C4 പ്ലാന്റ്സും ഒരുപാട് ക്യാരക്ടറുകൾ വെച്ചിട്ട് ടെമ്പറേച്ചർ ഉൾപ്പെടെ എക്സാമ്പിൾ ഉൾപ്പെടെ ഉള്ള ടേബിൾ ഉണ്ട്, മറന്നു വരുന്നത്. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആണ് നമ്മുടെ ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. ഒന്നിലധികം ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുമ്പോൾ ആരാണോ ലിമിറ്റിംഗ് ഫാക്ടർ ഓർ മിനിമം വാല്യൂ അവരാണ് ഫോട്ടോസിൻസിൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്. അതാണ് ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. പിന്നെ എക്സ്റ്റേണൽ ഫാക്ടറും ഇൻറ്റേർണൽ ഫാക്ടറും, അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, വാട്ടർ. ഇതാണ് ഫോട്ടോസിന്തസിസ് എന്ന ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. മറന്നു വരുന്നത് ആ ടേബിൾ മറന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് PEP ഇസ് ദ പ്രൈമറി CO2 ആക്സെപ്റ്റർ ഇൻ ഡാഷ് C4 പ്ലാന്റ്സ്, ഒരു ഡൗട്ടും ഇല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക, എ പ്ലാന്റ് ഇൻ യുവർ ഗാർഡൻ അവോയ്ഡ് ഫോട്ടോ റെസ്പിറേറ്ററി ലോസസ് ഹാസ് ഇംപ്രൂവ്ഡ് വാട്ടർ യൂസ് എഫിഷ്യൻസി, ഷോ ഹൈ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹാസ് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി ഓഫ് നൈട്രജൻ യൂട്ടിലൈസേഷൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിയോളജിക്കൽ ഗ്രൂപ്പ് വുഡ് യു അസൈൻ ദിസ് പ്ലാന്റ്? നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ആരായിരിക്കും ഇത്? C4 പ്ലാന്റ്സ് ആണ് അല്ലേ. ഇവിടെ C2 എന്നുള്ളത്, അത് നമുക്ക് C4 എന്നാക്കണം കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. C4 പ്ലാന്റ്സ് ആണ് കേട്ടോ, അല്ലെ C4 പാത്വേ. സോ C4 പാത്വേ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഫോട്ടോ റെസ്പിറേറ്ററി ലോസ് കുറച്ചിട്ട് ഹൈ ടെമ്പറേച്ചറിലും ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിലും കൂടുതൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ നൈട്രജൻ യൂട്ടിലൈസേഷനൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ആരാണ്? C4 പ്ലാന്റ്സ് ആണ്. സോ ഓപ്ഷൻ C, C4 പ്ലാന്റ്സ് ഓർ C4 പാത്വേ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ, ബണ്ടിൽ ഷീത്ത് സെൽസ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ C4 പാത്വേ. ബണ്ടിൽ ഷീത്തിൽ PEP കാർബോക്സിലേസ് കൂടുതലാണോ അല്ലെങ്കിൽ റുബിസ്കോ ലാക്ക് ആണോ? ലാക്ക് ബോത്ത് റുബിസ്കോ ആൻഡ് പെപ് കാർബോക്സിലേസ്, റിച്ച് ഇൻ റുബിസ്കോ. ഓപ്ഷൻ D, റിച്ച് ഇൻ റുബിസ്കോ ആണ്. ബണ്ടിൽ ഷീത്തിൽ ആരാ കൂടുതലുള്ളത്? മീസോഫില്ലിൽ എന്താ ഉള്ളത്? പെപ് കാർബോക്സിലേസ് ഉള്ളത്, റുബിസ്കോ ആബ്സെൻ്റ് ആണ്. ബണ്ടിൽ ഷീത്തിലോ റുബിസ്കോ പ്രസൻറ്റും പെപ് കാർബോക്സിലേസ് ആബ്സെൻറ്റും ആണ്. ആരാ പെപ് കാർബോക്സിലോ പെപ് കേസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇതാണ് മീസോഫിൽ. മീസോഫിലിൽ ഉള്ള എൻസൈമാണ് പെപ് കേസ്, റുബിസ്കോ ആബ്സെൻ്റ് ആണ്. ബണ്ടിൽ ഷീത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ്, റുബിസ്കോ പ്രസൻറ്റും പെപ് കേസ് ആബ്സെൻറ്റും ആണ്. സോ മീസോഫിൽ ലാക്ക് റുബിസ്കോ ആൻഡ് പ്രസൻറ്റ് പെപ് കേസ്. ബണ്ടിൽ ഷീത്ത് ലാക്ക് പെപ് കേസ് ബട്ട് പ്രസൻറ്റ് റുബിസ്കോ. അപ്പോൾ റുബിസ്കോ ഉള്ളത് കൂടുതൽ എവിടെയാണ്? ബണ്ടിൽ ഷീത്തിലാണ്. അതുകൊണ്ടാണ് C3 സൈക്കിൾ ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? ബണ്ടിൽ ഷീത്ത് സെൽ ആർ റിച്ച് ഇൻ റുബിസ്കോ. ഒരിക്കലും എന്തല്ല, റിച്ച് ഇൻ പെപ് കാർബോക്സിലേസ് ആണോ? അല്ല. ലാക്ക് റുബിസ്കോ ആണോ? അല്ല. എന്താണ്? ലാക്ക് ബോത്ത് റുബിസ്കോ ആൻഡ് പെപ് കാർബോക്സിലേസ് ആണോ? അല്ല. റിച്ച് ഇൻ റുബിസ്കോ. നമ്മുടെ ബണ്ടിൽ ഷീത്ത് സെൽസിലാണ് റുബിസ്കോ കൂടുതലായിട്ടുള്ളത്. സോ ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. ദെൻ ഫോർത്ത് വൺ, ഇൻ ക്രാൻസ് അനാട്ടമി ദ ബണ്ടിൽ ഷീത്ത് സെൽ ഹാവ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ബണ്ടിൽ ഷീത്തിൽ ക്രാൻസ് അനാട്ടമിയിൽ എന്താണ്? തിൻ വാളാണോ? തെറ്റാണ്. തിക്ക് വാളാണ്, നോ ഇൻറ്റർസെല്ലുലാർ സ്പേസ് ആണ്, ലാർജ് നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. തിൻ വാൾ അല്ല, തിക്ക് വാൾ, മെനി ഇൻറ്റർസെല്ലുലാർ സ്പേസ്, ഫ്യൂ ക്ലോറോപ്ലാസ്റ്റ് അല്ല, നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ B, തിക്ക് വാൾ, നോ ഇൻറ്റർസെല്ലുലാർ സ്പേസ് ആൻഡ് ലാർജ് നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. സോ ഓപ്ഷൻ B ഇസ് ദി റൈറ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ ക്ലിയർ? ഓക്കെ, നിങ്ങൾ ഒച്ച എനിക്കൊന്നും കേൾക്കുന്നില്ല, ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഭക്ഷണം കഴിക്കാനൊക്കെ പോയോ? റെഡി. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഓക്സിജനേഷൻ ആക്ടിവിറ്റി ഓഫ് റുബിസ്കോ എൻസൈം ഇൻ ഫോട്ടോ റെസ്പിറേഷൻ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഡാഷ്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. 1 മോളിക്യൂൾ ഓഫ് എന്താ ഉണ്ടാകുന്നത്? 3 കാർബൺ കോമ്പൗണ്ടും അതുപോലെ തന്നെ ഫോസ്ഫോ ഗ്ലൈക്കോലേറ്റും ഉണ്ടാകുന്നത്. അപ്പോൾ ഓപ്ഷനിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. 2 മോളിക്യൂൾ ഓഫ് 3C കോമ്പൗണ്ട് തെറ്റാണ്. 1 മോളിക്യൂൾ ഓഫ് 3C കോമ്പൗണ്ട് ശരിയാണ്. 1 മോളിക്യൂൾ ഓഫ് 6C കാർബൺ തെറ്റാണ്. 1 മോളിക്യൂൾ ഓഫ് 4C കോമ്പൗണ്ട് ആൻഡ് 1 മോളിക്യൂൾ ഓഫ് 2 കാർബൺ കോമ്പൗണ്ട് ഏതാണ്? ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ അല്ലേ? 1 മോളിക്യൂൾ ഓഫ് PGAയും അതുപോലെ തന്നെ 1 മോളിക്യൂൾ ഓഫ് ഫോസ്ഫോ ഗ്ലൈക്കോലേറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ മോസ്റ്റ് ആപ്റ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ B ആണ്. 1 മോളിക്യൂൾ ഓഫ് 3 കാർബൺ കോമ്പൗണ്ട് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇവിടെ ഓക്കെ 1 മോളിക്യൂൾ ഓഫ് 2C കോമ്പൗണ്ട് ഓക്കെയാണ്, പക്ഷേ 4C കോമ്പൗണ്ട് അല്ലല്ലോ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ D സെലക്ട് ചെയ്യാത്തത്. റെഡി? ദെൻ സിക്സ്ത് വൺ, പ്രോസസ് വിച്ച് മേക്ക് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ C3 ആൻഡ് C4 എന്നാണ് കേട്ടോ. C3 ആൻഡ് C4 പ്ലാന്റ്സ് എന്താണ്?
ഫോട്ടോ റെസ്പിറേഷൻ ആണ് കേട്ടോ. ഫോട്ടോ റെസ്പിറേഷൻ കൂടുതലായിട്ട് നടക്കുന്ന C3 പ്ലാന്റ്സിലാണ്. C4 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. അപ്പോൾ C3 C4 തമ്മിലുള്ള മേജർ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഫോട്ടോ റെസ്പിറേഷൻ എന്ന വേസ്റ്റ്ഫുൾ പ്രോസസ്സാണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി അല്ലേ? Then 7th one scientist cultured cladophora in a suspension of acetobacter and illuminated the culture by splitting light through prism. He observed that bacterial accumulated mainly in the regions of dash. എവിടെയാ? ബ്ലൂ ആൻഡ് റെഡ് റീജിയൻസ് ആണ്. കൂടുതലായിട്ട് ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റിലാണ് എന്ത് ചെയ്യുന്നത്? അക്യുമുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ പറഞ്ഞതാണ്, TW Angelman experiment, blue and red light. Option D is the right answer. Okay. The 8th one, oxygen is not produced during photosynthesis by green sulfur bacteria. നോസ്റ്റോക്കിലും സൈക്കസിലും കാരയിലും ഒക്കെ എന്തുണ്ടാകുന്നുണ്ട്? ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഗ്രീൻ സൾഫർ ബാക്ടീരിയയിലാണ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാത്തത്. ഓക്കെ. ദെൻ 9th one, സ്ട്രോമ ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ഹയർ പ്ലാന്റ്സ് കണ്ടെയ്ൻ ഡാഷ്. സ്ട്രോമയിൽ എന്താ ഉള്ളത്? ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നു. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് പ്രോസസ് ആണോ ഡിപ്പെൻഡൻറ്റ് പ്രോസസ് ആണോ? ഇൻഡിപെൻഡൻ്റ് ആണ്, നോ ഡൗട്ട്. അപ്പോൾ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻസ് നടക്കാനുള്ള എൻസൈംസ് ആണ് സ്ട്രോമയിലുള്ളത്. ക്വസ്റ്റ്യൻ എന്താ? സ്ട്രോമ ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ എൻസൈം ആണോ, റൈബോസോം ആണോ, ക്ലോറോഫിൽ ആണോ, ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻ എൻസൈം ആണോ? ഏതാണ്? ഓപ്ഷൻ ഡി, ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻ എൻസൈം ആണ് സ്ട്രോമയിലുള്ളത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. 10th one, ക്രോമാറ്റോഫോസ്. ക്രോമാറ്റോഫോസ് നമ്മൾ ബയോളജി ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? പിഗ്മെൻറ്റ് കണ്ടെയ്നിങ് പാർട്ട് ഇൻ ദി പ്രോകാരിയോട്സ്, ദേ ആർ കോൾഡ് ക്രോമാറ്റോഫോസ്. മൂവ്മെൻറ്റിനാണോ, റെസ്പിറേഷനാണോ, ഗ്രോത്തിനാണോ, ഫോട്ടോസിന്തസിനാണോ? ഒരു ഡൗട്ടും വേണ്ട, പിഗ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഓപ്ഷൻ എന്താണ്? ഫോട്ടോസിന്തസിസ് ആണ് റൈറ്റ് ആൻസർ. അത് ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് കൊടുത്തത് കേട്ടോ. ഫോട്ടോസിന്തസിസ് ആണ് റൈറ്റ് ആൻസർ. ക്രോമാറ്റോഫോസ് എന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റ് കണ്ടെയ്നിങ് പാർട്സ് ഇൻ പ്രോകാരിയോട്സ് ആണ്. ഫോട്ടോസിന്തസിസ് ഇസ് ദ റൈറ്റ് ആൻസർ. 11th one, which element is located at the center of the porphyrin in chlorophyll? ഏതാ? നോ ഡൗട്ട് നമ്മൾ പറഞ്ഞാണ് മാഗ്നീഷ്യം. മാഗ്നീഷ്യം ഈസ് ദ റൈറ്റ് ആൻസർ. With reference to factors affecting rate of photosynthesis, which of the following statement is not correct? നോക്കുക, increase atmospheric CO2 concentration up to 0.05 can enhance CO2 fixation rate. അത് ശരിയാണ് അല്ലേ? നമ്മൾ പറഞ്ഞാണ്. Then C3 plants respond to high temperature with enhanced photosynthesis. അത് തെറ്റല്ലേ? C3 പ്ലാന്റ്സിന് ഹൈ ടെമ്പറേച്ചർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് C4 പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി റോങ് ആണ്. സിയും ഡിയും കൂടി നോക്കുക. ടൊമാറ്റോ ഈസ് ഗ്രീൻ ഹൗസ് ക്രോപ്പ് വിച്ച് ക്യാൻ ഗ്രോൺ ഇൻ CO2 എൻറിച്ച്ഡ് അറ്റ്മോസ്ഫിയർ. അത് കറക്റ്റ് ആണ് അല്ലേ? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ്. ലൈറ്റ് സാച്ചുറേഷൻ ഓഫ് CO2 എന്നാണ്. ഫിക്സേഷൻ ഒക്കേഴ്സ് അറ്റ് 10% ഓഫ് ഫുൾ സൺലൈറ്റ്. അപ്പോൾ എയും സിയും ഡിയും ശരിയാണ്. നമുക്ക് വേണ്ട എന്താണ്? ഇൻകറക്റ്റ് ആയിട്ട്, നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ബി. C3 പ്ലാന്റ്സ് അല്ല ഹൈ ടെമ്പറേച്ചർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, C4 പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. 13th one, ഇൻ ലൈറ്റ് റിയാക്ഷൻ പ്ലാസ്റ്റോക്വിനോൺ ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം ഡാഷ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. പ്ലാസ്റ്റോക്വിനോൺ ഇലക്ട്രോൺ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? PS2 സൈറ്റോക്രോം B ആൻഡ് F കോംപ്ലക്സിനാണ് കൊടുക്കുന്നത്. ഓക്കെ, പ്ലാസ്റ്റോക്വിനോൺ ട്രാൻസ്ഫർ ഇലക്ട്രോൺ ഫ്രം PS2 ടു cytochrome B6 and F. So option A is the right answer. 14th one, in a chloroplast highest number of protons are found in dash. എവിടെയാ? ലൂമൻ ഓഫ് തൈലക്കോഡ് അല്ലേ? അതുകൊണ്ടല്ലേ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പ്രോട്ടോൺ തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട്. ആ ലൂമനിൽ, തൈലക്കോഡിൻ്റെ ലൂമനിൽ പ്രോട്ടോൺ കൂടാൻ കാരണമായിട്ടുള്ള 3 റീസൺസ് ഒക്കെ നമ്മൾ പഠിച്ചാണ്. സോ ഓപ്ഷൻ ഡി, ലൂമൻ ഓഫ് തൈലക്കോഡ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോസിന്തസിൽ. പിന്നെ നമ്മൾ കൺസെപ്റ്റൊക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. പിന്നെ ആ കമ്പാരിസൺ ബിറ്റ്വീൻ C3 ആൻഡ് C4 പ്ലാന്റ്സ് മറക്കരുത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് കമ്പാരിസൺ ബിറ്റ്വീൻ C3 ആൻഡ് C4 പ്ലാന്റ്സ്. ഓക്കെ, ടെമ്പറേച്ചർ ഉൾപ്പെടെ, ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഉൾപ്പെടെ, എക്സാമ്പിൾ ഉൾപ്പെടെ, അതുപോലെ പ്രൈമറി CO2 ആക്സെപ്റ്റർ ആര്, ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആര്, അതൊക്കെ കമ്പാരിസൺ സിമ്പിളായിട്ടുള്ള ഒരു ടേബിളാണ് മറന്നത്. അപ്പോൾ നമ്മൾ 3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. പിന്നെ നമുക്കുള്ള റെസ്പിറേഷനാണ്. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിൽ കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. അത് നമുക്കെടുക്കാം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ETS. അത് നടക്കുന്നത് എവിടെയാണ്? മെയിനായിട്ട് നമുക്കറിയാം ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. സിമ്പിളായിട്ട് പറയാം, ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. ഇത് മൈറ്റോകോൺഡ്രിയൻ്റെ മാട്രിക്സ് ആണ്. മൈറ്റോകോൺഡ്രിയ ഡയഗ്രാം നമ്മൾ സെൽ യൂണിറ്റ് ഓഫ് ലൈഫ് പറഞ്ഞിട്ടുണ്ട്. ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. ഇന്നർ മെംബ്രെയിൻ ഫോം ചെയ്യുന്ന എന്താണ്? ഇൻഫോൾഡിങ്സ് ആണ് ക്രിസ്റ്റേ. ഇന്നർ കമ്പാർട്ട്മെൻറ്റ് നമ്മൾ മാട്രിക്സ് എന്ന് പറയും. ഇതാണ് മാട്രിക്സ്. ഇത് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ആണ്. ഇത് നമ്മുടെ ഔട്ടർ മെംബ്രെയിൻ ഓർ ഇൻ്റർ മെംബ്രെയിൻ സ്പേസ്. ഇൻ്റർ
മെംബ്രെയിൻ സ്പേസ്. ഇന്നർ മെംബ്രെയിനും ഈ ഔട്ടർ മെംബ്രെയിനും ഇടയിലുള്ള സ്പേസ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ തന്നെയാണ് കെമിയോസ്മോട്ടി ഹൈപ്പോത്തസിസും വരുന്നത്. നമ്മൾ ഫോട്ടോസിന്തസിസ് പഠിച്ച സെയിം സംഭവമാണ്. ഫോട്ടോസിന്തസിസിൽ നമ്മൾ കെമിയോസ്മോട്ടി ഹൈപ്പോത്തസിസ് പഠിച്ചത് തൈലക്കോഡിലാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. അപ്പോൾ മൈറ്റോകോൺട്രിയൻ്റെ മാട്രിക്സിൽ ക്രബ് സൈക്കിൾ വഴി NADH അതുപോലെ തന്നെ FADH2 ഉണ്ടാകുന്നുണ്ട്. ഈ NADH-ലും FADH2 ഉള്ള എനർജി നമുക്ക് ATP ആക്കി മാറ്റണം. ഹൗ ATP സിന്തസൈസ്ഡ്, എങ്ങനെയാണ് ATP ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഒക്കെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ NADH-ലും FADH2 ഉള്ള എനർജി ATP ആക്കി മാറ്റണം. ഫൈനലി NADH ഓക്സിഡൈസ് ചെയ്യുമ്പോൾ 3 ATP ആണ് ഉണ്ടാകും. FADH2 ഓക്സിഡൈസ് ചെയ്യുമ്പോൾ 2 ATP ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഈ പാതയെ നടക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട എന്താണ് 5 കോംപ്ലക്സിൻ്റെ പേര് നിങ്ങൾ മറന്നുപോയത്. 5 കോംപ്ലക്സ് ഉണ്ട്. കോംപ്ലക്സ് 1 ആരാ? NADH ഡീഹൈഡ്രോജിനേസ് ആണ്. വേറെ റീകോൾ ചെയ്യട്ടോ. NADH ഡീഹൈഡ്രോജിനേസ് എന്ന് പറഞ്ഞ ആളാണ്, എൻസൈമാണ് കോംപ്ലക്സ് 1. 2 ആരാ? സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് ആണ്. സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്. 3 ആരാ? സൈറ്റോക്രോം BC1 കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് 4 ആരാ? സൈറ്റോക്രോം C ഓക്സിഡേസ്. 5 നിങ്ങൾക്ക് അറിയാം ആരാ? ATP സിന്തേസ്. ഈ 5 കോംപ്ലക്സിൻ്റെ പേര് നിങ്ങൾ മറന്നുപോയത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം മനസ്സിലാവണമെങ്കിൽ ആദ്യം വേണ്ടത് ഈ 5 കോംപ്ലക്സിൻ്റെ പേരാണ്. ഓക്കെ, കോംപ്ലക്സ് 1 ഈസ് കോൾഡ് NADH ഡീഹൈഡ്രോജിനേസ് കോംപ്ലക്സ്. കോംപ്ലക്സ് 2 സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്. കോംപ്ലക്സ് 3 സൈറ്റോക്രോം BC1 കോംപ്ലക്സ്. കോംപ്ലക്സ് 4 സൈറ്റോക്രോം C ഓക്സിഡേസ്. കോംപ്ലക്സ് 5 ATP സിന്തേസ്. ഈ 5 കോംപ്ലക്സിൻ്റെ പേര് മറന്നു വരുന്നത്. ഇതിൽ നമുക്ക് NADH FADH2 ഓക്സിഡൈസ് ചെയ്യാണ്ട്. NADH-ന് ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടത് 1 3 4 5 ആണ് കേട്ടോ. FADH2-നോ? FADH2-ന് ഓക്സിഡൈസ് ചെയ്യാൻ 1 വേണ്ട, 2 3 4 5 മതി. മറന്നു വരുതേ. NADH ഓക്സിഡൈസ് ചെയ്തിട്ട് 3 ATP ഉണ്ടാകാൻ വേണ്ട കോംപ്ലക്സുകൾ 1 3 4 5 ആണ്. 2 വേണ്ട. NADH ഓക്സിഡൈസ് ചെയ്യാൻ കോംപ്ലക്സ് 2 വേണ്ട. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ കുറേ ഇലക്ട്രോൺ കാരിയേഴ്സ് ഒക്കെയാണ് കേട്ടോ. FADH2 ഓക്സിഡൈസ് ചെയ്യാൻ 2 3 4 5 മതി. കോംപ്ലക്സ് 1-ന് ഒരു റോളുമില്ല FADH2 ഓക്സിഡൈസ് ചെയ്യാൻ. മറന്നു പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെ ഇവിടെ NADH-ഉം FADH2-ഉം ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം NADH ആണ്. NADH ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അവിടെ NADP ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഉണ്ട്. പ്രോട്ടോൺസ് ഇങ്ങോട്ട് ജമ്പ് ചെയ്യുന്നു, ഇലക്ട്രോൺസ് സർക്കുലേറ്റ് ചെയ്യുന്നു, FMN ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. 5 കോംപ്ലക്സുകളുണ്ട്. ഓക്കെ, അങ്ങനെ പോയി ടോട്ടൽ എന്താണ്? 4H+, 4H+, 2H+. NADH-ഉം FADH2 ഓക്സിഡൈസ് ചെയ്യുമ്പോഴേക്ക് 10 പ്രോട്ടോൺസ് ആർ മൈഗ്രേറ്റഡ് ഇൻ ടു ദി ഇൻ്റർ മെംബ്രെയിൻ സ്പേസ്. ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് 10 പ്രോട്ടോൺ മൈഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, മറന്നു വരുതേ. 5 കോംപ്ലക്സിൻ്റെ പേര് നമ്മൾ പറഞ്ഞു. NADH2 ഓക്സിഡൈസ് ചെയ്യാൻ കോംപ്ലക്സ് 2-ന് റോളില്ല. 1 3 4 5 ഈ 5 കോംപ്ലക്സ് ആണ് NADH2-ൻ്റെ ഓക്സിഡേഷനിൽ. അതുപോലെ FADH2-ൽ 1-ന് റോളില്ല, 2 3 4 5 ആണ്. അപ്പോൾ NADH-ഉം FADH2 ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സക്സിനേറ്റ് മാലിക് ആസിഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്യൂമാറിക് ആസിഡ് ആവുന്ന സമയത്താണ് FADH2 ഉണ്ടാകുന്നത്. അപ്പോൾ FADH2 ഇവിടെ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് NADH ആൻഡ് FADH2 ഓക്സിഡേഷൻ ടോട്ടൽ 10 പ്രോട്ടോൺസ് ആർ മൈഗ്രേറ്റഡ് ഇൻ ടു ഇൻ്റർ മെംബ്രെയിൻ സ്പേസ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ കോൺസെൻട്രേഷൻ എവിടെ കൂടി? നമ്മൾ നേരത്തെ പഠിച്ച അതേ സെയിം സംഭവം, കെമിയോസ്മോട്ടി ഹൈപ്പോത്തസിസ്. ഇൻ്റർ മെംബ്രെയിൻ സ്പേസ് ഓർ ഔട്ടർ സ്പേസിൽ പ്രോട്ടോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടി, മാട്രിക്സിൽ പ്രോട്ടോണിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു. ഇറ്റ് വിൽ ക്രിയേറ്റ് എ പ്രോട്ടോൺ ഗ്രേഡിയൻ. ഓക്കെ, അപ്പോൾ തിരിച്ച് പ്രോട്ടോൺ എന്ത് ചെയ്യണം? ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്ന് മാട്രിക്സിലേക്ക് തിരിച്ചു പോകണം. അതിന് സഹായിക്കുന്ന 5ാമത്തെ കോംപ്ലക്സ് ഇവിടെ ഉണ്ട്. ഇതാണ് കോംപ്ലക്സ് 5. കോംപ്ലക്സ് 5-ന് ആരൊക്കെയാണ് ഉള്ളത്? ഒരു ടെയിൽ പോർഷനുണ്ട്, ഒരു ഹെഡ് പോർഷനുണ്ട്. ഓക്കെ അല്ലേ? ദിസ് ഇസ് കോൾഡ് F0 ടെയിലാണ്, ഇത് F1 ആണ്. അപ്പോൾ ഇതിലൂടെ നമ്മുടെ പ്രോട്ടോൺ എന്ത് ചെയ്യുന്നു? മൈഗ്രേറ്റ് ചെയ്യുന്നു, തിരിച്ച് റിട്ടേൺ ബാക്ക് ചെയ്യുന്നു, ഇങ്ങോട്ട് റിട്ടേൺ ബാക്ക് ചെയ്യുന്നു. ATP സിന്തേസ് എൻസൈം ഉള്ളത് F1-ലാണ്. ഹെഡ് പോർഷൻ കണ്ടെയ്ൻ ATP സിന്തേസ്, ടെയിൽ പോർഷൻ F0 ആണ്. അപ്പോൾ പ്രോട്ടോൺ തിരിച്ച്, പ്രോട്ടോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു NADH ഓക്സിഡൈസ് ചെയ്യുമ്പോൾ 3 3 പെയർസ്, അത് ടോട്ടൽ 6 പ്രോട്ടോണും FADH2-ൽ നിന്ന് 2 പെയർ, ടോട്ടൽ 4 പ്രോട്ടോണാണ്. ടോട്ടൽ 10 പ്രോട്ടോൺസ് ആർ മൈഗ്രേറ്റഡ് ഇൻ ടു ഇൻ്റർ മെംബ്രെയിൻ സ്പേസ്. ഇറ്റ് വിൽ ക്രിയേറ്റ് എ പ്രോട്ടോൺ ഗ്രേഡിയൻ. ഇതിൽ ഈ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ പ്രോട്ടോൺ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്ന് മാട്രിക്സിലേക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോകുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യുന്നു. അപ്പോൾ ATP സിന്തേസ് ആക്റ്റീവ് ആവുന്നു. കൺഫർമേഷനിൽ ചേഞ്ച് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ F1-ൽ. ആൻഡ് ഇറ്റ് സിന്തസൈസ് ADP-യും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കമ്പൈൻ ചെയ്തിട്ട് ATP ഉണ്ടാകുന്നു. ഹൗ ATP സിന്തസൈസ്ഡ്? ദിസ് ഇസ് കോൾഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇവിടെ അവസാനം കോംപ്ലക്സ് 4-ൽ ആരുണ്ടാവുന്നുണ്ട്? ഇവിടെ വാട്ടർ ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. O2-ഉം 2H+-ഉം ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോണോട് കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് ടെർമിനൽ ഓക്സിഡേഷൻ. അവസാനം വാട്ടർ ഫോം ചെയ്യുന്നതാണ് ടെർമിനൽ ഓക്സിഡേഷൻ. അപ്പോൾ ഇലക്ട്രോണിനെയും
പറയുന്ന ഹൈഡ്രജനെയും ഫൈനലി ആക്സെപ്റ്റ് ചെയ്യുന്ന ഓക്സിജനാണ്. ഓക്സിജൻ ഈസ് ദ ഫൈനൽ ഹൈഡ്രജൻ ആൻഡ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഓക്സിജൻ എയറോബിക് റെസ്പിറേഷനിൽ ഓക്സിജൻ വേണ്ട ആകെ സ്റ്റേജാണിത്. ഗ്ലൈക്കോളിസിന് ഓക്സിജൻ വേണ്ട, ക്രബ് സൈക്കിളിന് ഓക്സിജൻ വേണ്ട. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഫൈനലി വാട്ടർ ഫോം ചെയ്യുക, ടെർമിനലി ഓക്സിഡേഷൻ നടക്കാൻ വേണ്ടി മാത്രമാണ് ഓക്സിജൻ ഉള്ളത്. അപ്പോൾ ഓക്സിജനാണ് ഇലക്ട്രോണിനെയും ഹൈഡ്രജനെയും ഫൈനലി ആക്സെപ്റ്റ് ചെയ്യുന്നത് ആൻഡ് ഫോമിങ് വാട്ടർ. ദിസ് ഇസ് കോൾഡ് ടെർമിനൽ ഓക്സിഡേഷൻ. മറന്നു വരെ. അങ്ങനെ ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റും കമ്പൈൻ ചെയ്ത് ATP ഉണ്ടാവുകയാണ്. ഓക്കെ, ഓരോരു കോംപ്ലക്സിൻ്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് മറന്നു വരെ. കോംപ്ലക്സ് 1 FMN FES ആണ്. കോംപ്ലക്സ് 2 എന്താണ് FAD ഉള്ളത്. കോംപ്ലക്സ് 3 സൈറ്റോക്രോം Bയും സൈറ്റോക്രോം C1 ആണ്. കോംപ്ലക്സ് 4 ആരുള്ളത്? സൈറ്റോക്രോം Aയും A3 ഉള്ളത്. കോംപ്ലക്സ് 5 എന്താണ് ATP സിന്തേസ് എൻസൈമാണ്. ഓരോ കോംപ്ലക്സിൻ്റെയും കമ്പണൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. സൈറ്റോക്രോം A3 എന്നാണ് ഫൈനലി ഇലക്ട്രോൺസ് ഇവിടെ വാട്ടർ ഫോം ചെയ്യാൻ വേണ്ടി ജമ്പ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഓരോ ATP ഉണ്ടാവണമെങ്കിലും 2 പ്രോട്ടോൺസ് എന്ത് ചെയ്യണം? തിരിച്ചും കൂടി ഷിഫ്റ്റ് ചെയ്യണം. 2 പ്രോട്ടോൺസ് ആർ ഷിഫ്റ്റഡ് ഫ്രം ഓർ മൂവ്ഡ് ഫ്രം ഇൻ്റർ മെംബ്രെയിൻ സ്പേസ് ടു മാട്രിക്സ്. അപ്പോഴാണ് ഒരു ATP ഫോം ചെയ്യുന്നത്. അങ്ങനെ ടോട്ടലി NADHൽ നിന്ന് ഫൈനലി ഓക്സിഡൈസ് ചെയ്യുമ്പോൾ 3 ATP ഫോം ചെയ്യുന്നു. FADH2ൽ നിന്ന് 2 ATP ഫോം ചെയ്യുന്നു. ഫൈനൽ ഓക്സിഡേഷൻ ഓഫ് NADH ക്രിയേറ്റ് 3 ATP ആൻഡ് FADH2 ക്രിയേറ്റ് 2 ATP. ക്ലിയർ? അതാണ് എന്ത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. സിമ്പിൾ ടോപ്പിക്കാണ്. NADHും FADH2 ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ടോട്ടൽ 10 പ്രോട്ടോൺസ് മാട്രിക്സിലേക്ക് ഇൻ്റർ മെംബ്രെയിൻ സ്പേസ് നിന്ന് ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നു. ദിസ് വിൽ ക്രിയേറ്റ് എ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്. തിരിച്ച് പ്രോട്ടോൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള റിട്ടേൺ ബാക്ക് ചെയ്യുന്ന സമയത്ത് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ആവുന്നു, എനർജി റിലീസ് ചെയ്യുന്നു, ATP സിന്തേസ് കാറ്റലൈസ് ചെയ്തിട്ട് ATP ഫോം ചെയ്യുന്നു. ദിസ് ഇസ് കോൾഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. NCERT ഡയഗ്രം ഉണ്ട്, മറന്നു വരുത് കേട്ടോ. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഓരോ ATP ഫോം ചെയ്യാൻ 2 പ്രോട്ടോൺസ് റിട്ടേൺ ബാക്ക് ചെയ്യണം. അങ്ങനെ NADH ഇങ്ങനെ മൂവ് ചെയ്ത് 6 പ്രോട്ടോൺ തിരിച്ചു പോയാൽ മാത്രമേ ഉള്ളൂ 3 ATP ഓക്സിഡൈസ് ചെയ്തിട്ട് ഫോം ചെയ്തു. FADH2ൻ്റെ കേസിലോ 2 തവണ, അതായത് 2, 2, 4 പ്രോട്ടോൺ തിരിച്ചു പോയാൽ മാത്രമേ ഉള്ളൂ ഒരു ATP ഫോം ചെയ്യുന്നുള്ളൂ. ക്ലിയർ? ദിസ് ഇസ് കോൾഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. മറന്നു വരുത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇത് ഒരു മെയിൻ ടോപ്പിക്കാണ്. പിന്നെ ക്രബ് സൈക്കിൾ മറന്നു വരുത്. ടോട്ടൽ എന്താണ്? ഒരു ഗ്ലൈക്കോളിസിൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? 2 മോളിക്യൂൾ ഓഫ് പൈറുവിക് ആസിഡും 8 ATP ആണ് നെറ്റ് ഗെയിൻ ഓഫ് ഗ്ലൈക്കോളിസിസ് കേട്ടോ. ഗ്ലൈക്കോളിസ്. ക്രബ് സൈക്കിളിലോ? ക്രബ് സൈക്കിളിൽ ഒരു ക്രബ് സൈക്കിളിൽ 12 ATP. ടോട്ടൽ 2 ക്രബ് സൈക്കിൾ നടക്കുന്നുണ്ട്. അങ്ങനെ 24 ATP ആണ് ക്രബ് സൈക്കിളിൽ. മറന്നു വരുതേ. പിന്നെ ഓക്സിഡേറ്റീവ് പിന്നെ ഫോസ്ഫോറിലേഷനിൽ 6 ATP ആണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിൽ. മൊത്തം 36 ഇസ് ദി നെറ്റ് ഗെയിൻ ഓഫ് ATP. മറന്നു വരുതേ. 36 ATP ആണ് നെറ്റ് ഗെയിൻ. ഗ്ലൈക്കോളിസിൽ 8 ATP. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈറുവിക് ആസിഡ് അസറ്റൈൽ കോൻസൈമയാക്കി മാറ്റുന്നു. അതാണ് ക്രബ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നുള്ള സ്റ്റെപ്പാണ്. പൈറുവിക് ആസിഡ് അസറ്റൈൽ കോൻസൈമയാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഓക്സിഡേറ്റീവ് എന്താണ്? ഡീകാർബോക്സിലേഷൻ. നോട്ട് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള പൈറുവിക് ആസിഡ് 2 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള അസറ്റൈൽ കോൻസൈമാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോഴും എന്തുണ്ടാവുന്നുണ്ട്? ATP അല്ലെങ്കിൽ NADH ഉണ്ടാവുന്നുണ്ട്. ഒരു NADH എന്ന് പറഞ്ഞാൽ 3 ATP ആണ്. ടോട്ടൽ 6 ATP ആണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ്റെ കോൺട്രിബ്യൂഷൻ. ടോട്ടൽ 36 ATP ആണ് നെറ്റ് ഗെയിൻ. മറന്നു വരുതേ. പിന്നെ ആംഫിബോളി പാത്വേ റെസ്പിറേഷനിൽ ആനബോളിസും കാറ്റബോളിസും നടക്കുന്നുണ്ട്. പിന്നെ റെസ്പിറേറ്ററി കോഷ്യൻ. ഓക്കെ, വോളിയം ഓഫ് CO2 ഇവോൾവ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് O2 കൺസ്യൂംഡ്. കാർബോഹൈഡ്രേറ്റിൻ്റെ RQ ഓൾവേസ് 1 ആണ്. കാരണം ഈക്വൽ എമൗണ്ട് ഓഫ് CO2 ആണ് എന്ത് ചെയ്യുന്നത്? പിന്നെ ഇവോൾവ് ചെയ്യുന്നതും ഈക്വൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നു. അതുകൊണ്ട് RQ ഓഫ് കാർബോഹൈഡ്രേറ്റ് ഈസ് ഓൾവേസ് 1. പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും RQ <1 ആണ്. 0.7 ആണ് ഫാറ്റിൻ്റെത്. അതായത് ട്രൈപാൽമെറ്റിൻ്റെ ഫാറ്റിൻ്റെ ആണ് നമ്മൾ NCERT കാൽക്കുലേറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ അതെത്രയാണ്? 0.7 ആണ് എന്തത്? ഫാറ്റിൻ്റെത്. 0.9 ആണ് പ്രോട്ടീൻ്റെത്. ഓൾവേസ് 1 ആണ് കാർബോഹൈഡ്രേറ്റിൻ്റെത് RQ. മറന്നു വരുന്നത്. റെസ്പിറേറ്ററി കോഷ്യൻ്റ് ഓർ RQ. റെസ്പിറേറ്ററി റേഷ്യോ ഓർ റെസ്പിറേറ്ററി കോഷ്യൻ. CO2 ഇവോൾവ് ഡിവൈഡഡ് ബൈ O2 കൺസ്യൂംഡ്. കാർബോഹൈഡ്രേറ്റിൻ്റെ എത്രയാണ്? കാർബോഹൈഡ്രേറ്റിൻ്റെ RQ ഓൾവേസ് എത്രയാണ്? 1 ആണ്. ഫാറ്റിൻ്റെ 0.7 ആണ്. 0.9 ആണ് പ്രോട്ടീൻ്റെ. ഓക്കെ അല്ലേ? ഇതാണ് RQ. ദെൻ ഫെർമെൻറ്റേഷൻ മറന്നു വരുന്നത്. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനും ആൽക്കോളി ഫെർമെൻറ്റേഷനും. ഓക്കെ, അതിൻ്റെ കോമൺ സ്റ്റെപ്പാണ്. എയറോബിക്കിൻ്റെയും അനേറോബിക്കിൻ്റെയും കോമൺ സ്റ്റെപ്പാണ് ഗ്ലൈക്കോളിസ്. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിൽ പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡായിട്ട് മാറുന്നു. എൻസൈം ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജിനേസ് ആണ്. ആൽക്കോളി ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പൈറുവിക് ആസിഡ് എത്തനോളും കാർബൺ ഡയോക്സൈഡ് ആവുന്നു. അവിടെ എൻസൈം ഏതാ? 2 എൻസൈം ഉണ്ട്. പൈറുവേറ്റ് ഡി കാർബോക്സിലേസും അതുപോലെ തന്നെ ആൽക്കഹോൾ ഡീഹൈഡ്രോജിനേസ്. 2 എൻസൈമാണ്. ആൽക്കഹോളിക് ഡീഹൈഡ്രോജിനേസും പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസും ഒരു ഡീകാർബോക്സിലേസും. 2 enzymes are involved in alcoholic fermentation.
ആൽക്കഹോളി ഫെർമെൻറ്റേഷൻ്റെ എൻ പ്രോഡക്റ്റ് എത്തനോളും കാർബൺ ഡയോക്സൈഡാണ്. ക്ലിയർ? അപ്പോൾ ഫെർമെൻറ്റേഷൻ മറക്കരുത്. ഈസ്റ്റിൽ 13% ആകുമ്പോഴേക്ക് ഈസ്റ്റ് പോയ്സൺ ദംസെൽസ് ആണ്. മറന്നു വരുതേ, ഈസ്റ്റ് പോയ്സൺ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. ഈസ്റ്റ് പോയ്സൺ ദംസെൽ 13% കോൺസെൻട്രേഷൻ ആകുമ്പോഴേക്ക് ഈസ്റ്റ് പോയ്സൺ ആകുന്നു. ഫെർമെൻറ്റേഷൻ പഠിച്ചു, ആൽക്കഹോളിക്കും ലാക്റ്റിക് ആസിഡും. ഗ്ലൈക്കോളിസ് പഠിച്ചു. ഗ്ലൈക്കോളിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തായിട്ട് മാറുന്നുണ്ട്? സൂക്രോസും ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കുന്ന എൻസൈമാണ് എന്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇൻവേർട്ടേഴ്സ് എന്ന് പറഞ്ഞ എൻസൈമാണ്. പിന്നെയാണ് എക്സോകൈനേസ് ആണ് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നത്. മറന്നു വരുതേ, ഇൻവേർട്ടേഴ്സ് എന്ന എൻസൈമാണ് സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നത്. അത് ഗ്ലൈക്കോളിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പെയാണ്. ദെൻ ഗ്ലൈക്കോളിസിൻ്റെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആക്കുന്നത് എക്സോകൈനേസ് ആണ്. ഈ 2 എൻസൈമാണ് ഗ്ലൈക്കോളിസിൽ പഠിക്കാറ്. ടോട്ടൽ 10 എൻസൈംസ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് NCERTയിൽ 10 എൻസൈംസിൻ്റെ പേരില്ല. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ റെസ്പിറേഷനിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്തേ. നമ്മൾ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ദ ഫസ്റ്റ് റിവേഴ്സിബിൾ റിയാക്ഷൻ ഓഫ് ഗ്ലൈക്കോളിസിസ് കാറ്റലൈസ്ഡ് ബൈ ഡാഷ്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ. അതാണ് എക്സോകൈനേസ് ആണ്. ഓക്കെ, ഗ്ലൂക്കോസും ഫ്രക്ടോസും, സൂക്രോസിന് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കുന്നത് ഇൻവേർട്ടേഴ്സ് ആണ്. ദെൻ ഗ്ലൂക്കോസിന് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആക്കുന്ന എൻസൈം ഹെക്സോകൈനേസ് ആണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? റെഡി. നമ്പർ 2, വാട്ട് ഈസ് ദ റോൾ ഓഫ് NAD ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ? സെല്ലുലാർ റെസ്പിറേഷനിൽ NAD റോൾ എന്താ? ഇറ്റ് ഫംഗ്ഷൻ ആസ് എൻസൈം, ഇറ്റ് ഫംഗ്ഷൻ ആസ് ഇലക്ട്രോൺ കാരിയർ, ഇറ്റ് ഈസ് എ ന്യൂക്ലിയോട്ടൈഡ് സോഴ്സ് ഫോർ ATP സിന്തസിസ്, ഇറ്റ് ഈസ് എ ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഫോർ അനേറോബിക് റെസ്പിറേഷൻ. ഓപ്ഷൻ ബിയും ഇവിടെ ശരിയാണ്, ഓപ്ഷൻ സിയും ശരിയാണേ. ഇലക്ട്രോൺ കാരിയറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട് NAD. NAD എന്ന് പറഞ്ഞാൽ ഒരു കോഎൻസൈം ഒക്കെ തന്നെയാണ്. അത് സെല്ലുലാർ റെസ്പിറേഷനിൽ ഇലക്ട്രോൺ കാരിയറായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇലക്ട്രോണിനെ ക്യാരി ചെയ്യുന്നുണ്ട്. പിന്നെയോ അതുപോലെ തന്നെ ന്യൂക്ലിയോട്ടൈഡ് സോഴ്സ് ഫോർ ATP സിന്തസിസ്, ATP സിന്തസിന് ന്യൂക്ലിയോട്ടൈഡ് സോഴ്സ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഓപ്ഷൻ ബിയും സിയും ശരിയാണ് കേട്ടോ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോസസ് കാർബൺ ഡയോക്സൈഡ് ഈസ് നോട്ട് റിലീസ്ഡ്? താഴെ തന്നിരിക്കുന്ന പ്രോസസ്സിൽ CO2 ഇവോൾവ് ചെയ്യാത്ത പ്രോസസ് ഏതാണ്? എറോബിക് റെസ്പിറേഷൻ, എറോബിക് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, എറോബിക് റെസ്പിറേഷൻ ഇൻ ആനിമൽസ്, ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. ഏതാണ്? ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ആണ്, ഓർ ലാക്റ്റേറ്റ് ഫെർമെൻറ്റേഷൻ ആണ്. ബാക്കി പറയുന്ന എറോബിക് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ആയിക്കോട്ടെ, എറോബിക് റെസ്പിറേഷൻ ഇൻ ആനിമൽസ് ആയിക്കോട്ടെ, ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ആയിക്കോട്ടെ, ഈ 3 പ്രോസസ്സിലും CO2 ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിൽ മാത്രമാണ് കാർബൺ ഡയോക്സൈഡ് ഇവോൾവ് ചെയ്യാത്തത്. അവിടെ ലാക്റ്റിക് ആസിഡ് ആണ് എൻ പ്രോഡക്റ്റ്, CO2 ഫോം ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഇൻ 1 ടേൺ ഓഫ് സിട്രിക് ആസിഡ് സൈക്കിൾ. ഏതാ? 1 ആണ് റൈറ്റ് ആൻസർ. ഞാൻ പറഞ്ഞു 2 ക്രബ് സൈക്കിൾ നടക്കുന്നുണ്ട്. കാരണം ഗ്ലൈക്കോളിസിൽ 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നതുകൊണ്ട് ഈച്ച് പൈറുവിക് ആസിഡ് കൺവേർട്ടർ ഇൻ ടു അസറ്റൈൽ കോഎൻസൈം A. സോ 2 മോളിക്യൂൾ പൈറുവിക് ആസിഡിൽ നിന്നും 2 അസറ്റൈൽ കോഎൻസൈം A ഫോം ചെയ്യുന്നുണ്ട്. ഓരോരു അസറ്റൈൽ കോഎൻസൈം Aയും ക്രബ് സൈക്കിൾ എൻ്റർ ചെയ്യുന്നുണ്ട്. ടോട്ടൽ 2 ക്രബ് സൈക്കിൾസ് ആർ ടേക്ക് പ്ലേസ്. 2 ക്രബ് സൈക്കിൾ നടക്കുന്നുണ്ട്. ഒരു ക്രബ് സൈക്കിൾ 12 ATP, അപ്പോൾ 2 ക്രബ് സൈക്കിൾ 24 ATP നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഇൻ സിട്രിക് ആസിഡ് സൈക്കിൾ, സിട്രിക് ആസിഡ് സൈക്കിളിൽ ഒരു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. എന്താ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ? സബ്സ്ട്രേറ്റ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ADPക്ക് കൊടുത്തിട്ട് ATP ഉണ്ടാക്കുന്ന ടൈപ്പ് എന്താണ് ഫോസ്ഫോറിലേഷൻ നമ്മൾ പറയുന്ന പേരാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. ഗ്ലൈക്കോളിസിൽ 2 സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട്. എന്നാൽ ക്രബ് സൈക്കിളിൽ GDPയിൽ നിന്ന് GTP ഉണ്ടാവുന്ന പ്ലേസിൽ മാത്രമാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. You just take the diagram of Krebs cycle or TCA cycle or citric acid cycle. ഒരു തവണ മാത്രമാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. അത് നമുക്കറിയാം സക്സിനിൽ കോയിൻസൈമേ സക്സിനിക് ആസിഡ് ആവുന്ന സമയത്താണ്. ഓക്കെ, സക്സിനിൽ കോയിൻസൈമേ നിങ്ങളുടെ NCERT ഡയഗ്രത്തിൽ ഉണ്ടാവില്ല. ജസ്റ്റ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് നേരിട്ട് സക്സിനിക് ആസിഡ് എന്നാണ് NCERT കൊടുത്തത്. പക്ഷേ നോട്ട് കൊടുത്തിട്ടുണ്ട്, ഡയഗ്രത്തിലല്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സക്സിനിൽ കോയിൻസൈമേ ഉണ്ടാകുന്നത് അവിടെ നിന്നാണ് സക്സിനിക് ആസിഡ് ഉണ്ടാകുന്നത്. അവിടെ GDPയിൽ നിന്ന് GTP ഉണ്ടാകുന്നുണ്ട്. അവിടെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. വേറെ എവിടെയും സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്നില്ല. സോ ആൻസർ 1, ഓപ്ഷൻ ബി 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഫിഫ്ത്ത് വൺ, RQ വാല്യൂ ഓഫ് ട്രൈപാൽമെറ്റിൻ. ട്രൈപാൽമെറ്റിൻ ഒരു ഫാറ്റിന് എക്സാമ്പിളാണ്. 0.7 ആണ്, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. 0.9 പ്രോട്ടീൻ്റെതാണ്, കാർബോഹൈഡ്രേറ്റിൻ്റെതാണ് 1. ഓക്കെ, സോ ഓപ്ഷൻ സി 0.7 ഈസ് ദ RQ ഓഫ് ട്രൈപാൽമെറ്റിൻ. ഒരു ഫാറ്റി ആസിഡാണ് കേട്ടോ. സിക്സ്ത് വൺ, വേർ ഈസ് റെസ്പിറേറ്ററി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ലൊക്കേറ്റഡ് ഇൻ പ്ലാന്റ്സ്? അതായത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം റെസ്പിറേഷനിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ. എവിടെയാ?
ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ETS എവിടെയാണ്? ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ്. അവിടെയാണ് ഇലക്ട്രോൺ കാരിയേഴ്സ് ഒക്കെ ഉള്ളത്. സോ ഓപ്ഷൻ സി ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ഈസ് ദ റൈറ്റ് ആൻസർ. 7th one, which of this statement is incorrect? Enzyme of TCA cycle are present in mitochondrial matrix. Glycolysis occurs in cytosol എന്നാണ് cytoplasm ആണ്. Glycolysis operate as long as it is supplied with NAD that can pick up a hydrogen atom. Oxidative phosphorylation take place in outer mitochondrial membrane. Outer mitochondrial membrane ലാണോ oxidative phosphorylation നടക്കുന്നത്? അത് inner mitochondrial membrane തന്നെയല്ലേ? അവിടുന്ന് മാട്രിക്സിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് കാണപ്പെടുന്നുള്ളൂ. പക്ഷേ നമ്മുടെ F0യും F1 ഒക്കെ ഉള്ളത് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ്. അപ്പോൾ അത് തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. കാരണം ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത് ഔട്ടർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലല്ല, ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ്. സോ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ നിന്ന് മാട്രിക്സിലേക്കാണ് ഇത് പ്രൊട്രൂഡ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ അല്ലേ? ഇതാണ് 7th question. 8th one, which statement is wrong for Krebs cycle? Krebs cycle wrong statement. There is one point in the cycle where FAD is reduced to FADH2. During conversion of succinyl coenzyme to succinic acid, a molecule of GTP synthesized. Cycle start with the condensation of acetyl group with pyruvic acid. അത് തെറ്റല്ലേ? അസറ്റൈൽ ഗ്രൂപ്പ് എന്താണ്? പൈറുവിക് ആസിഡ് ആയിട്ടാണോ സിട്രിക് ആസിഡ് കമ്പൈൻ ചെയ്യുന്നത്? ഓക്സാൽ അസറ്റിക് ആസിഡ് ആയിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് Krebs cycle ആയിട്ട് റോങ് ആയിട്ടുള്ളത്. ബാക്കി എയും ബിയും ഡി എന്താ? There are 3 points in the cycle where NAD is reduced to NADH. 3 സ്ഥലത്ത് NADH ഫോം ചെയ്യുന്നുണ്ട്. എയും ബിയും ഡിയും കറക്റ്റാണ് Krebs cycle ആയിട്ട്. അത് റോങ് ആയിട്ടുള്ളത് സൈക്കിൾ സ്റ്റാർട്ട് വിത്ത് കണ്ടൻസേഷൻ ഓഫ് അസറ്റൈൽ ഗ്രൂപ്പ് വിത്ത് പൈറുവിക് ആസിഡ് ടു yield സിട്രിക് ആസിഡ് അല്ല, ഓക്സാല അസറ്റിക് ആസിഡുമായിട്ട് അസറ്റൈൽ കോയിൻസൈമയെ കമ്പൈൻ ചെയ്തിട്ടാണ് സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. 9th one, oxidative phosphorylation is dash. Formation of ATP by transfer of phosphate group from substrate to ADP. Oxidation of phosphate group in ADP. എന്താണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ്. ഇതൊക്കെ എ ബി എന്നാണ് കൊടുക്കേണ്ടത്. എ ബി സി ഡി. ഇതിൽ ഏതാണ്? ഡി ആണ്. ഫോർമേഷൻ ഓഫ് ATP ബൈ എനർജി റിലീസ് ഫ്രം ഇലക്ട്രോൺസ് റിമൂവ് ഡ്യൂറിങ് സബ്സ്ട്രേറ്റ് ഓക്സിഡേഷൻ. സബ്സ്ട്രേറ്റ് ഓക്സിഡേഷനാണ് ഫോം ചെയ്യുന്നത് കേട്ടോ. ATP ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കമ്പൈൻ ചെയ്ത് ATP ഉണ്ടാവുമല്ലേ? So oxidative phosphorylation is formation of ATP by transfer of energy released from electrons removed during substrate oxidation. So option D ആണ് right answer. 9th question, option D is the right answer. Okay, then 10th question. Overall goal of glycolysis, Krebs cycle and electron transport system is the formation of dash. എന്താണ് ഈ ഗ്ലൈക്കോളിസിൻ്റെയും Krebs cycleൻ്റെയും ETSൻ്റെയും റോള്? ATP in one large oxidation reaction, sugars, nucleic acid, ATP in small stepwise unit അല്ലേ? ATPനെ സ്മോൾ സ്റ്റെപ്പ് വൈസ് യൂണിറ്റ് ആയിട്ട് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഗ്ലൈക്കോളിസിൻ്റെയും Krebs cycleൻ്റെയും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെയും റോള്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ATP in small stepwise unit. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റെസ്പിറേഷൻ എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ, സിമ്പിൾ ചാപ്റ്റർ, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താ? നിങ്ങൾ എന്താ ഈ ചാപ്റ്റർ നിങ്ങൾ മനസ്സിലാക്കിയത്? പ്ലാന്റ് ഹോർമോൺ, ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകൈനിൻ, എത്തിലിൻ, അബ്സസിക് ആസിഡ്, ഈ 5 ഹോർമോണിൻ്റെ ഡിസ്കവറി, ഈ 5 ഹോർമോണിൻ്റെ ഫിസിയോളജിക്കൽ റോൾ, ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം, പഠിച്ചിട്ടുണ്ടാവും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. പിന്നെ ഫോട്ടോ പീരിയോഡിസം, വേർണലൈസേഷൻ. പിന്നെ ആദ്യം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? തുടക്കത്തിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഗ്രോത്ത് റേറ്റ് പഠിച്ചിട്ടുണ്ട്. അരിത്തമെറ്റിക് ഗ്രോത്തും ജോമെട്രിക് ഗ്രോത്തും. അരിത്തമെറ്റിക് ഗ്രോത്തിൻ്റെ ഗ്രാഫ് ലീനിയർ ആണ്, മറന്നത് നമ്മൾ പഠിച്ചാണ്. ലീനിയർ കർവാണ് അരിത്തമെറ്റിക് ഗ്രോത്ത്. അത് കാണാനുള്ള ഇക്വേഷൻ മറന്നത് LT = L0 + RT. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞ ഏതാണ്? ജോമെട്രിക് ഗ്രോത്ത് ആണ്. അത് സിഗ്മോയിഡ് ആണ് അല്ലേ? ലാഗ്, ലോഗ്, സ്റ്റേഷനറി. അത് ഫേസിൻ്റെ ഇത് മറന്നു വരുതേ. ലാഗ്, ലോഗ് ഓർ എക്സ്പൊണൻഷ്യൽ, ദെൻ സ്റ്റേഷനറി. 3 ഫേസുകൾ. അത് കാണാനുള്ള ഇക്വേഷൻ തരുന്നു. W1 = W0 e⁻ RT. ഈ എന്ന് പറഞ്ഞാൽ ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതാണ്. അതിൻ്റെ വാല്യൂ 2.71828 ആണ്. അപ്പോൾ ഈ 2 ഗ്രോത്ത് റേറ്റ് മറന്നു വരുന്നത്. അരിത്തമെറ്റിക് ഗ്രോത്തിൻ്റെ കർവ് ലീനിയർ കർവാണ്, ജോമെട്രിക്കിൻ്റെത് സിഗ്മോയിഡ് കർവാണ്. സിഗ്മോയിഡ് കർവാണ് നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന ഒരാളുടെ ഗ്രോത്ത് കർവ് എന്ന് പറഞ്ഞാൽ സിഗ്മോയിഡ് കർവാണ്, ഓർ എസ് ഷേപ്ഡ് കർവ്. അതിന് 3 ഫേസ് ഉണ്ട്: ലാഗ്, ലോഗ്, സ്റ്റേഷനറി. അതിൻ്റെ ഫൈനൽ സൈസ് W1 കാണാനുള്ള ഇക്വേഷൻ എന്താ? W1 = W0 e⁻RT or e⁻RT. R എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് ആണ്, T ടൈമാണ്, ഈ ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതാണ്, W0 ഇനീഷ്യൽ ഗ്രോത്ത് ആണ് അല്ലേ, ഇനീഷ്യൽ സൈസാണ്, മറന്നു വരുത്. ഇത് സിഗ്മോയിഡ്, ഇത് എന്താണ് ലീനിയർ. ഈ ഇക്വേഷൻ മറന്നു വരുത്. അരിത്തമെറ്റിക് ഗ്രോത്തിൽ ഫോളോയിങ് മൈറ്റോട്ടിക് ഡിവിഷൻ ഓൺലി 1 ഡോട്ടർ സെൽ ഡിവൈഡ്, അതർ ഡിഫറൻഷിയേറ്റ് ആൻഡ് മെച്ചർ ആണ്. ജോമെട്രിക്കിൽ ഓൾ സെൽ ഡിവൈഡ് ആണ്.
അതിന് ലാഗ് ലോഗ് സ്റ്റേഷനറി 3 ഫേസ് ഉണ്ട്, മറന്നു വരുതേ. പിന്നെ പ്ലാസ്റ്റിസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസ്റ്റിസിറ്റിയിൽ നമ്മൾ എട്രോഫിലിയാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലീഫ് ഫോം ചെയ്യും. എക്സാമ്പിൾ ലാക്സ്പർ, കോട്ടൺ, ബട്ടർകപ്പ് അവേർഡ്സ്. ബട്ടർകപ്പാണ് എൻവയോൺമെൻറ്റ് എട്രോഫിലിക്ക് എക്സാമ്പിൾ ബട്ടർകപ്പാണ്. കാരണം അത് അക്വാട്ടിക് ലീഫും ടെറസ്ട്രിയൽ ലീഫും ഡിഫറെൻ്റ് ആണ്. അതാണ് എൻവയോൺമെൻറ്റിൽ ഉള്ള ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്ന പ്ലാസ്റ്റിസിറ്റിയാണ്. എന്താ പ്ലാസ്റ്റിസിറ്റി? എൻവയോൺമെൻറ്റിലുള്ള ചേഞ്ചിനോടുള്ള പ്ലാന്റിൻ്റെ റെസ്പോൺസ് ആണ്. ആൻഡ് പ്ലാന്റ് ഫോമിങ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രക്ചർ, ദാറ്റ് ഈസ് കോൾഡ് പ്ലാസ്റ്റിസിറ്റി. അതിൻ്റെ എക്സാമ്പിളാണ് എട്രോഫിലി. എട്രോഫിലിക്ക് എക്സാമ്പിൾ ലാക്സ്പർ, കോട്ടൺ, ബട്ടർകപ്പ് ഒക്കെ നമ്മൾ എക്സാമ്പിൾ പഠിച്ചത്. അതിൽ എന്താണ് ബട്ടർകപ്പ് എൻവയോൺമെൻറ്റിലുള്ള ചേഞ്ചോടുള്ള എട്രോഫിലിയാണ്. ബാക്കിയൊക്കെ എന്താണ് ജുവനൈൽ ഫേസും അഡൾട്ടൊക്കെയാണ് ലാക്സ്പർ. മറന്നു വരുതേ. പ്ലാസ്റ്റിസിറ്റി, എട്രോഫിലി മറന്നു വരുത്. പിന്നെ ഡിഫറൻസിയേഷനും ഡിഫറൻസിയേഷനും റീഡിഫറൻസിയേഷനും മറന്നു വരുത്. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ സൈലത്തിൻ്റെ ഒക്കെ ഫോമേഷൻ അതിന് എക്സാമ്പിളാണ്. ട്രക്കീഡ്സിൻ്റെ ഒക്കെ ഫോമേഷൻ. എന്താണ് ഡിവൈഡിങ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മെച്ചർ ചെയ്യും, അതാണ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുകൂടി റീഗെയിൻ ചെയ്യും, അതാണ് ഡിഫറൻസിയേഷൻ. റീഡിഫറൻസിയേഷൻ വൺസ് അഗെയിൻ ലോസ് ചെയ്യും. അതിനൊക്കെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, മറന്നു വരുത്. ഇൻട്രാസെല്ലുലാർ ക്യാമ്പിയത്തിൽ നിന്ന് ഇൻട്രാസെല്ലുലാർ മെരിസ്റ്റം ഉണ്ടാകുന്നത്, ക്യാമ്പിയ ഉണ്ടാകുന്നത് എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ രണ്ടാമത്തെ ഡിഫറൻസിയേഷൻ എക്സാമ്പിളാണ്. റീഡിഫറൻസിയേഷനോ അതൊന്നും കൂടി എന്ത് ചെയ്യുക? നമ്മുടെ സെക്കൻഡറി സൈലും സെക്കൻഡറി ഫ്ലോ ഒക്കെ ഉണ്ടാകുന്നില്ലേ, അതാണ് എന്തിന് എക്സാമ്പിൾ? റീഡിഫറൻസിയേഷൻ. 3 മറന്നു വരുത്, 3ൻ്റെ എക്സാമ്പിൾ മറന്നു വരുത്. പിന്നെ ഉള്ളത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. ഓക്സിൻ്റെ ഡിസ്കവറി നമ്മുടെ ഡാർവിൻ്റെ സണ്ണായിട്ടുള്ള ഫ്രാൻസിസ് ഡാർവിൻ അവരുടെ എക്സ്പെരിമെൻറ്റ് കോളിയോപ്റ്റയിൽ ബെൻഡ് ചെയ്യുന്നുണ്ട്. എൻ്റയർ ആയിട്ട് ബെൻഡ് ചെയ്യാൻ കാരണം ഓക്സിജൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് ആണ്. FW വെൻ്റാണ് ഇതിനെ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തത്. പിന്നെ അതിൻ്റെ 8 ഫിസിയോളജിക്കൽ റോള് മറന്നു വരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. സൈലം ഡിഫറൻസിയേഷൻ, സെൽ ഡിവിഷൻ, ഓക്കെ, എന്താണ് റൂട്ട് ഇനീസിയേഷൻ, സ്റ്റെം കട്ടിങ്, ഓക്കെ, പാർത്തനോകാർപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലവറിങ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, 2,4-D എന്ന് പറഞ്ഞ ഓക്സിൻ ഹെർബിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഓക്കെ, വീഡ് ഫ്രീ ലോൺസ് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓക്സിൻ്റെ റോളാണ്. പിന്നെ നമ്മുടെ എപ്പിക്കൽ ഡോമിനൻസ് മറന്നു. ഓക്കെ, ഗ്രോയിങ് എപ്പിക്കൽ ബഡ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്, ദാറ്റ് ഈസ് കോൾഡ് എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസിന് കാരണമായിട്ടുള്ള ഹോർമോൺ ഓക്സിനാണ്. അത് ഓവർകം ചെയ്യുന്നത് സൈറ്റോകൈനിനാണ്. മറന്നു വരുത്, സൈറ്റോകൈനിൻ ഓവർകം എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസിന് കാരണമായിട്ടുള്ളത് നമ്മുടെ ഓക്സിനാണ്. ഓക്സിൻ സിന്തസൈസ് ചെയ്യുന്ന റൂട്ട് ടിപ്പിലും ഷൂട്ട് ടിപ്പിലാണ്. എന്നിട്ട് അത് അതിൻ്റെ ആക്ഷൻ സൈറ്റിലെ മൈഗ്രേറ്റ് ചെയ്യാണ്. 8 റോൾ മറന്നു വരുന്നത്. അതുപോലെ ജിബർലിൻ ഷുഗർ കെയിനിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈൽഡ് കൂടുന്നുണ്ട്. ആപ്പിളിൻ്റെ ഒക്കെ സൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഷേപ്പ് മെയിൻറ്റെയിൻ സഹായിക്കുന്നുണ്ട്. ഗ്രേപ്പിൻ്റെ സ്റ്റോക്കിൻ്റെ ആക്സസ് ലെങ്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാൾട്ടിംഗ് പ്രോസസ്സിനും ബ്രൂയിങ് ഇൻഡസ്ട്രി. ബോൾട്ടിംഗ്, ഇൻ്റർനോഡ് ഇലോങ്ങേഷൻ ജസ്റ്റ് പ്രയർ ടു ഫ്ലവറിംഗ് ഈസ് കോൾഡ് ബോൾട്ടിംഗ്. അതിന് സഹായിക്കുന്നതൊക്കെ ജിബർലിനാണ്. ഓക്കെ, അപ്പോൾ ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകൈനിൻ ഹെറിംഗ് സ്പെർം DNA ഓട്ടോക്ലേവ് ചെയ്തപ്പോഴാണ് കൈനറ്റിൻ ഫോമിൽ ആദ്യമായിട്ട് കിട്ടി. നാച്ചുറൽ ഫോമിൻ്റെ പേര് സിയാറ്റിനാണ്. റാപ്പിഡ് സെൽ ഡിവിഷൻ നടക്കുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് സൈറ്റോകൈനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റോള് ഫോർമേഷൻ ഓഫ് ലീവ്സ്, ക്ലോറോപ്ലാസ്റ്റ് ഇൻ ലീവ്സ് ഒക്കെ റോളാണ്. പിന്നെ അതുപോലെ ന്യൂട്രിയൻ്റ് മൊബിലൈസേഷൻ, ലീഫ് സെനസൻസ് ഡിലേ ചെയ്യുന്നു, പിന്നെ എപ്പിക്കൽ ഡോമിനൻസ് ഓവർകം ചെയ്യുന്നു. ഇതൊക്കെ സൈറ്റോകൈനിൻ്റെ റോളാണ്. മറന്നുപോയത് N6 ഫർഫ്യൂറൈൽ അമിനോപ്യൂരിൻ, ആ ഫോമിലാണ്. അഡിനിൻ ഡെറിവേറ്റീവ് ആണ് ആര്? സൈറ്റോകൈനിൻ. ഓക്സിനോ IA ആണ്, ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്, ഇൻഡോൾ കോമ്പൗണ്ട് ആണ് ഓക്സിൻ. ഓക്കെ, അബ്സസിക് ആസിഡ് അതുപോലെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് ഹോർമോണാണ് എത്തിലിൻ. ഓക്കെ, അബ്സസിക് ആസിഡ് ഡോർമൻസി, അബ്സഷൻ സഹായിക്കുന്ന ഹോർമോണാണ്. സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ആളാണ് അബ്സസിക് ആസിഡ്. എത്തിലിന് ഒരുപാട് റോളുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡൈക്കോട്ട് സീഡ്ലിങ്സിൻ്റെ ഹൂക്ക് ഫോമേഷൻ, റൂട്ട് ഹെയർ ഗ്രോത്ത്, ഓക്കെ, കുക്കുംബറിലൊക്കെ ഫീമെയിൽ ഫ്ലവർ പ്രൊഡക്ഷൻ. എത്തിലിൻ്റെ സോഴ്സാണ് എത്തിഫോൺ. ഏറ്റവും മെയിനായിട്ടുള്ള എത്തിലിൻ്റെ ഫംഗ്ഷൻ റൈപ്പനിങ് ആണ്. ഓക്കെ, പിന്നെ ഡോർമൻസി ബ്രേക്ക് ചെയ്യുന്ന ഹോർമോണാണ് എത്തിലിൻ. എത്തിലിൻ്റെ റോളും ഓക്സിൻ്റെ റോളാണ് കൂടുതൽ പഠിക്കാനുള്ളത്. ഈ 5 റോളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. പിന്നെ വേർണലൈസേഷനും സീ ഡോർമൻസിയും ഫോട്ടോ പീരിയോഡിസ് ഞങ്ങൾ പറഞ്ഞു. ലോങ് ഡേ പ്ലാന്റ്സ്, ഷോർട്ട് ഡേ പ്ലാന്റ്സ്, ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. ലോങ് ഡേ പ്ലാന്റ്സിന് എന്താണ് ക്രിട്ടിക്കൽ ഡ്യൂറേഷനെക്കാട്ടും കൂടുതൽ ലൈറ്റ് വേണം, കൂടുതൽ ഡേ, അതാണ് ലോങ് ഡേ പ്ലാന്റ്സ്. അവിടെ ഡാർക്ക്നെസ് ഓർ നൈറ്റ് കുറച്ച് മതി, അതാണ് ലോങ് ഡേ പ്ലാന്റ്സ്. ഷോർട്ട് ഡേ പ്ലാന്റ്സ് നേരെ ഓപ്പോസിറ്റ് ആണ്, കൂടുതൽ സമയം ഡാർക്ക്നെസ്സും കുറച്ച് ലൈറ്റുമാണ് വേണ്ടത്, അതാണ് ഷോർട്ട് ഡേ പ്ലാന്റ്സ്. ഡേ ന്യൂട്രലോ ഇൻഡിപെൻഡൻ്റ് ഓഫ് ലൈറ്റ് ആണ്. ലൈറ്റ് ഇൻഡ്യൂസ് ചെയ്യുന്നതും ഫ്ലവറിംഗ് തമ്മിൽ ഒരു ബന്ധമില്ലാത്ത പ്ലാന്റ്സ് ആണ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് ഓർ ഫോട്ടോ ന്യൂട്രൽ പ്ലാന്റ്സ്. ലോങ് ഡേ പ്ലാന്റ്സിൽ ക്രിട്ടിക്കൽ ഡ്യൂറേഷനെക്കാട്ടും എബോവ് ആവുന്ന സമയത്ത് ഫ്ലവറിംഗ്. NCERT ഡയഗ്രാം മറന്നു വരുത്. അതിൽ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ, ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ കുറയുന്ന സമയത്ത് എന്താണ്? നോ ഫ്ലവറിംഗ് ആണ് ലോങ് ഡേയിൽ. സെക്കൻഡ് ഡയഗ്രത്തിൽ ഷോർട്ട് ഡേ പ്ലാന്റ്സ് ആണ്. ക്രിട്ടിക്കൽ ഡ്യൂറേഷനെക്കാട്ടും എബോവ് ആകുമ്പോൾ നോ ഫ്ലവറിംഗ്, ബിലോ ആകുമ്പോൾ ആണ് ഫ്ലവറിംഗ്. ഡേ ന്യൂട്രലിൽ ഒരു ചേഞ്ചും ഇല്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. അതാണ് ഫോട്ടോ പീരിയോഡിസം. പിന്നെ ഈ പറയുന്ന ലൈറ്റിൻ്റെ ഡാർക്ക്നെസ്സിൻ്റെയും എന്താണ് പെർസെപ്ഷൻ സൈറ്റ് ലീഫാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? ഹോർമോണൽ സബ്സ്റ്റൻസ് ഉണ്ട്, ഫ്ലോറിജൻ എന്നാണ് ഹോർമോണിൻ്റെ പേര്, അതാണ് ഫ്ലവറിങ്ങിന് കാരണമായിട്ടുള്ള ഹോർമോൺ. ഓക്കെ, പിന്നെ വേർണലൈസേഷൻ ആണ്, ചില്ലിങ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ലൈറ്റ് കൊടുത്ത് ഫ്ലവറിങ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോ പീരിയോഡിസം. ദെൻ നമ്മൾ ടെമ്പറേച്ചർ കോൾഡ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് അല്ലെങ്കിൽ ചില്ലിങ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് വേർണലൈസേഷൻ പറയാം. ടെമ്പറേച്ചർ കുറച്ചിട്ട് ഫ്ലവറിങ് ഇൻഡ്യൂസ് ചെയ്യുക, അതാണ് വേർണലൈസേഷൻ.
ബൈനിയൽ അതിന് എക്സാമ്പിളാണ്. ക്യാരറ്റ് പോലുള്ള, ക്യാബേജ് പോലുള്ള ബൈനിയൽ പ്ലാന്റ്സ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പ്രിംഗ് വെറൈറ്റിയും ഓട്ടം വെറൈറ്റിയും അല്ലേ, നമ്മുടെ വീറ്റ്, ബാർലി, റേ പോലുള്ള പ്ലാന്റ്സ്. ഓക്കെ, സ്പ്രിംഗ് വെറൈറ്റിയും ഓട്ടം വെറൈറ്റിയും ഇതൊക്കെ വെർണലൈസേഷൻ എക്സാമ്പിളാണ്. പിന്നെ സീ ഡോർമൻസി പഠിച്ചത്. സീ ഡോർമൻസി ബ്രേക്ക് ചെയ്യാനുള്ള മെക്കാനിക്കൽ അബ്രേഷൻസ് ഫോം ചെയ്യുക, സാൻഡ് പേപ്പർ കൊണ്ടൊക്കെ റബ്ബ് ചെയ്യുക. ഓക്കെ, ഇതാണ് സീ ഡോർമൻസി. ഇത്രയും കാര്യങ്ങളാണ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പ്രോസസ് ഓഫ് ഗ്രോത്ത് ഈസ് ഓക്കെ മാക്സിമം എവിടെയാണ്? മാക്സിമം ആണ്. മാക്സിമം എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റഡ് അല്ല. പ്രോസസ് ഓഫ് ഗ്രോത്ത് ഈസ് മാക്സിമം ഇൻ ലോഗ് ഫേസ്, ലാഗ് ഫേസ്, സെനസെൻസ്, ഡോർമൻസി. ഏത് ഫേസിലാണ് നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്? ജോമെട്രിക് ഗ്രോത്ത് പറഞ്ഞിട്ടുണ്ട്. ലോഗ് ഫേസ് ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ, ലോഗ് ഫേസ് ഇസ് ദ റൈറ്റ് ആൻസർ. നെയിം ദ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ വിച്ച് അപ്പോൺ സ്പ്രേയിങ് ഷുഗർ കെയിൻ ക്രോപ്പ് ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് സ്റ്റെം. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഏതാണ്? ജിബർലിൻ ഈസ് ദ റൈറ്റ് ആൻസർ. ജിബർലിൻ സ്പ്രേ ചെയ്യുമ്പോഴാണ് ഗ്രോത്ത് മാക്സിമം ആവുന്നത്. എവിടെ? ഷുഗർ കെയിൻ. തേർഡ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് ഗവേണിംഗ് സീ ഡോർമൻസി? ഇതിലേതാ? ജിബർലിക് ആസിഡാണ് ഇൻഹിബിറ്റിംഗ് സബ്സ്റ്റൻസ്. അല്ലാത്ത ബാക്കി എല്ലാവരും എന്താണ് സീ ഡോർമൻസിക്ക് ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളുകളാണ്. സോ ഓപ്ഷൻ എ, ജിബർലിക് ആസിഡാണ് റൈറ്റ് ആൻസർ. അടുത്ത്, ഇറ്റ് ടേക്സ് വെരി ലോങ് ടൈം ഫോർ പൈനാപ്പിൾ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ്. വിച്ച് കോമ്പിനേഷൻ ഹോർമോൺ ക്യാൻ ബി അപ്ലൈഡ് ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ് ഫ്ലവറിംഗ് ഇൻ പൈനാപ്പിൾ പ്ലാന്റ്സ്? ഏതാണ്? നമ്മുടെ ഓക്സിനും എത്തിലിനും ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ഓക്സിനും എത്തിലിനും കമ്പൈൻ ചെയ്ത് നമ്മൾ ആർട്ടിഫിഷ്യലി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവറിംഗ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് പൈനാപ്പിൾ. സോ ഓപ്ഷൻ ബി, ഓക്സിൻ ആൻഡ് എത്തിലിൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഫിഫ്ത്ത് വൺ, ഫ്രൂട്ട് ആൻഡ് ലീഫ് ഡ്രോപ്പ് അറ്റ് ഏർലി സ്റ്റേജ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ ആപ്ലിക്കേഷൻ ഓഫ് ഓക്സിൻ. ഓക്സിന് ഏർലി സ്റ്റേജിൽ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് എന്ത്? ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. ബട്ട് മെച്യൂരിറ്റി എത്തുമ്പോൾ അത് എന്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? ഡ്രോപ്പിംഗ് പ്രൊമോട്ട് ചെയ്യുന്നു. സോ ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? ദെൻ സിക്സ്ത് വൺ, you are given a tissue with its potential for differentiation in artificial culture. Which of the following pairs of hormone would you? അതായത് നമ്മൾ ടിഷ്യൂ കൾച്ചർ മീഡിയത്തിൽ ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് ഏതൊക്കെയാണ്? PGR ഏതൊക്കെയാണ്? ഓക്സിനും സൈറ്റോകൈനും ആണ് കേട്ടോ. സോ ഓപ്ഷൻ ബി, ഓക്സിൻ ആൻഡ് സൈറ്റോകൈനും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റും. കാരണം അവിടെ സെൽ ഡിഫറൻസിയേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഓക്സിനും സൈറ്റോകൈനും. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സെവൻത്ത് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഈസ് നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ? സിമ്പിൾ ക്വസ്റ്റ്യൻ. അബ്സസിക് ആസിഡ്. അബ്സസിക് ആസിഡ് എന്തുകൊണ്ടാണ് സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടാൻ കാരണം? എൻവയോൺമെൻറ്റിൽ സ്ട്രെസ് വരുന്ന സമയത്ത് അത് ഇറ്റ് സ്റ്റിമുലേറ്റ് ദ ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ. അങ്ങനെ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുമ്പോൾ വാട്ടർ ലോസ് ഒക്കെ, ട്രാൻസ്പിറേഷൻ റേറ്റ് ഒക്കെ മിനിമൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ട്രെസ് ഹോർമോൺ. വേരിയസ് കൈൻഡ്സ് ഓഫ് സ്ട്രെസ്സിനോട് റെസ്പോൺസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്നത്. അബ്സസിക് ആസിഡ്. ഓക്കെ, അബ്സസിക് ആസിഡ് ആൻറ്റഗോണിസ്റ്റ് ടു ജിബർലിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജിബർലിൻ ചെയ്യുന്ന ഫംഗ്ഷന് ഓപ്പോസിറ്റ് ആണ് അബ്സസിക് ആസിഡ്. അതുകൊണ്ടാണ് ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. എയ്ത്ത് വൺ, വാട്ട് ഈസ് ദ സൈറ്റ് ഓഫ് പെർസെപ്ഷൻ ഓഫ് ഫോട്ടോ പീരിയഡ് നെസറി ഫോർ ഇൻഡക്ഷൻ ഓഫ് ഫ്ലവറിംഗ്? ഏതാ? ലീവ്സ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ലീഫാണ് ഈ പറയുന്ന എന്തിൻ്റെ ലൈറ്റിൻ്റെയൊക്കെ പെർസെപ്ഷൻ. നമുക്കറിയാം ഷൂട്ട് മെരിസ്റ്റ് ആണ് ഫ്ലോറൽ മെരിസ്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ലീഫാണ് സൈറ്റ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. എയ്ത്ത് ക്വസ്റ്റ്യൻ, ലീവ്സ് ആർ ദ റൈറ്റ് ആൻസർ. ഫോട്ടോ പീരിയഡിൻ്റെ റെസ്പോൺസ് ചെയ്യുന്ന ഏരിയ ലീഫാണ്. നയൻത്ത് വൺ, ട്രീറ്റ്മെൻറ്റ് ഓഫ് സീഡ് അറ്റ് ലോ ടെമ്പറേച്ചർ അണ്ടർ മോയിസ്റ്റ് കണ്ടീഷൻ ടു ബ്രേക്ക് ഡോർമൻസി ഈസ് കോൾഡ്? എന്താ? വെർണലൈസേഷൻ ആണ്. ഓപ്ഷൻ സി, വെർണലൈസേഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. 10th one, സീ ഡോർമൻസി ഈസ് ഡ്യൂ ടു അബ്സസിക് ആസിഡ്. അബ്സസിക് ആസിഡാണ് ഡോർമൻസിക്കും എന്തിനൊക്കെ കാരണം, പിന്നെ പറയുന്ന ഡോർമൻസി അബ്സഷനൊക്കെ കാരണം അബ്സസിക് ആസിഡാണ്. സോ സീ ഡോർമൻസി കാരണമായിട്ടുള്ള ഹോർമോണാണ് അബ്സസിക് ആസിഡ്. സീ ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള ഹോർമോണാണ് എത്തിലിൻ. സീ ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ് എത്തിലിനാണ്. സീ ഡോർമൻസിക്ക് കാരണമാവുന്നത് അബ്സസിക് ആസിഡാണ്. സോ ഓപ്ഷൻ ബി, അബ്സസിക് ആസിഡ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇത്രയും കാര്യങ്ങളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയാനുള്ളത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, കണ്ടൻറ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്സിൻ അല്ല ജിബർലിനും നമ്മുടെ അബ്സസിക് ആസിഡുമാണ്. ഓക്സിൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അബ്സസിക് ആസിഡ്. ഓക്കെ, ABA ഈസ് ആൻറ്റഗോണിസ്റ്റ് ടു ജിബർലിൻ ആണ് കേട്ടോ. അബ്സസിക് ആസിഡാണ് ജിബർലിന് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്, നോട്ട് ഓക്സിൻ. ഓക്കെ, ആൻറ്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ഫംഗ്ഷൻ. ജിബർലിൻ ചെയ്യുന്ന ഫംഗ്ഷൻ്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്ന ആളാണ് അബ്സസിക് ആസിഡ്. സോ ഇറ്റ് ഈസ് കോൾഡ് അബ്സസിക് ആസിഡ് ഈസ് കോൾഡ് ആൻറ്റഗോണിസ്റ്റ് ടു ജിബർലിൻ. ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 2 മണിക്കൂറിൻ്റെ ലൈവായിരുന്നു. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. 5 ചാപ്റ്ററിൻ്റെ പ്ലാൻ ഫിസിയോളജിയിലെ 5 ചാപ്റ്റേഴ്സിൻ്റെ കൺസെപ്ച്വൽ വീഡിയോസാണ്, ഡിസ്കഷനാണ് നമ്മൾ ചെയ്തത്. നമുക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം 2 ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോട്ടോസിന്തസിലും റെസ്പിറേഷനിലും പഠിച്ചിട്ടുണ്ട്. മറന്നു വരുത്. രണ്ടിൻ്റെയും എയിം എന്ന് പറയുന്നത്, ടാർഗറ്റ് എന്ന് പറയുന്നത് ഹൗ ATP സിന്തസൈസ്ഡ്. രണ്ടിലും ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ട്,
മൈറ്റോകോൺഡ്രിയലായിരുന്നു റെസ്പിറേഷനിൽ കെമിയോസ്മോട്ട് ഹൈപ്പോത്തസിസ് നമ്മൾ പറഞ്ഞത്. തൈലക്കോയിഡ്, ക്ലോറോപ്ലാസ്റ്റിൻ്റെ തൈലക്കോയിഡിലാണ് ഫോട്ടോസിന്തസിൽ പഠിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ചാപ്റ്റേഴ്സാണ്. ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഫോട്ടോസിന്തസിനാണ്. ഓരോ ചാപ്റ്ററിന് അതിൻ്റേതായ വെയിറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ തന്നെ ഈ ചാപ്റ്റേഴ്സിൽ ഫോട്ടോസിന്തസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. NCERT-ൽ എന്തൊക്കെ ഉണ്ടോ, ഡയഗ്രാംസ്, അതുപോലെ ടേബിൾസ്, ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓരോരോ മാർക്കും അറ്റൈൻ ചെയ്യാൻ പറ്റും. വെറുതെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് വായിച്ച് നോക്കാതെ ക്വിക്കായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യരുത്. കൃത്യമായിട്ട് അത് 1 മിനിറ്റാണ്, 1 മിനിറ്റിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ആ സമയത്തിനുള്ളിൽ ഓപ്ഷൻസ് 4 വായിക്കാനുള്ള ഒരു ക്ഷമ, ബി പേഷ്യൻറ്റ്, ആ ഒരു ക്ഷമ നിങ്ങൾ കാണിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് നിങ്ങളെ മുമ്പിൽ വെക്കാനുണ്ട്. ഓപ്ഷൻ എ കാണുമ്പോഴേക്ക് തന്നെ അത് ചാടിക്കറി എ എന്ന് നിങ്ങൾ ഒരിക്കലും ബബിൾ ചെയ്യരുത്. 4 ഓപ്ഷനും വായിച്ച് നോക്കണം. ബൈ പ്രാക്ടീസ് നിങ്ങൾക്ക് ആ സ്പീഡ് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, മറന്നു പോകരുത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ, നല്ല കോൺഫിഡൻ്റ് ആയിട്ട്, ആത്മവിശ്വാസത്തോടു കൂടി എക്സാമിനെ നിങ്ങൾ സമീപിക്കുക. റിസൾട്ട് പോസിറ്റീവായിരിക്കും. നിങ്ങൾക്ക് കൊറോണ പോസിറ്റീവ് അല്ല, നിങ്ങളുടെ നീറ്റ് നിങ്ങൾക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സഫലീകരിക്കപ്പെടുന്ന ഒരു ദിവസത്തിനായിട്ട് പ്രാർത്ഥനയോടുകൂടി ഞങ്ങളും കാത്തിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഓക്കെ, ബി ബ്ലാസ്റ്റ്. ആ ഒരു സ്പാർക്ക് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കണം. നല്ലൊരു ഗോൾ, ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവിധ ആശംസകളും, ബെസ്റ്റ് വിഷസ്. കാണാം, വീണ്ടും കാണാം. ബൈ. ഓക്കെ.